അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്താ വിശേഷങ്ങള്? തുടങ്ങല്ലേ? റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഉണ്ടാവില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന മുഹമ്മദിൻ അലൈഹി വഅലാ ആലിഹി അഫ്ളലുസ് സ്വലവാതി വഅതമ്മു തസ്ലീം. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസിനെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസത്തിൽ നമുക്ക് ഏവർക്കും സന്തോഷം നൽകുന്ന മജ്ലിസായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ദീനിൻ്റെ മജാലിസുകളിൽ പങ്കെടുക്കുന്നതിൻ്റെ മഹത്വം നമുക്കെല്ലാവർക്കും അറിയാം. അത്തരത്തിലുള്ള മജാലിസുകളിൽ പങ്കെടുക്കാൻ വരുന്നവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ അവരെ അതിലേക്ക് സ്വാഗതം ചെയ്യാറുണ്ടായിരുന്നു എന്നൊക്കെ ഹദീസുകളിൽ നമ്മളെല്ലാവരും കേൾക്കാറുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള മജാലിസുകളിൽ അള്ളാഹു നമ്മെ തിരഞ്ഞെടുത്തു എന്നുള്ളത് വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് അള്ളാഹു നൽകിയിരിക്കുന്ന ഈ നിഅമത്തിനെ അതിനെ ശുക്ർ കൊണ്ട് നേരിടാനും അള്ളാഹുവിനോട് ശുക്ർ പറയാനും ഇനിയും നിഅമത്തുകൾ ജീവിതത്തിൽ വർദ്ധിപ്പിച്ചു നൽകാനും അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ സദാസമയം ദുആ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ഇന്നത്തെ വിഷയം പണ്ഡിതന്മാരോടുള്ള അല്ലെങ്കിൽ പണ്ഡിതന്മാർക്ക് ദീനിലുള്ള സ്ഥാനവും അവരോട് നമ്മൾ സ്വീകരിക്കേണ്ട ചില നിലപാടുകളുമാണ്. ഇത് വളരെ വലിയ വിഷയമാണ്, നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ തന്നെ. ഈ വിഷയം തെരഞ്ഞെടുത്തതിൻ്റെ ഉദ്ദേശം ഏതാനും ചില കാര്യങ്ങൾ സംസാരിക്കുക എന്നതാണ്. ചില വിഷയങ്ങളെക്കുറിച്ച് ഉണർത്താനാണ് ഈ ഒരു വിഷയം തെരഞ്ഞെടുത്തത്. അതുകൊണ്ട് അതിൽ മാത്രം ചുരുക്കിക്കൊണ്ട് ഇതിനുള്ള നമുക്ക് സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ആൽ ഇംറാനിൽ പറഞ്ഞതായി കാണാം, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ നമുക്ക് നൽകിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് നമ്മിൽ നിന്ന് നമ്മിലേക്കൊരു പ്രവാചകനെ നിയോഗിച്ചു എന്നുള്ളത്. എൻ്റെ സഹോദരങ്ങൾ, ഞാൻ ഇതിനെല്ലാം അധികം ദീർഘിപ്പിക്കുകയില്ല. അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ പറയുന്ന വിഷയങ്ങൾ ശരിക്കും ശ്രദ്ധിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുക. നമുക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന ഒരു അനുഗ്രഹം, നമ്മൾ നേരത്തെ പറഞ്ഞു, അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളോട് നാം തിരിച്ചു കാണിക്കേണ്ട നിലപാട് എന്താണ്? ശുക്ർ കാണിക്കുക. അപ്പം അനുഗ്രഹം എന്താണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം, എന്നാലാണ് ശുക്ർ കാണിക്കാൻ നമുക്ക് പറ്റുള്ളൂ. അനുഗ്രഹം മനസ്സിലാകാത്ത ഒരുത്തൻ എങ്ങനെയാണ് അവൻ ശുക്ർ കാണിക്കുക? ഒരുവൻ ശുക്ർ കാണിക്കാതെ ജീവിച്ചാൽ അള്ളാഹു പറയുന്നു പരിശുദ്ധ ഖുർആനിൽ, അള്ളാഹുവിന്റെ ശിക്ഷ കഠിനമാണ് എന്ന് അള്ളാഹു പറയുകയാണ്. ലൈൻ ശകർതും ലഅസീദന്നകും വലൈൻ കഫർതും, നിങ്ങൾ ശുക്ർ ചെയ്യുക, ശുക്ർ ചെയ്യാതിരുന്നാൽ അള്ളാഹുവിന്റെ ശിക്ഷ കഠിനമാണെന്ന് അള്ളാഹു താക്കീത് നൽകുന്നു. അപ്പോൾ ശുക്ർ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ നിഅമത്തുകൾ നിലനിൽക്കാനുള്ള ഏറ്റവും വലിയ സബബാണ്. അപ്പോൾ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ പെട്ടതാണ്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, നമ്മിൽ നിന്ന് ഒരു പ്രവാചകനെ നമ്മിലേക്ക് അയച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനെങ്ങാനും നമ്മിലേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലായിരുന്നുവെങ്കിൽ, പ്രവാചകന്റെ അധ്യാപനങ്ങൾ നമ്മിലേക്ക് എത്തില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ നമുക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകുമായിരുന്നു? അപ്പോൾ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന വളരെ വലിയ അനുഗ്രഹമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചു എന്നുള്ളത്. അപ്പോൾ ആ അനുഗ്രഹത്തിന് നമ്മൾ ശുക്ർ ചെയ്യണം. ഈ പ്രവാചകൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്? യത്ലു അലൈഹിം ആയാതി, അള്ളാഹുവിന്റെ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നു. വയുസക്കീഹിം, ജനങ്ങളെ സംസ്കരിച്ചെടുത്തു. വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, ഖുർആനും സുന്നത്തും ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. മോശപ്പെട്ട ഒരു അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരികയും അവരെ സംസ്കരിച്ചെടുക്കുകയും, ചരിത്രം വായിച്ച ഏതൊരാൾക്കും അറിയാം, വളരെ മോശപ്പെട്ട ജീവിതം നയിച്ചിരുന്ന, മദ്യത്തിൻ്റെയും അതുപോലെ ലഹരിയുടെയും ഒക്കെ അടിമയായി ജീവിച്ച ഒരു സമൂഹത്തെ നാം ഇന്ന് അവരുടെ പേരുകൾ കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹും എന്ന് പറയുന്ന നിലയിലേക്ക് അവരെ കൈപിടിച്ചുയർത്തിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ പ്രവാചകൻ നമ്മിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിരിക്കുന്ന പ്രവാചകനാണ്. അദ്ദേഹത്തിന്റെ അധ്യാപനങ്ങളിലൂടെ സഹാബത്തിന്റെ ജീവിതം മാറി, അവർ നന്നായി.
ലോകത്ത് ഇനി അതിന് തുല്യമായൊരു സമൂഹം വരാത്ത രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സംസ്കരിച്ചെടുത്തു. ഇങ്ങനെയുള്ള ഒരു പ്രവാചകൻ, അള്ളാഹുവിന്റെ നിഅമത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മിലേക്ക് വന്ന് ദീന് പ്രചരിപ്പിക്കുകയും അവിടുന്ന് അവസാനം സഹാബത്തിനെ ഹജ്ജത്തുൽ വദാഇൽ വിളിച്ചുകൂട്ടിയ ശേഷം പറഞ്ഞു, അള്ളാഹുവിനെ സാക്ഷിയാക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, അല്ലാഹുമ്മ ഹൽ ബല്ലഗ്ത്, ഞാൻ എന്റെ റബ്ബ് ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം അത് ഞാൻ പൂർത്തീകരിച്ചിട്ടുണ്ടോ? സഹാബികൾ ഒന്നടങ്കം പറഞ്ഞു. 100,000-ലധികം വരുന്ന സഹാബികൾ. അബൂ ഹാത്തിം അർ-റാസി പറയുന്നത് പോലെ അവരെല്ലാവരും പറഞ്ഞു, അതേ പ്രവാചകരെ, താങ്കൾ ഈ ഉത്തരവാദിത്തം നിറവേറ്റിയിട്ടുണ്ട്. തയ്യിബ്. അത് കഴിഞ്ഞ് ഏതാനും വർഷങ്ങൾക്കിപ്പുറം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു പോകുന്നു. പിന്നെ എവിടെ നിന്നാണ് ഈ അധ്യാപനങ്ങൾ നമുക്ക് ലഭിക്കുക? ഈ അധ്യാപനങ്ങൾ നേരത്തെ പറഞ്ഞ ആയത്ത് നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകണം. നമ്മെ സംസ്കരിക്കാൻ, മോശപ്പെട്ട ജീവിതത്തിൽ നിന്ന് ഇതല്ല നിങ്ങൾ ജീവിക്കേണ്ട ജീവിതം, ഇങ്ങനെയാണ് നിങ്ങൾ ജീവിക്കേണ്ടത് എന്ന് വഴികാട്ടിത്തരാൻ സഹാബത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാപ്തമാക്കിയ, അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിയ അധ്യാപനങ്ങൾ നമുക്കെവിടെ നിന്നാണ് ലഭിക്കുക? സ്വാഭാവികമായ സംശയം വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ മാറ്റി ഇനി എവിടെ നിന്ന് നമുക്ക് ലഭിക്കും? അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇന്നൽ ഉലമാഅ വറസത്തുൽ അംബിയാ, ഉലമാക്കൾ അംബിയാക്കളുടെ അനന്തരാവകാശികളാണ്. ഉലമാക്കൾ അംബിയാക്കളുടെ അനന്തരാവകാശികളാണ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോകുമ്പോൾ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ അവിടുന്ന് നൽകിക്കൊണ്ടിരുന്ന അധ്യാപനങ്ങൾ ഇനി നിങ്ങളിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഏറ്റെടുത്തിരിക്കുന്നത് ഉലമാക്കളാണ്. വഇന്നൽ ഉലമാഅ വറസത്തുൽ അംബിയാ, അവരാണ് അനന്തരാവകാശികൾ. ഇന്നൊരു കച്ചവടക്കാരൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ സമ്പാദ്യം, അവന്റെ കച്ചവടം കൈകാര്യം ചെയ്യുന്നത് അവന്റെ മക്കളായിരിക്കും, അനന്തരാവകാശികളായിരിക്കും. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭൂമി ലോകത്ത് നടത്തിക്കൊണ്ടിരുന്ന ഇസ്ലാഹിന്റെ പ്രവർത്തനങ്ങൾ, ജനങ്ങൾക്കിടയിൽ തസ്കിയത്തിന്റെയും തഅലീമിന്റെയും പ്രവർത്തനങ്ങൾ, അത് ഇനി ഈ ഉമ്മത്തിൽ നടത്തേണ്ടത് ഉലമാക്കളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സമൂഹത്തിൽ പണ്ഡിതന്മാരുടെ സ്ഥാനം എന്താണ്? അവർ വറസത്തുൽ അംബിയാ ആണ്. വറസത്തുൽ അംബിയാ, അംബിയാക്കളുടെ അനന്തരാവകാശികളാണ്. അത് നിസാരമായൊരു സ്ഥാനമല്ല, നിസാരമായൊരു സ്ഥാനമല്ല. ഈ ഉമ്മത്തിൽ പണ്ഡിതന്മാരുടെ സ്ഥാനം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിലൂടെ അവിടുന്ന് പറയുന്നു, വഇന്നൽ ഉലമാഅ വറസത്തുൽ അംബിയാ, അംബിയാക്കളുടെ അനന്തരാവകാശികളാണ് ഈ പണ്ഡിതന്മാർ. വഇന്നൽ അംബിയാഅ ലം യുവരിസു ദീനാറൻ വലാ ദിർഹമ, ആളുകൾക്ക് ഒരു സംശയത്തിനും ഇട നൽകാത്ത രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. പൊതുവെ നമ്മൾ ഈ അനന്തരാവകാശം എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ ചിന്തിക്കുക, ഒരാൾ മരിക്കുമ്പോൾ കുറച്ച് സമ്പത്ത് ബാക്കി വെച്ചു, അത് പിന്നീട് മക്കൾ വീതിച്ചെടുക്കുന്നതാണ് നമ്മൾ പറയുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സഹാബികളെ, ജനങ്ങളെ, മുസ്ലിമീങ്ങളെ, നിങ്ങളൊരു കാര്യം അറിയുക, പ്രവാചകന്മാർ മരണപ്പെടുമ്പോൾ അവർ ഈ ഭൂമിയിൽ ബാക്കിയാക്കി വെക്കുന്നത് സമ്പാദ്യമല്ല, പണമല്ല. വഇന്നമാ വറസുൽ ഇൽം, അവർ ഈ ഭൂമിയിൽ ഇവിടെ ജനങ്ങൾക്ക് ബാക്കിയാക്കിയത് അറിവാണ്, വിജ്ഞാനമാണ്, ഇൽമാണ്, ഖുർആനും സുന്നത്തുമാണ്. ഈ അറിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പൂർത്തീകരണത്തിൽ പറഞ്ഞു, ഫമൻ അഖദഹു അഖദ ബിഹള്ളിൻ വാഫിർ, അതാരാണോ കൈക്കലാക്കുന്നത് അവർ ഏറ്റവും നല്ല ഒരു വിഹിതം കൈക്കലാക്കിയവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഞാൻ ആവർത്തിക്കുകയാണ്, എന്റെ സഹോദരങ്ങൾ, കേവലം വാക്കുകളിൽ ഒതുങ്ങാതെ ഈ ഹദീസിന്റെ ആശയം ഒന്ന് ചിന്തിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ സ്വാഭാവികമായ ഒരു ചോദ്യം വരും. ഇനി ആരോട് നമ്മൾ ചോദിക്കും? പ്രവാചകരെ, ഇനി നമ്മെ സംസ്കരിക്കാൻ ആർക്കാണ് സാധിക്കുക? ഇനി നമ്മെ പഠിപ്പിക്കാൻ ആർക്കാണ് സാധിക്കുക? അതിനു മറുപടിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെച്ചുപോയി, വഇന്നൽ ഉലമാഅ വറസത്തുൽ അംബിയാ, ഇതാ ഉലമാക്കളുണ്ട് നിങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചു തരാൻ. അള്ളാഹുവിന്റെ റസൂലിന്റെ അനന്തരാവകാശം എടുത്തവരായി ഇവിടെ ഉലമാക്കളുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം അബൂ ദാവൂദും തിർമിദിയും ഉദ്ധരിച്ച ഹദീസിൽ കാണാം. ഹാഫിദ് ഇബ്നുൽ മുലഖിൻ ബദറുൽ മുനീറിൽ ഈ ഹദീസ് സ്വീകാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരിക്കൽ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മദീന പട്ടണത്തിലൂടെ നടന്നു പോകുമ്പോൾ അവിടെ ആളുകളൊക്കെ കച്ചവടം ചെയ്യുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവരോട് ചോദിച്ചു, യാ അഹ്ലസ് സൂഖ്, പട്ടണത്തിലുള്ളവരെ, മാ അഅജസകും, നിങ്ങൾക്ക് എന്തു പറ്റി? നിങ്ങളൊക്കെ ഇവിടെ ഇരുന്ന് സമയം കളയുകയാണോ? ആളുകൾ അബൂ ഹുറൈറയോട് ചോദിച്ചു, വമാ ദാക യാ അബൂ ഹുറൈറ, എന്തുകൊണ്ടാണ് അബൂ ഹുറൈറ താങ്കൾ ഇങ്ങനെ ചോദിച്ചത്? നമ്മൾ പൊതുവെ പട്ടണത്തിലിരുന്ന് കച്ചവടം ചെയ്യുന്നവരാണ്, എന്തുകൊണ്ടാണ് നമ്മൾ ഈ ദിവസവും പട്ടണത്തിലിരുന്ന് കച്ചവടം ചെയ്യുകയാണോ എന്ന് താങ്കൾ ചോദിക്കുന്നത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, ദാക മീറാസു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖ്സർ വഅൻതും ഹാഹുന, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തരാവകാശം ഇവിടെ വീതിക്കപ്പെടുമ്പോൾ
നിങ്ങൾ ഇവിടെ ഇരുന്ന് കച്ചവടം ചെയ്യുകയാണോ? അലാ തദ്ഹബൂന ഫതഖുദൂന നസീബകും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന് ചോദിച്ചത് ആ താബിഈങ്ങളോടാണെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മോട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സംസാരിക്കുന്നത് പോലെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, അബൂ ഹുറൈറ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇവിടെ ഇരുന്ന് കച്ചവടം ചെയ്യുകയാണോ? ഇവിടെ മസ്ജിദിൽ ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തരാവകാശം വീതിക്കപ്പെടുകയാണ്. ആളുകളൊക്കെ ചോദിച്ചു, എവിടെയാണ് അബൂ ഹുറൈറ ഇത് വീതിക്കപ്പെടുന്നത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആ സ്ഥലം പറഞ്ഞു. ഹദീസിൽ കാണാം, അല്ലെങ്കിൽ അസറിൽ കാണാം, ഫഖറജു സിറാഅ, ആളുകൾ പെട്ടെന്ന് മസ്ജിദിലേക്ക് ധൃതിയിൽ പോയി. അബൂ ഹുറൈറയാകട്ടെ പട്ടണത്തിൽ തന്നെ നിന്നു. ഈ ആളുകളൊക്കെ പോയി തിരിച്ചു വരുന്നതും കാത്ത് മഹാനായ സഹാബി റളിയല്ലാഹു അൻഹു അവിടെ തന്നെ കാത്തിരുന്നു. ശേഷം അവർ തിരിച്ചു വന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് അവർ പറഞ്ഞു, യാ അബാ ഹുറൈറ ഖദ് അതൈനൽ മസ്ജിദ്, ഞങ്ങളിതാ എല്ലാവരും മസ്ജിദിലേക്ക് പോയി. ഫദഖൽനാ ഫീ, ആ മസ്ജിദിൽ നാം പ്രവേശിക്കുകയും ചെയ്തു. ഫലം നറ ഫീഹി ശൈഅൻ യുഖ്സം, ആ മസ്ജിദിൽ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തരാവകാശം വീതിക്കപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അനന്തരാവകാശം എന്ന് പറയുമ്പോൾ പൊതുവെ ഏതൊരാളുടെയും ഓർമ്മയിൽ പോകുന്നത് പോലെ സമ്പാദ്യം അവിടെ വീതിക്കപ്പെടുന്നു എന്ന് കരുതിയിരുന്നവർ അവർ അബൂ ഹുറൈറയോട് പറഞ്ഞു, അവിടെ ഒന്നും നൽകപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവരോട് ചോദിച്ചു, വമാ റഅയ്തും ഫിൽ മസ്ജിദി അഹദ, അല്ലാഹുവിന്റെ മസ്ജിദിൽ നിങ്ങൾ ആരെയും കണ്ടിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ബല, കുറച്ചാളുകളെ കണ്ടിരുന്നു. എന്താണ് അവർ ചെയ്യുന്നത്? റഅയ്ന ഖൗമൻ യുസല്ലൂൻ, ചില ആളുകൾ അവിടെ നിസ്കരിക്കുകയാണ്. വഖൗമൻ യഖറഊനൽ ഖുർആൻ, ചില ആളുകൾ ഖുർആൻ ഓതുന്നു. വഖൗമൻ യതദാകറൂനൽ ഹലാല വൽ ഹറാം, ചില ആളുകൾ അവിടെ ഇരുന്നുകൊണ്ട് അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് സംസാരിക്കുകയാണ്. നമ്മൾ ഇങ്ങനെ പൊതുവായ വാക്കുകൾ പറഞ്ഞ് ശീലമായതുകൊണ്ടാണ് പലപ്പോഴും ഹദീസുകളുടെ ആശയങ്ങൾ നമുക്ക് മനസ്സിലാകാതെ പോകുന്നത്. ഹലാലും ഹറാമും അവിടെ അവർ പറയുന്നു, ദീന് പറയുന്നു എന്ന് പറഞ്ഞാൽ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ പഠിപ്പിക്കുകയാണ് ഒരു വിഭാഗം ആളുകൾ. ഒരു കൂട്ടം ആളുകൾ ഇരുന്നു കൊണ്ട് അള്ളാഹുവിന്റെയും റസൂലിന്റെയും അധ്യാപനങ്ങൾ ആ മസ്ജിദിൽ വെച്ച് പഠിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, വൈഹക്കും ഫദാക മീറാസു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് നാശം, പ്രവാചകന്റെ അനന്തരാവകാശം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലേ? ഫദാലിക മീറാസു മുഹമ്മദ്, അവിടെ വീതിക്കപ്പെടുന്ന ആ മജ്ലിസിൽ ഇരുന്നു കൊണ്ട് ഇതാണ് ദീനിന്റെ വിധി, ഇതാണ് ഹലാൽ, ഇതാണ് ഹറാം, ഇതാണ് ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്ന ആ മജ്ലിസിൽ പറയുന്നതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തരാവകാശം എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം അത്ത്-തബറാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ-മുഅ്ജമുൽ ഔസത്തിൽ ഉദ്ധരിച്ച ഹദീസിൽ കാണാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആമുഖമായി നിങ്ങളോട് ഉണർത്താനുള്ളത്, നമ്മുടെ നാടുകളിലൊക്കെ എത്രയെത്ര ദർസുകൾ നടക്കുന്നു, എത്രയെത്ര ദീനി മജാലിസുകൾ നടക്കുന്നു. നമ്മൾ എത്ര ആളുകൾ ആ സദസ്സിൽ പോകാറുണ്ട്? നമ്മൾ പലപ്പോഴും അവിടെ പോവുക എപ്പോഴാണ്? നമുക്ക് തിരക്കൊന്നുമില്ല എങ്കിൽ, എല്ലാ ജോലികളും മാറിക്കഴിഞ്ഞാൽ നമുക്കൊരു ദിവസം ഫ്രീ ആണെങ്കിൽ നമ്മൾ പോകും. അതല്ല, നമ്മുടെ ജീവിതത്തിൽ അതിനൊരു മുൻഗണന നൽകി എന്ത് തിരക്കുണ്ടെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഒരു സമയം ഞാൻ അതിന് മാറ്റിവെക്കും എന്ന തീരുമാനമെടുക്കാൻ നമ്മളിൽ പലർക്കും സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മീറാസാണ് ഇതിലൂടെ നൽകപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. എന്റെ സഹോദരങ്ങൾ, ഇന്ന് നമ്മൾ ഇത് ദർസ് തുടങ്ങിയ ശേഷം നിങ്ങൾ ഈ കേട്ടിരിക്കുന്ന ഹദീസുകൾ, ഒന്നോ രണ്ടോ ഹദീസുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ, നമുക്ക് ഇന്ന് അതിനോടുള്ള സമീപനം എന്താണ്? നമ്മുടെ മുൻഗാമികൾ അതിനോട് കാണിച്ച സമീപനം എന്തായിരുന്നു? അബൂ സുറഅത്ത് റാസി റഹിമഹുള്ളയോട് യഹ്യ ഇബ്നു ബുക്കൈർ പറഞ്ഞതുപോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാക്ക് നീ കേൾക്കേണ്ടത് കേവലം ആരോ ഇങ്ങനെ പറഞ്ഞു എന്ന രൂപത്തിലല്ല, മറിച്ച് നീ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഖാല റസൂലുള്ളാഹ് എന്നൊരാൾ നിന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞാൽ നിന്റെ മുമ്പിലുള്ളൊരു വിരി നീക്കുകയാണ്. പിന്നെ നീ കാണുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, പ്രവാചകനെയാണ്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഹദീസുകൾ നമുക്ക് കേൾക്കാൻ സാധിക്കണം. അങ്ങനെ ഹദീസുകൾ കേൾക്കാൻ നമുക്ക് പറ്റണം. പ്രവാചകൻ പറഞ്ഞു എന്ന് കേട്ടാൽ നമ്മിലേക്ക് ആ ഹദീസ് സ്ഥിരപ്പെട്ടു വന്നു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോടാണ് പറയുന്നത്. പ്രവാചകന്റെ മജ്ലിസിലിരുന്ന് നമ്മൾ ദീൻ പഠിക്കുമ്പോൾ എന്തായിരിക്കും നമ്മുടെ അനുഭവം? ആ ഒരു അനുഭവമായിരിക്കണം ഖാല റസൂലുള്ളാഹ് എന്ന് പറഞ്ഞൊരു ഹദീസ് കേൾക്കുമ്പോൾ ഒരു മുസ്ലിമിന് ഉണ്ടാകേണ്ടത്. അങ്ങനെയായിരുന്നു മുൻഗാമികൾ ഹദീസിനെ സമീപിച്ചത്. അതുകൊണ്ടാണ് മുൻഗാമികളായ സഹാബത്തിന്റെയും താബിഈങ്ങളുടെയും ചരിത്രങ്ങൾ നോക്കിയാൽ പ്രവാചകൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവർക്ക് അതിനപ്പുറം ഒരു സംസാരമില്ല. എന്തുകൊണ്ടാണ്? അവരൊരു തെറ്റ് ചെയ്യുമ്പോൾ ഖാല റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ നിന്റെ മുമ്പിൽ വന്ന് നിന്നോട് പറയുന്നത് പോലെയാണത്. നിന്റെ മുമ്പിൽ വന്ന് നിന്നോട് പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജാലിസുകളിൽ ഇരുന്ന് നേരിട്ട് കേൾക്കുന്ന അനുഭവം പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകണം. ആ രൂപത്തിൽ പ്രവാചകന്റെ ഹദീസുകൾ കേൾക്കാൻ നമുക്ക് സാധിക്കണം. ഞാൻ പറഞ്ഞു വന്നത്, ഈ രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ അനന്തരാവകാശം വീതിക്കപ്പെടുമ്പോൾ അത് സ്വീകരിക്കാൻ ഈ ഉമ്മത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തയ്യാറാക്കിയവരാണ് പണ്ഡിതന്മാർ. നമ്മൾ ഇന്ന് പലപ്പോഴും പണ്ഡിതന്മാർക്ക് വില നൽകാത്തവരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ.
പണ്ഡിതന്മാരെ കുറിച്ച് മോശമായ വാക്കുകൾ ഉപയോഗിക്കുന്നവരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. നമ്മൾ ഇന്ന് കേൾക്കുന്ന സോഷ്യൽ മീഡിയകളിലും മറ്റ് സംസാരങ്ങളിലും അഹ്ലുസുന്നയുടെ ഉലമാക്കളെ കുറിച്ച് അവരെ കുറ്റം പറയുന്നവർ, അവരെ കുറിച്ച് മോശമായ വാക്കുകൾ പറയുന്നവർ, യാതൊരു അർഹതയുമില്ലാത്തവർ, നിസ്കാരത്തിന്റെ അർക്കാനുകൾ പോലും അറിയാത്തവർ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരെ കുറിച്ച് കുറ്റം പറയാൻ അവരുടെ നാവുകൾ ഉയർത്തുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ അനന്തരാവകാശികളെ എങ്ങനെയാണ് ഒരാൾക്ക് കുറ്റം പറയാൻ സാധിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തരാവകാശികൾ വറസത്തുൽ അംബിയാ, അതാണ് അവർക്ക് ദീന് നൽകിയ സ്ഥാനം. ദീന് നൽകിയ സ്ഥാനം അതാണ്. അള്ളാഹു പറയുന്നു, മൻ ആദാ ലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. ആരെങ്കിലും ഞാൻ ഇഷ്ടപ്പെടുന്ന, ആരെങ്കിലും വലിയായ സാലിഹായ മുഅ്മിനായ മുത്തഖിയായ ഒരുവനോട് ശത്രുത പ്രഖ്യാപിച്ചാൽ അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുമെന്ന് അള്ളാഹു ഖുദ്സിയായ ഹദീസിൽ പറയുന്നു. വറസത്തുൽ അംബിയ, അള്ളാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തരാവകാശികൾ അവർ ഔലിയാക്കളാണ്. അവരെ കുറ്റം പറയാൻ, അവരെ കുറ്റം പറയുന്നവരോട് വാസ്തവത്തിൽ യുദ്ധം പ്രഖ്യാപിച്ചത് അള്ളാഹുവാണ്. അള്ളാഹു ഒരുവനോട് യുദ്ധം പ്രഖ്യാപിച്ചാൽ അവന്റെ അവസ്ഥ എന്തായിരിക്കും? അവൻ നാളെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ അനന്തരാവകാശികളെ കുറ്റപ്പെടുത്തിയവൻ അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ എന്ത് മറുപടിയാ പറയുക? നമ്മൾ പലപ്പോഴും പണ്ഡിതന്മാർക്ക് വില നൽകാറില്ല. അവർക്ക് നമ്മുടെ ദുആകളിൽ ഒരു സ്ഥാനമുണ്ടാകാറില്ല. അവർ അവരുടെ ജീവിതം ദീനിന് വേണ്ടി ത്യജിച്ചവരാണ്. അവരുടെ ജീവിതത്തിൽ ദീനിന് വേണ്ടി അവർ സമയം ചെലവഴിച്ചു. നാം നമ്മുടെ കച്ചവടങ്ങളിൽ, നാം പട്ടണങ്ങളിൽ പോയി അവിടെ കച്ചവടം ചെയ്ത് നമ്മുടെ കുടുംബത്തെ ഏറ്റവും നല്ല നിലയിൽ വളർത്തുമ്പോൾ, അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുമ്പോൾ, ദീന് പഠിക്കാൻ വേണ്ടി മാറിയിരുന്ന ഒരു പറ്റം ആളുകൾ, ദീന് പഠിപ്പിക്കാൻ വേണ്ടി മാറിയിരുന്ന ഒരു പറ്റം ആളുകൾ അവരുടെ വീട്ടിൽ നല്ലതുപോലെ ഭക്ഷണം ഉണ്ടാകണമെന്നില്ല. അവർ പ്രയാസത്തിലായിരിക്കും, അവർ ബുദ്ധിമുട്ടിലായിരിക്കും, അവരുടെ ജീവിതം അത്രയും ത്യാഗമുള്ളതായിരിക്കും. എന്നിട്ടും നമ്മൾ അവരെ കുറ്റം പറയാൻ നമ്മുടെ നാവ് ഉയരുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തരാവകാശികളോട് നമ്മൾ കാണിക്കുന്ന ആദരവ് എന്താണ്? ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിലും ഷാഫി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മുസ്നദിലും ഉദ്ധരിച്ചതായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ മിന്ന മൻ ലം യുജില്ല കബീറാന. വലിയവരെ ബഹുമാനിക്കാത്തവർ അവർ നമ്മിൽപ്പെട്ടവരല്ല. വയർഹം സഗീറന. ചെറിയവരോട് കരുണ കാണിക്കാത്തവർ അവർ നമ്മിൽപ്പെട്ടവരല്ല. വയഅരിഫ് ലിആലിമിന ഹഖ്ഖ. ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കാണ്. ഉലമാക്കൾക്ക് അവരോടുള്ള കടമകൾ അറിയാത്തവൻ അവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അബ്ദുൽ ഹഖ് അൽ ഇശ്ബീലി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ അഹ്കാമുൽ വുസ്തയിൽ ഈ ഹദീസ് സ്വീകാര്യമാണെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ഉലമാക്കൾക്ക് അവരോടുള്ള കടമകൾ അറിയാത്തവൻ അവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പണ്ഡിതനല്ല, ഏതെങ്കിലും നമ്മൾ ഇന്ന് കാണുന്ന ആളുകളല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പ്രവാചകൻ ദീനി കാര്യങ്ങൾ സ്വയിഷ്ടപ്രകാരം പറയോ? ഇല്ല. വഹീന്റെ അടിസ്ഥാനത്തിൽ, അള്ളാഹുവിൽ നിന്നുള്ള വഹീന്റെ അടിസ്ഥാനത്തിൽ നമ്മോട് പറയുന്നു, പണ്ഡിതന്മാർക്ക് അവരോടുള്ള ബാധ്യത കാണാത്തവർ അവർ നമ്മിൽപ്പെട്ടവരല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. പ്രവാചകൻ ഒരു വിഭാഗത്തെ കുറിച്ച് അവർ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞ വിഭാഗമാണ് നമ്മളെങ്കിൽ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദിന്റെ അരികിൽ നമ്മൾ പോകുമ്പോൾ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പണ്ഡിതന്മാരെ കുറ്റം പറയാൻ അതിനു വേണ്ടി വോയിസുകൾ ഇറക്കുന്ന ആളുകൾ ഒരറിവുമില്ലാതെ ദീനി ദഅവത്തിൽ യാതൊരു പങ്കുമില്ലാത്ത സാധാരണക്കാരൻ വന്ന് അള്ളാഹുവിന്റെ ദീനിൽ സംസാരിക്കുന്ന പണ്ഡിതന്മാർ, ഉലമാക്കളുടെ അമ്പിയാക്കളുടെ അനന്തരാവകാശികൾ, അവരെ കുറ്റം പറയാൻ എങ്ങനെയാണ് ഒരാൾക്ക് സാധിക്കുക? നമ്മുടെ മുൻഗാമികളുടെ ചരിത്രങ്ങൾ നിങ്ങൾ നോക്കിയാൽ എങ്ങനെയായിരുന്നു പ്രിയപ്പെട്ടവർ അവർ പണ്ഡിതന്മാരെ നോക്കിക്കണ്ടിരുന്നത്? ഇൽമ പഠിക്കുന്നവർ, ഇൽമിന്റെ മേഖലയിൽ സമയം ചെലവഴിക്കുന്നവർ, അവരോടുള്ള സമീപനം എങ്ങനെയാണ് മുൻഗാമികൾ? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രം ഇമാം ഹാക്കിമും ബൈഹഖിയും ഒക്കെ ഉദ്ധരിക്കുന്നതായി കാണാം. അദ്ദേഹം ഒരിക്കൽ ചില സഹാബത്തിന്റെ കൂടെ ഇരിക്കുകയായിരുന്നു. കൂട്ടത്തിൽ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. സെയ്ദ് റളിയല്ലാഹു അൻഹു മജ്ലിസ് കഴിഞ്ഞ ശേഷം അവിടെ നിന്ന് എഴുന്നേറ്റ് അദ്ദേഹത്തിന്റെ വാഹനപ്പുറത്ത് കയറിയിരുന്നു. അദ്ദേഹം അവിടുന്ന് പോകാൻ ഒരുങ്ങുകയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പിന്നാലെ പോയി. ഇബ്നു അബ്ബാസ്, ഈ ഉമ്മത്തിലെ തർജുമാനുൽ ഖുർആൻ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പിന്നാലെ പോയി സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ വാഹനത്തിന്റെ കടിഞ്ഞാൺ പിടിച്ചു. ഈ സമയം സെയ്ദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, തനഹ ഇബ്നു അമ്മി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ ഉപ്പയുടെ സഹോദരന്റെ മകനാണ് താങ്കൾ എന്റെ വാഹനത്തിന്റെ കയറാണോ പിടിക്കുന്നത്? താങ്കൾ മാറി നിൽക്കുക, താങ്കൾ എന്റെ വാഹനത്തെ നിയന്ത്രിക്കാൻ
എന്റെ വാഹനത്തിന് ഖിദ്മത്ത് ചെയ്യാൻ താങ്കൾ എന്തിനാണ് വരുന്നത്? താങ്കൾ പ്രവാചകന്റെ ഉപ്പയുടെ സഹോദരന്റെ മകനല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു, ഇന്നാ ഹാകദാ നഫ്അലു ബികുബറാഇന വഉലമാഇന. ഇങ്ങനെ ഉലമാക്കളോട് പെരുമാറാനാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടത്, ഇങ്ങനെയാണ് നമ്മൾ പണ്ഡിതന്മാരോട് പെരുമാറുക എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തിരിച്ച് സെയ്ദ് ഇബ്നു സാബിത്തിനോട് പറഞ്ഞതായി കാണാം. ഒരുപക്ഷെ നമുക്കിന്ന് സെയ്ദിനെയും ഇബ്നു അബ്ബാസിനെയും റളിയല്ലാഹു അൻഹുമ വലിയ രൂപത്തിൽ അറിയാത്തത് കൊണ്ട് വിഷയത്തിന്റെ ഗൗരവം എത്രത്തോളം മനസ്സിലാകണമെന്നില്ല. ഇബ്നു അബ്ബാസ് ഖുറശിയാണ്. ഇബ്നു അബ്ബാസ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബമാണ്. അഹ്ലുൽ ബൈത്തിന് പ്രവാചകന്റെ കുടുംബത്തിന് ദീനിൽ സ്ഥാനമുണ്ട്. അങ്ങനെയുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സെയ്ദ് ഇബ്നു സാബിത്ത്, പ്രായത്തിൽ ചെറിയ സഹാബിയായ എന്നാൽ ഇൽമിൽ മികച്ചു നിൽക്കുന്ന സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒട്ടകത്തിന്റെ കടിഞ്ഞാൺ പിടിക്കുകയും ശേഷം പറയുന്നു, ഇങ്ങനെ ഉലമാക്കളോട് വർത്തിക്കാനാണ് നാം കൽപ്പിക്കപ്പെട്ടത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു. നമ്മളൊക്കെ സലഫികളാണെന്ന് പറയുമ്പോൾ, അഹ്ലുസുന്നയുടെ മനഹജിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, പണ്ഡിതന്മാരോടുള്ള ബഹുമാനം, അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരോടുള്ള സമീപനം സഹാബത്തിന്റെ ചര്യയിൽ നിന്നല്ലേ നമ്മൾ പഠിക്കേണ്ടത്? സലഫികൾ എന്ന് പറഞ്ഞാൽ എന്താ? ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയുടെ മെമ്പർഷിപ്പ് എടുത്ത ആളുകൾക്കാണോ സലഫികൾ എന്ന് പറയാ? അല്ല. സലഫികൾ എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം മുൻഗാമികൾ എങ്ങനെയാണോ ജീവിച്ചത് ആ ജീവിതമാർഗം ജീവിതത്തിൽ പകർത്താൻ പരിശ്രമിക്കുന്നവൻ. അതിൽപ്പെട്ട ഏറ്റവും ഒന്നാമനല്ലേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ചെയ്യുന്നത് നോക്കൂ. സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ വാഹനത്തിന്റെ, ഒട്ടകത്തിന്റെ അല്ലെങ്കിൽ കുതിരയുടെ കടിഞ്ഞാൺ പിടിച്ചുകൊണ്ട് പറയുന്നു, ഹാകദാ ഉമിർനാ അൻ നഫ്അല ബിഉലമാഇന. നമ്മുടെ ഉലമാക്കളോട് ഇങ്ങനെ വർത്തിക്കാനാണ് നാം കൽപ്പിക്കപ്പെട്ടത്, ഇങ്ങനെ വർത്തിക്കാൻ. ആ രംഗം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ അന്ന് മക്കയിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ അന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ഗോത്രങ്ങളിൽ വളരെ വലിയ സ്ഥാനമുള്ള ഗോത്രമായ ഖുറശിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു ഒട്ടകത്തിന്റെ കയറും പിടിച്ച് കടിഞ്ഞാണും പിടിച്ച് ഇങ്ങനെയാണ് നാം കൽപ്പിക്കപ്പെട്ടത് എന്ന് പറഞ്ഞ് സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ ഒട്ടകത്തെ നയിച്ചുകൊണ്ട് നടക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഉലമാക്കൾക്ക് അവർ നൽകിയിരിക്കുന്ന സ്ഥാനം എത്ര വലുതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം മാത്രം നോക്കിയാൽ എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥി ദീന് പഠിക്കേണ്ടത് എന്ന അധ്യാപനങ്ങൾ ധാരാളം കാണാം. പണ്ഡിതന്മാരോട് അദ്ദേഹം കാണിച്ച ബഹുമാനം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സഹാബികളുടെ വീടുകളിലേക്ക് പോകും. മദീനയിലെ ചൂട് നിങ്ങൾക്കറിയാം. കഠിനമായ ചൂടും മണൽക്കാറ്റുമുള്ള സ്ഥലങ്ങളിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോവുകയും സഹാബികളുടെ ഡോറിന് മുന്നിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരെ കാത്തിരിക്കും. അവരൊന്ന് പുറത്തേക്ക് ഇറങ്ങി വരാം. അവരെ വാതിലിൽ മുട്ടി പ്രയാസപ്പെടുത്തില്ല. അവിടെ നിന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കാത്തിരിക്കും. ചില സഹാബികളൊക്കെ പുറത്തേക്ക് ഇറങ്ങി വന്നാൽ ഇബ്നു അബ്ബാസിനോട് പറയും, താങ്കൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബക്കാരനാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹോദരന്റെ മകനാണ്, താങ്കൾ ഒരാളെ അയച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നു എന്ന് പറയുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയും, എനിക്കാണ് ഇൽമിന്റെ ആവശ്യം. അദ്ദേഹം ഉലമാക്കളോട് കാണിച്ച ബഹുമാനം ഞാൻ ആവർത്തിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇന്ന് പലരും നാവില്ലാത്തവന് നാവ് നൽകുന്ന സോഷ്യൽ മീഡിയയുടെ ഈ കാലം, ആർക്കും എന്തും റെക്കോർഡ് ചെയ്ത് പുറത്തേക്ക് വിടാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് കരുതി പണ്ഡിതന്മാരുടെ അഭിമാനത്തിൽ സംസാരിക്കുമ്പോൾ, അവരെക്കുറിച്ച് മോശമായ വാക്കുകൾ പറയുമ്പോൾ, നിസ്കാരത്തിന്റെ അടിസ്ഥാന പാഠങ്ങൾ പോലും അറിയാത്തവൻ പണ്ഡിതന്മാരെ കുറിച്ച് അവർക്ക് ഇന്ന കാര്യങ്ങളിൽ വിഷയങ്ങൾ മനസ്സിലായിട്ടില്ല എന്ന് പറയുമ്പോൾ, അതിനർഹിക്കുന്ന ആളുകൾക്ക് പറയാം, മറ്റു പണ്ഡിതന്മാർക്ക് സംസാരിക്കാം, അർഹരായ ആളുകൾക്ക് സംസാരിക്കാം. അതല്ലാതെ സ്വയം ജീവിതത്തിൽ ദീനിന്റെ അടിസ്ഥാന പാഠങ്ങൾ അറിയാത്തവൻ പണ്ഡിതന്മാർക്ക് വിലയിടാൻ നിൽക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉലമാക്കളോട് നാം കാണിക്കുന്ന ബഹുമാനം എന്താണ്? ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ മനസ്സിൽ രണ്ട് കാര്യങ്ങൾ നിരന്തരം ഓർമ്മ വേണം. ഒന്ന്, അവർ പ്രവാചകന്റെ അനന്തരാവകാശികളാണ്, നിസാരക്കാരല്ല. ഈ മസ്ജിദിലൊക്കെ ഇരുന്ന് നമ്മുടെ കുട്ടികൾ ദീന് പഠിക്കുന്നത് കാണുമ്പോൾ അവരൊക്കെ നമുക്ക് ഏത് രൂപത്തിലും കൽപ്പിക്കാൻ പറ്റുന്ന ആളുകളെ നമ്മൾ കാണാൻ പാടില്ല. ചില ആളുകൾ അങ്ങനെയാണ്. മസ്ജിദിലെ ഇമാമിനോട്, മസ്ജിദിലെ മുഅദ്ദിനോട് മോശമായി സംസാരിക്കും. എന്താ കാര്യം? അവർ വിചാരിക്കും ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ആളുകളല്ലേ. പള്ളി കമ്മിറ്റിയും പള്ളി പ്രസിഡന്റും ഒക്കെ മോശമായി ചില ആളുകളോട് പെരുമാറുന്നത് കാണാം. പക്ഷെ അവർ വഹിക്കുന്ന ഖുർആൻ, അള്ളാഹുവിന്റെ കലാം, അവരുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഈ ദീനിൽ അവർ അള്ളാഹുവിന്റെ റസൂലിന്റെ അനന്തരാവകാശികളാണ്. നിന്റെ അരികിലുള്ള സമ്പാദ്യം എത്ര തന്നെ വന്നാലും പ്രവാചകന്റെ അനന്തരാവകാശിയുടെ അടുത്തുപോലും വെക്കാൻ പറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തരാവകാശികൾ, അവരെ ബഹുമാനിക്കാത്തവൻ അവന്റെ ദീനിൽ കുറവുണ്ട്, അവന്റെ ഈമാനിൽ പ്രശ്നമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകളല്ലേ, അവരെ ബഹുമാനിക്കാത്തവർ, അവരുടെ ഹക്കുകൾ മനസ്സിലാക്കാത്തവർ, അവർ നമ്മിൽപ്പെട്ടവരല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മുൻഗാമികൾ, ഇബ്നു അബ്ബാസിന്റെ രണ്ട് സംഭവം നിങ്ങൾ കേട്ടില്ലേ. മൂന്നാമതൊരു കാര്യം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നതായി ഇബ്നു അബ്ദുൽ ബർ അദ്ദേഹത്തിന് ജാമിഉ ബയാനുൽ ഇൽമി വഫദ്ലി എന്ന കിതാബിൽ പറയുന്നതായി കാണാം, മകസ്തു സനതൈൻ
ഉരീദു അൻ അസ്അല ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അൻ ഹദീസിൻ, ഞാൻ 2 വർഷത്തോളം കാത്തിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ 2 വർഷത്തോളം ഞാൻ കാത്തിരുന്നു. എന്തിനാണ്? എനിക്ക് ഉമറിനോട് ഒരു സംശയം ചോദിക്കണമുണ്ടായിരുന്നു, ഒരു സംശയം ചോദിക്കണം. മാ മനഅനി മിൻഹു ഇല്ലാ ഹൈബതു, അത് ചോദിക്കാൻ എന്നെ തടസ്സപ്പെടുത്തിയത് ഉമറിന്റെ ഗാംഭീര്യമായിരുന്നു. ഉമർ പണ്ഡിതനാണ്, ഉമർ ആലിമാണ്, അവരിലെ വലിയവനാണ്. വലിയവരെ ബഹുമാനിക്കാൻ വേണ്ടി പഠിപ്പിച്ച, ഉലമാക്കളെ ബഹുമാനിക്കാൻ വേണ്ടി പഠിപ്പിച്ച, പ്രവാചകനിൽ നിന്ന് അങ്ങനെ നിങ്ങൾ ബഹുമാനിക്കണമെന്ന് പഠിച്ച ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉമറിനോട് 2 വർഷത്തോളം എനിക്ക് ചോദ്യം ചോദിക്കാൻ ഭയമായിരുന്നു എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു. നോക്കൂ നിങ്ങൾ, എങ്ങനെയാണ് പ്രിയപ്പെട്ടവർ അവർ മുൻഗാമികൾ അവരുടെ ഉലമാക്കളെ ബഹുമാനിച്ചത്. അവർക്ക് ദീനിലുള്ള സ്ഥാനം എന്ന് പറയുന്നത് നിസാരമായ സ്ഥാനമല്ല. ദീനിലുള്ള അവർക്കുള്ള വില എന്ന് പറയുന്നത് നിസാരമല്ല. അതുകൊണ്ട് പണ്ഡിതന്മാരെ നമ്മൾ ബഹുമാനിക്കുക. ഒരു കാരണവശാലും നമ്മുടെ വാട്സപ്പിലേക്ക് ആരെങ്കിലും ഒരു പണ്ഡിതനെ കുറിച്ച് മോശമായ സംസാരം അയച്ചാൽ അത് മറ്റൊരാൾക്ക് ഫോർവേഡ് ചെയ്യുന്നതിന് മുമ്പ് മനസ്സിലാക്കുക, നീ സംസാരിക്കുന്നത് പ്രവാചകന്റെ അനന്തരാവകാശിയിലാണ്. വിഷയം നിസാരല്ല. തയ്യിബ്, ഇന്ന് ചില ആളുകൾ പറയും അതിന് ഇന്ന് ഉലമാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ, ഇന്ന് പണ്ഡിതന്മാരില്ലാലോ എന്ന് ചില ആളുകൾ പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ, ലാ തസാലു ത്വായിഫത്തുൻ മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്, അവസാന നാൾ വരെ ഒരു പറ്റം ആളുകൾ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആരാണ് ഈ വിഭാഗം? മുസ്ലിമീങ്ങളിൽപ്പെട്ട സത്യത്തിൽ ഉറച്ചു നിൽക്കുന്ന അവസാന നാൾ വരെ ഒരു വിഭാഗം ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ആരാണ് ഈ വിഭാഗം? കേവലം സാധാരണക്കാർ മാത്രമാണോ? ഹാഫിദ് അൻ-നവവി റഹിമഹുല്ലാഹ് സഹീഹ് മുസ്ലിമിന്റെ ശർഹിൽ പറയുന്നു, ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഈ ഹദീസിന് വിശദീകരണം നൽകിയിട്ടുണ്ട്. ഹും അഹ്ലുൽ ഇൽം, അവസാന നാൾ വരെ പണ്ഡിതന്മാർ ഈ ഉമ്മത്തിൽ ബാക്കിയാകും. അവസാന നാൾ വരെ പണ്ഡിതന്മാർ ഈ ഉമ്മത്തിൽ ബാക്കിയാകും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്കറിയാം എത്രയോ വലിയ പണ്ഡിതന്മാർ അഹ്ലുസുന്നയുടെ ഉലമാക്കൾ ഇന്ത്യക്കകത്തും പുറത്തും ജീവിച്ചിരിക്കുന്നു. ഇന്ത്യക്കകത്തും പുറത്തും. ചില ആളുകൾ പറയും ഇന്ത്യയിൽ പണ്ഡിതന്മാരില്ല. സൗദിയിലൊക്കെയുള്ള വലിയ മശായിഖന്മാർ അവർ പഠിക്കാൻ ഇന്ത്യയിൽ പല പണ്ഡിതന്മാരുടെയും അരികിൽ സമീപിക്കാറുണ്ട്. ഇന്ത്യയുടെ അകത്തും പുറത്തും അഹ്ലുസുന്നയുടെ ധാരാളം പണ്ഡിതന്മാരുണ്ട്. ഇമാം ബുഖാരി പറയുന്നു ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ, ഇതുകൊണ്ടുള്ള ഉദ്ദേശം പണ്ഡിതന്മാരാണ് എന്ന് പറഞ്ഞാൽ അവസാന നാൾ വരെ ഈ ഉമ്മത്തിന് നിർദ്ദേശം നൽകാൻ പണ്ഡിതന്മാരുണ്ടാകും. ഹും അഹ്ലുൽ ഇൽം, ഇതുകൊണ്ടുള്ള ഉദ്ദേശം പണ്ഡിതന്മാരാണ്. ശേഷം നവവി റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നതായി കാണാം, ഈ ഹദീസിൽ പണ്ഡിതന്മാർ ഉൾപ്പെടുന്നത് പോലെ തന്നെ മറ്റു മുഅ്മിനീങ്ങളും ഉൾപ്പെടുന്നതാണ്. അവസാന നാൾ വരെ ഒരു വിഭാഗം ജീവിക്കുമെന്ന് പറഞ്ഞാൽ, സത്യത്തിലായി ഒരു വിഭാഗം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അതിൽ സാധാരണ പണ്ഡിതന്മാർ വരും. അതുപോലെ തന്നെ ശുജആൻ, മുഖാതിലൂൻ, ദീനിനു വേണ്ടി ജിഹാദ് ചെയ്യുന്നവരുണ്ടാകും, ഫുഖഹാക്കൾ ഉണ്ടാകും, മുഹദ്ദിസീങ്ങൾ ഉണ്ടാകും എന്ന് ഹാഫിദ് അൻ-നവവി റഹിമഹുല്ലാഹ് സഹീഹ് മുസ്ലിമിന്റെ ശർഹിൽ പറയുന്നതായി കാണാം. അതുകൊണ്ട് ഉലമാക്കളുടെ ആസാറുകൾ പ്രിയപ്പെട്ടവരെ ഒരിക്കലും ഈ ഉമ്മത്തിൽ നഷ്ടപ്പെട്ടു പോവുകയില്ല. ഉലമാക്കൾ കുറഞ്ഞേക്കാം, പക്ഷെ ഉലമാക്കൾ ഉണ്ടാകും. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ഖുമൈൽ ബിൻ സിയാദിന് നൽകിയിരിക്കുന്ന ഒരു വസിയ്യത്തുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, മറ്റൊരു അവസരം ലഭിക്കുകയാണെങ്കിൽ അത് വായിച്ചു നോക്കണം. വളരെ നല്ല നസീഹത്തുകൾ അടങ്ങിയിട്ടുള്ള ഒരു വസിയ്യത്ത്. അതിൽ ഖുമൈൽ ബിൻ സിയാദിനോട് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം, അൽ ഉലമാഉ ബാഖൂന മാ ബഖിയ അദ്ദഹർ, ഈ കാലം നിലനിൽക്കുന്നിടത്തോളം ഉലമാക്കളും ഉണ്ടാകും. അഅയാനുഹും മഫ്ഖൂദ, ഒരു പക്ഷേ അവരിൽ ഏതെങ്കിലും വ്യക്തികൾ മരണപ്പെട്ടേക്കാം. വഅംസാലുഹും ഫിൽ ഖുലൂബി മൗജൂദ, പക്ഷേ അവർ പഠിപ്പിച്ചിരിക്കുന്ന അധ്യാപനങ്ങൾ, അവരുടെ പാഠങ്ങൾ, അവർ പഠിപ്പിച്ചിരിക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ, ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ, അത് അവസാന കാലം വരെ നിലനിൽക്കുമെന്ന് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഖതീബ് അൽ ബഗ്ദാദി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് അൽ ഫഖീഹ് വൽ മുതഫഖിഹ് എന്ന കിതാബിൽ പറഞ്ഞതായി നമുക്ക് കാണാം. അതുകൊണ്ട് എല്ലാ കാലഘട്ടത്തിലും പണ്ഡിതന്മാരുണ്ട്. ഇന്നും അൽഹംദുലില്ലാഹ് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ധാരാളമുണ്ട്. മദീനയിൽ ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അൽ ബദറിനെ പോലുള്ളവർ, റിയാദിൽ ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാനെ പോലുള്ളവർ, ഇങ്ങനെ അഹ്ലുസുന്നയുടെ അലാമുകൾ അൽഹംദുലില്ലാഹ് ഇന്നും ധാരാളം ജീവിച്ചിരിക്കുന്നു. വലിയ പണ്ഡിതന്മാർ, ഷെയ്ഖ് സാലിഹ് അസ്-സുഹൈമിയെ പോലുള്ള വലിയ വലിയ കിബാറുകൾ, വർഷങ്ങളായി ദീനി മേഖലയിൽ ഖിദ്മത്ത് ചെയ്യുന്നവർ, ദീനിന്റെ മാർഗത്തിൽ താടി നരച്ചവർ, അഹ്ലുസുന്നയുടെ കിബാറുകൾ അൽഹംദുലില്ലാഹ് ഇന്നും ജീവിച്ചിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ പണ്ഡിതന്മാരെ ബഹുമാനിക്കുക എന്നത്, അമ്പിയാക്കളുടെ അനന്തരാവകാശികളെ ബഹുമാനിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ വിഷയം, ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. ഇന്ന് നമ്മുടെ നാട്ടിലെ ആളുകളിലേക്ക് നോക്കിയാൽ പൊതുവെ ഉലമാക്കളുടെ വിഷയത്തിൽ 2-3 നിലപാട് സ്വീകരിച്ചവരെ നമുക്ക് കാണാം. ഒരു വിഭാഗം ആളുകൾ എന്തു പറയും?
ഉലമാക്കൾക്ക് തീരെ സ്ഥാനം നൽകാതെ സംസാരിക്കുന്ന ഒരു പറ്റം ആളുകളെ നമുക്ക് കാണാം. എന്റെ സഹോദരങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക. ചില ആളുകൾക്ക് ഉറക്കു വരുന്നുണ്ടെന്നുണ്ട്. ഉറക്കു വരുന്നവർക്ക് ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. ദീനിന്റെ മജാലിസുകളിൽ ഉറങ്ങുക എന്ന് പറയുന്നത് ഒരിക്കലും അതുപോൽപ്പെട്ടതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനന്തരാവകാശം മസ്ജിദിൽ സംസാരിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ദീന് പറയുമ്പോൾ ഒരാൾ ഉറങ്ങുക എന്ന് പറയുന്നത് വളരെ മോശമല്ലേ? നമ്മുടെ കുടുംബ അനന്തരാവകാശ സ്വത്താണ് ഇവിടെ വിധിക്കപ്പെടുന്നതെങ്കിൽ ഒരാൾ ഉറങ്ങുമോ? ഇല്ല. നഷ്ടപ്പെട്ടു എന്ന് പേടിയുണ്ടാവും. തയ്യബ്, പൊതുവെ ജനങ്ങളുടെ സാഹചര്യം നോക്കിയാൽ ഇന്ന് ഉലമാക്കളോട് അവർ കാണിക്കുന്ന സമീപനം മൂന്നോളം രീതിയിൽ കാണാം. ഒരു വിഭാഗം ആളുകൾ ഉലമാക്കൾക്ക് ഒരു ബഹുമാനവും നൽകാത്തവർ. ഒരു ബഹുമാനവും ഇല്ല. നമ്മുടെ നാട്ടിലൊക്കെ ചില ആളുകൾ പറഞ്ഞില്ലേ, എന്ത് ഹയ്യത്തു കിബാറുൽ ഉലമ, എന്ത് പണ്ഡിതന്മാർ എന്ന് പറഞ്ഞ ചില ആളുകളുടെ സംസാരങ്ങൾ നിങ്ങൾക്ക് കാണാം. പണ്ഡിതന്മാരെ തീരെ സ്ഥാനം നൽകാത്തവർ, പണ്ഡിതന്മാർക്ക് ഒരു വിലയും നൽകാത്തവർ, പണ്ഡിതന്മാരൊന്നും ആവശ്യമില്ല, നമുക്ക് എന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാകും എന്ന ധാരണയിൽ ജീവിക്കുന്നവർ. ചില പണ്ഡിതന്മാരുടെ സംസാരങ്ങളിൽ കാണാം ഇത്തരക്കാർ ഖവാരിജുകളോട് സാദൃശ്യമുള്ളവരാണ്. കാരണം ആദ്യമായി അള്ളാഹുവിന്റെ ദീനിൽ പണ്ഡിതന്മാർക്ക് വില നൽകാതെ തീരുമാനമെടുക്കാൻ മുന്നിട്ടവരാരാണ്? ഖവാരിജുകളാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരുമായി മുനാദറ നടത്തിയ സംഭവങ്ങളൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർക്ക് ഒരു വിലയും നൽകാതെ അവരൊക്കെ സാധാരണക്കാരെ പോലുള്ളവരാണ് എന്ന് കാണുന്നവർ, അവർ ഖവാരിജുകളുമായി സാദൃശ്യമുള്ളവരാണ്. പണ്ഡിതന്മാർക്ക് ദീനിൽ സ്ഥാനമുണ്ട്. കാരണം അവർ അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ്. അമ്പിയാക്കളുടെ അനന്തരാവകാശികൾക്ക് ദീനിൽ സ്ഥാനമില്ല എന്നെങ്ങനെ പറയാൻ പറ്റുക? ഇപ്പോൾ പണ്ഡിതന്മാർക്ക് സ്ഥാനം നൽകാത്ത ഒരു വിഭാഗത്തെക്കാണ്. മറ്റൊരു വിഭാഗം എന്താണ്? പണ്ഡിതന്മാരെ അനന്തമായി അല്ലെങ്കിൽ അന്ധമായി പണ്ഡിതന്മാരെ പിൻപറ്റുന്ന ആളുകൾ. അവരെന്ത് പറഞ്ഞാലും എടുക്കുക, അവരെന്താണോ പറയുന്നത് അതങ്ങ് സ്വീകരിക്കുക. അതിനപ്പുറം ഖുർആനും സുന്നത്തും നോക്കാതിരിക്കുന്നവർ, നമ്മുടെ ഇമാം എന്താണോ പറഞ്ഞത്, നമ്മുടെ ഉസ്താദ് എന്താണോ പറഞ്ഞത് അത് വേദവാക്യമായി എടുക്കുന്ന ആളുകൾ, അതാണ് അവരുടെ ജീവിതം. അങ്ങനെയുള്ള ആളുകൾ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, അവർ റവാഫിദുകളുമായി ഷിയാക്കളുമായി സാദൃശ്യമുള്ളവരാണ്. എന്തുകൊണ്ടാണ്? ഈ രൂപത്തിൽ അവരുടെ ഇമാമുമാരെ മഅസൂമീങ്ങളാക്കിയവർ, തന്റെ ഇമാമുമാർ എന്ത് പറഞ്ഞോ അവർ പറഞ്ഞതൊക്കെ സ്വീകരിക്കുന്നത് ഷിയാക്കളുടെ രീതിയാണ്. അത് റവാഫിദുമായി സാദൃശ്യമുള്ളവരാണ്. ഈ രണ്ട് മാർഗത്തെ നമ്മുടെ നാട്ടിൽ നമുക്ക് കാണാം. ചില ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് ഹയ്യത്തു കിബാറുൽ ഉലമ എന്ന് ചോദിക്കും, എന്ത് പണ്ഡിതന്മാരെന്ന് ചോദിക്കും. ഇവരൊക്കെ ഇങ്ങനെ പണ്ഡിതന്മാരുടെ പിന്നാലെ പോകാൻ പറയുന്നു, അതിന്റെ ആവശ്യമില്ല, എന്നിട്ട് ഇവരെ കേട്ടാൽ മതി, ഈ പറയുന്ന ആൾക്കാർ കേട്ടാൽ മതി എന്ന് പറയുന്ന ആളുകളെ കാണാം. ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. മറ്റൊരു വിഭാഗം എന്താണ്? ചില പണ്ഡിതന്മാരെ അവരുടെ വാക്ക് അവരെന്താണോ പറഞ്ഞത് അതിനപ്പുറമില്ല ഇപ്പുറമില്ല, അതിനെതിരായി അഹ്ലുസുന്നയുടെ സകല പണ്ഡിതൻ പറഞ്ഞാലും അവർ മനസ്സിലാക്കിയ അവർ സ്വീകരിച്ച ഒരു പണ്ഡിതൻ അയാൾ എന്ത് പറയുന്നു അത് സ്വീകരിക്കുന്നവർ. ഇത് രണ്ടും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ രീതിയല്ല. മറിച്ച് നിങ്ങൾക്കറിയാം അഹ്ലുസുന്ന ഏത് കാര്യത്തിലും വസത്താണ്, മിതത്വമായ നിലപാട് സ്വീകരിക്കുന്നവരാണ്. അഹ്ലുസുന്നയുടെ കാഴ്ചപ്പാട് എന്താണ്? പണ്ഡിതന്മാർ മനുഷ്യരാണ്, അവർ മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യരിൽ നിന്ന് സംഭവിക്കുന്ന തെറ്റുകൾ അവരിൽ നിന്ന് സംഭവിച്ചേക്കാം, അവരിൽ നിന്ന് പിഴവുകൾ വന്നേക്കാം, അവർ പറയുന്ന അഭിപ്രായങ്ങളിൽ ഒരു പക്ഷേ തെറ്റു വന്നേക്കാം. എന്നാൽ അവർക്ക് ദീനിൽ സ്ഥാനമുണ്ട്. കാരണം അവർ അള്ളാഹുവിന്റെ റസൂലിന്റെ അനന്തരാവകാശികളാണ്. അതുകൊണ്ട് അവർക്ക് ദീനിൽ സ്ഥാനമുണ്ട്. അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു തെറ്റു വന്നാൽ ആ തെറ്റിലേക്ക് നോക്കുക. ആ തെറ്റ് വളരെ വലുത് അഹ്ലുസുന്നയിൽ പുറത്താക്കുന്നതാണെങ്കിൽ ആ രൂപത്തിൽ അതിനോട് സമീപിക്കുക. ആ തെറ്റ് ചെറിയ തെറ്റാണെങ്കിൽ, ആ തെറ്റ് അഹ്ലുസുന്നയിൽ നിന്ന് പുറത്താക്കാത്ത തെറ്റാണെങ്കിൽ അവരോട് ആ തെറ്റിന്റെ വിഷയത്തിൽ അവർക്ക് തെറ്റുപറ്റിയെന്ന് പറയുക. അതിനപ്പുറം പണ്ഡിതന്മാരെ അന്ധമായി പിൻപറ്റുന്ന ഒരു രീതിയോ പണ്ഡിതന്മാരെ ഒന്നടങ്കം തള്ളിക്കളയുന്ന രീതിയോ പ്രിയപ്പെട്ടവരെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളില്ല. ഇതാണ് നമ്മുടെ കാഴ്ചപ്പാട്. ഇതായിരിക്കണം നമ്മുടെ സഹോദരങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത്. ഒരിക്കലും പണ്ഡിതന്മാർ എന്ത് പറഞ്ഞാലും നമ്മൾ സ്വീകരിക്കുക എന്നല്ല. ഖുർആനും സുന്നത്തിനും എതിരായി ഒരു ആലിം ഒരു കാര്യം പറഞ്ഞാൽ ആ ആലിമിന് തെറ്റുപറ്റിയതാണ്, അദ്ദേഹത്തിന് ഇജ്തിഹാദ് കാരണം അദ്ദേഹത്തിന് തെറ്റുപറ്റിയതായിരിക്കാം. അതുകൊണ്ട് പണ്ഡിതന്മാരോടുള്ള നമ്മുടെ സമീപനം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരെ ബഹുമാനിച്ചുകൊണ്ടുള്ള സംസാരമായിരിക്കണം. പക്ഷെ അവരിൽ നിന്ന് തെറ്റുപറ്റി കഴിഞ്ഞാൽ ആ തെറ്റിൽ അവരെ പിൻപറ്റാൻ പാടില്ല. ആ തെറ്റിന്റെ വലിപ്പം നോക്കി അവരോടുള്ള സമീപനം ഉണ്ടാകണം. വലിയ തെറ്റാണെങ്കിൽ വലിയ രൂപത്തിൽ, ചെറിയ തെറ്റാണെങ്കിൽ ചെറിയ രൂപത്തിൽ. സ്വാഭാവികമായും അത് നമ്മളെ ബാധിക്കുന്ന കാര്യമായിരിക്കില്ല. അങ്ങനെ ഒരു പണ്ഡിതനിൽ നിന്ന് തെറ്റുപറ്റി കഴിഞ്ഞാൽ അതിനെ കൈകാര്യം ചെയ്യാൻ മറ്റു പണ്ഡിതന്മാരുണ്ടാകും. അത് തെറ്റാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് അറിവ് വേണ്ടേ? അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ പൊതുവെ എത്രയെത്ര ആളുകൾ ഇപ്പൊ സമീപ വർഷങ്ങളിൽ നിങ്ങൾ നോക്കിയാൽ അഹ്ലുസുന്നയുടെ ദഅവത്തിൽ ഉണ്ടായിരുന്ന വലിയ ചില പണ്ഡിതന്മാർ അവരിൽ നിന്ന് തെറ്റുവന്നപ്പോൾ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ വിശദീകരിച്ചു. അത് തെറ്റാണ് എന്ന് ചില പണ്ഡിതന്മാർ പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ
ഈ രൂപത്തിൽ അഹ്ലുസുന്ന ഉലമാക്കളെ നോക്കിക്കാണുന്നത് അവർ മനുഷ്യരാണ്, പക്ഷെ അവർക്ക് ദീനിൽ സ്ഥാനമുണ്ട്. എന്തെങ്കിലും തെറ്റുപറ്റിപ്പോയാൽ ആ തെറ്റിന്റെ വലിപ്പമനുസരിച്ച് അവരോട് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുക. ഇതാണ് അഹ്ലുസുന്ന ഉലമാക്കളോട് കാണിക്കുന്ന സമീപനം. തയ്യിബ്, അതിനർത്ഥം നമ്മൾ ഉലമാക്കളിലേക്ക് മടങ്ങേണ്ട എന്നാണോ? നമ്മുടെ നാട്ടിൽ നിന്ന് ചില ആളുകൾ പറഞ്ഞതുപോലെ ഉലമാക്കൾ ആവശ്യമില്ല, നമുക്കിത് മനസ്സിലാകുമെന്ന് പറയുന്നതാണ് അതിനർത്ഥം? അല്ല. എന്തുകൊണ്ടാണ് ഇന്ന് ചില സഹോദരങ്ങളൊക്കെ കേൾക്കുന്നുണ്ടാകും, ഒരു വിഷയം വരുമ്പോൾ നമ്മൾ എന്ത് പറയും? നമ്മൾ ഉലമാക്കളിലേക്ക് മടങ്ങുക എന്ന് പറയും, ഉലമാക്കളോട് ചോദിക്കാമെന്ന് പറയും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതൊക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ചില ആളുകൾ സംസാരമിറക്കി. ചില ആളുകൾ പറഞ്ഞു ഉലമാക്കളല്ല ദീനിന് തെളിവ്, ഖുർആനും സുന്നത്താണ് തെളിവ്. ഉലമാക്കളിലേക്ക് മടങ്ങാമെന്ന് പറഞ്ഞാൽ ഖുർആനും സുന്നത്തും ഉപേക്ഷിച്ചുകൊണ്ട് ഉലമാക്കളിലേക്ക് പോകാം എന്നാണോ? അല്ല. ഈ ഖുർആനും സുന്നത്തും അനുസരിച്ച് നമുക്ക് വിഷയങ്ങൾ പറഞ്ഞു തരാൻ ഉലമാക്കളിലേക്ക് മടങ്ങാമെന്നാണ്. ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അതെന്താണ്, എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് ഖുർആനിന്റെയും സുന്നത്തിന്റെയും വെളിച്ചത്തിൽ ഉലമാക്കൾ പറഞ്ഞു തരും. അതിന് അവരുടെ മുമ്പിൽ പോയിരിക്കുക, അതിന് അവരുടെ അരികിൽ പോയി പഠിക്കുക. എന്തുകൊണ്ട് ഉലമാക്കളോട് ചോദിക്കുന്നു? അതാണ് അള്ളാഹുവിന്റെ നിർദ്ദേശം. ഖുർആനിൽ രണ്ടിടത്തായി അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. സൂറത്തുൽ നഹ്ലിലും സൂറത്തുൽ അംബിയായിലും അള്ളാഹു പറയുന്നു, ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ പണ്ഡിതന്മാരോട് ചോദിക്കുക, അറിവുള്ളവരോട് ചോദിക്കുക. ഇത് അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്, ഇത് അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്, നിങ്ങൾ പണ്ഡിതന്മാരിലേക്ക് മടങ്ങുക എന്നുള്ളത്. ഇന്ന് ചില ആളുകൾ അവരുടെ സംസാരങ്ങളിൽ, ഞാൻ ആളുകളുടെ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം അവരുടെ ഫിത്നയിൽ അകപ്പെടാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഇനി അത് കേട്ട് ഫിത്നയിലാകണ്ടാലോ. ഇന്ന് ചില ആളുകൾ പറയും, നമുക്ക് ഖുർആനും സുന്നത്തും നോക്കി മനസ്സിലാക്കിയാൽ പോരെ, എന്തിനാണ് ഉലമാക്കളിലേക്ക് മടങ്ങേണ്ട ആവശ്യം? എന്തുകൊണ്ടാണ് ഉലമാക്കളിലേക്ക് മടങ്ങണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? മിഫ്താഹു ദാരിസ് സആദയിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞതായി കാണാം, അർറാസിഖു ഫിൽ ഇൽം, ഇൽമ പഠിച്ച ഒരു പണ്ഡിതൻ, അറിവുള്ള ഒരു വ്യക്തി, ലൗ വറദത അലൈഹി മിന ശുബ്ഹാതി ബിഅദദി അംവാജിൽ ബഹർ, കടലിലെ തിരമാലയോളം അവരുടെ അരികിൽ ശുബ്ഹത്ത് വന്നാലും മാ അസാലത് യഖീന, അവർക്ക് ഇൽമു കൊണ്ട് അതിനെ തടുക്കാൻ വേണ്ടി സാധിക്കും, അവർക്ക് ഇൽമു കൊണ്ട് അതിനെ തടുക്കാൻ സാധിക്കും. വലാ ഖദഹത് ഫീഹി ശക്ക, അങ്ങനെയുള്ള ശുബ്ഹത്തുകൾ അവരുടെ മനസ്സിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്നില്ല. ലിയന്നഹു ഖദ് റസഖ ഫിൽ ഇൽം, കാരണം ആ വ്യക്തി ഇൽമ നന്നായി പഠിച്ചവനാണ്. ഫലാ തസ്തഫിസ്സുഹു ശുബ്ഹാത്ത്, അതുകൊണ്ട് ആളുകൾ എത്ര തന്നെ ശുബ്ഹത്തുകളായി വന്നാലും അതൊന്നും അവരെ ഏതെങ്കിലും രൂപത്തിൽ പ്രയാസപ്പെടുത്താൻ ആ ശുബ്ഹത്തുകൾക്ക് സാധ്യമല്ല. ബൽ ഇദാ വറദത അലൈഹി റദ്ദഹാ ഹറസുൽ ഇൽം വജൈഷു മഗ്ലൂലതൻ മഗ്ലൂബ, ഒരു ശുബ്ഹത്ത് അവരുടെ അരികിലേക്ക് വന്നാൽ അവരുടെ അരികിലുള്ള ഇൽമ് അത് വെച്ചുകൊണ്ട് അതിനോട് പോരാടാനും അതിനെ തകർക്കാനും പണ്ഡിതന്മാർക്ക് സാധിക്കും. ഇത് പണ്ഡിതന്മാർക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ്. അതിന് എത്രയേറെ ഉദാഹരണങ്ങൾ കാണാം, എത്ര ഉദാഹരണങ്ങൾ പ്രിയപ്പെട്ടവരെ കാണാം. ഫിത്നകൾ വരുമ്പോൾ, ശുബ്ഹത്തുകൾ വരുമ്പോൾ സാധാരണക്കാരായ ചില ആളുകൾ അത് നല്ലതല്ലേ എന്ന് തോന്നി അതിന്റെ പിന്നാലെ പോകുമ്പോൾ പണ്ഡിതന്മാർ സംസാരിക്കും അത് ഫിത്നയാണ്. സിറിയയിലും മറ്റ് സ്ഥലങ്ങളിലും ജിഹാദ് വന്നപ്പോൾ ചില ആളുകൾ ആ വിഷയത്തിൽ സംസാരിച്ചു. പക്ഷേ ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാ അതിനെതിരായി സംസാരിച്ചു. കാരണം അദ്ദേഹത്തിന് ഇൽമുണ്ട്, ഫിത്നയിൽ എങ്ങനെ നിലപാടെടുക്കണമെന്നറിയാം. സാധാരണക്കാരനെ കാണുമ്പോൾ ഒരു പക്ഷെ അവൻ കരുതും കുഫറും ഇസ്ലാമും തമ്മിലുള്ളതല്ലേ, ഒരാൾ ഇറങ്ങിയാൽ എന്താ പ്രശ്നം? ഉലമാക്കൾ സംസാരിച്ചു. ISIS അവിടെ അവർ ബൈഅത്ത് പ്രഖ്യാപിച്ചപ്പോൾ അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ് അൽ ബദർ ഹഫിളഹുല്ലാ മസ്ജിദ് നബവിയിൽ പറഞ്ഞു, ഖദ് ബായഉ ശൈത്താൻ, അവർ ബൈഅത്ത് ചെയ്തത് പിശാചിനെയാണ്, അവർ ബൈഅത്ത് ചെയ്തത് പിശാചിനെയാണ്. ബാക്കിയുള്ളവർക്ക് അവരുടെ വിഷയങ്ങൾ മനസ്സിലാകുന്നതിന് മുമ്പ് പണ്ഡിതന്മാർക്ക് വിഷയങ്ങൾ മനസ്സിലായി. എന്തുകൊണ്ട്? ഇബ്നുൽ ഖയ്യിം പറയുന്നു, ലിഅന്നഹു റസഖ ഫിൽ ഇൽം, അവർക്ക് ഇൽമുണ്ട്, വിഷയങ്ങൾ വേർതിരിക്കാനുള്ള കഴിവുണ്ട്. ഒരു വിഷയം നമുക്കിടയിൽ വന്നാൽ, ഒരു മസ്അല നമുക്കിടയിൽ വന്നാൽ അതിനെ കേട്ട് അതിന്റെ മസ്ലഹത്ത് എന്താണ്, അതിന്റെ മഫ്സദത്ത് എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതിനവർക്ക് സാധിക്കും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ പണ്ഡിതന്മാരിലേക്ക് മടക്കുക, പണ്ഡിതന്മാരുടെ അരികിൽ ചെന്ന് നിങ്ങൾ ചോദിക്കുക. കാരണം അവരുടെ അരികിൽ ശുബ്ഹത്തുകൾ വരുന്നത് അവർക്ക് അതിനെ തടുക്കാൻ അവർക്ക് ഇൽമുണ്ട്. നമ്മുടെ നാട്ടിൽ എത്രയെത്ര ആളുകളെ നമുക്കറിയാം. ഓരോരുത്തരും അവരുടെ ജീവിതത്തിൽ നോക്കിയാൽ ചില സഹോദരങ്ങൾക്ക് അവർക്ക് മുമ്പ് പരിചയമുണ്ടായിരുന്ന, ഇസ്തിഖാമത്തിലുണ്ടായിരുന്ന, തൗഹീദിലുണ്ടായിരുന്ന, സലഫിയ്യത്തിലുണ്ടായിരുന്ന ചില സഹോദരങ്ങൾ പിന്നീട് ഗുലൂവിന്റെ മാർഗത്തിലേക്ക് പോയി. എല്ലാവരെയും തബ്ദീഅ് ചെയ്ത് നടക്കാൻ വേണ്ടി തുടങ്ങി, എല്ലാവരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി തുടങ്ങി. അതല്ലെങ്കിൽ ചില ആളുകൾ അതൊക്കെ പാടെ വിട്ട് വളരെ മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോയി. ആരുടെ ദർസും കേൾക്കാം, ആരുടെ അരികിലും ഇരിക്കാം, ഏത് ബിദ്അത്തുകാരന്റെ അരികിലും പോയി ഇരിക്കാം, ഏത് ഹവയുടെ ആളുകളുടെയും അരികിൽ പോയി ഇരിക്കാം എന്ന അവസ്ഥയിലെത്തി. എന്തുകൊണ്ടാണ്? ഒരു വിഷയം വരുമ്പോൾ ആരെങ്കിലും അവനെ ഒരു ശുബ്ഹത്തുമായി സമീപിക്കുമ്പോൾ അവൻ അവന്റെ ബുദ്ധി വെച്ചുകൊണ്ട് ചിന്തിച്ചു. വിഷയങ്ങൾ പണ്ഡിതന്മാർ എങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് നോക്കിയിട്ടില്ല. പണ്ഡിതന്മാരിലേക്ക് മടങ്ങണം എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ചോയ്സ് അല്ല, നിർബന്ധമാണ്.
ഫസ്അലു അഹ്ല ദിക്ർ ഇൻ കുൻതും ലാ തഅലമൂൻ. അറിയാത്തത് പണ്ഡിതന്മാരോട് ചോദിക്കണം. അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്. നിങ്ങൾ ചോദിക്കണം, ചോദിച്ചിട്ട് നിലപാടുകൾ സ്വീകരിക്കണം. ആരെങ്കിലും വന്ന് ഒരു കാര്യം സംസാരിക്കുമ്പോൾ അതായിരിക്കും ശരി എന്ന് പറഞ്ഞ് അതിന്റെ പിന്നാലെ പോകേണ്ടവരല്ല. ഇമാം മാലിക് റഹിമഹുല്ല പറഞ്ഞതുപോലെ, ആളുകൾ വന്നൊക്കെ എന്നോട് തർക്കിക്കുമ്പോൾ അവരുടെ തർക്കത്തിനനുസരിച്ച് എന്നെ ദീന് മാറ്റാനുള്ളതല്ല. എനിക്കൊരു നിലപാടുണ്ട്, ഈ ദീനിനൊരു മാർഗമുണ്ട്, ഈ ദീനിന് ഒരു വഴിയുണ്ട്, മുൻഗാമികൾ കാണിച്ചു തന്ന മാർഗം. അതിൽ സഞ്ചരിക്കേണ്ടവരാണ് നമ്മൾ. ഖുർആനും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാരുടെ അരികിലേക്ക് വിഷയങ്ങൾ മടക്കുക എന്നുള്ളത് അഹ്ലുസുന്നയുടെ രീതിയാണ്. അള്ളാഹു പറഞ്ഞു ഖുർആനിൽ, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, അതീഉല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക, വഅതീഉർ റസൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക, വഉലിൽ അംരി മിൻകും, അള്ളാഹുവിന്റെ നിർദ്ദേശം ഉലുൽ അംറിനെ നിങ്ങൾ അനുസരിക്കുക. ആരാണ് ഉലുൽ അംർ? ഇബ്നു അബി ഹാത്തിം റഹിമഹുള്ളയുടെ തഫ്സീറിലും ഇബ്നുൽ മുൻദിറിന്റെ തഫ്സീറിലും ഒന്നിലധികം ആളുകളിൽ നിന്ന്, സഹാബത്തിൽ നിന്നും താബിഈങ്ങളിൽ നിന്നും ഉദ്ധരിച്ചതായി കാണാം. അതുകൊണ്ടുള്ള ഒരു ഉദ്ദേശം പണ്ഡിതന്മാരാണ്. ഉലുൽ അംറിൽ പെടുന്ന ഒരു വിഭാഗം ആളുകൾ പണ്ഡിതന്മാരാണ്. അള്ളാഹു പറയുന്നു, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കണം, അതുപോലെ തന്നെ ഉലുൽ അംറിനെയും നിങ്ങൾ അനുസരിക്കണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശമാണ്. അതുകൊണ്ട് പണ്ഡിതന്മാരിലേക്ക് മടക്കാൻ അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്. വിഷയങ്ങൾ വരുമ്പോൾ ഉലമാക്കളിലേക്ക് നിങ്ങൾ ചോദിച്ചു ചെല്ലുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നാട്ടിൽ ചില ആളുകൾ ദീനിന്റെ വലിയ വലിയ മസായിലുകളിൽ, ഉമ്മത്തിനെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ചില ആളുകൾ സംസാരിക്കും. അതിനാരെങ്കിലും എതിർത്താൽ, പണ്ഡിതന്മാർ ഇങ്ങനെയല്ല പറഞ്ഞത് എന്ന് പറഞ്ഞ് എന്ത് പറയും? ആ പണ്ഡിതൻ, അല്ലെങ്കിൽ ഈ പണ്ഡിതന്മാരെ ആർക്ക് വേണം, നമുക്ക് ഈ വിഷയങ്ങൾ മനസ്സിലാകും എന്ന മട്ടത്തിൽ സംസാരിക്കുന്ന ആളുകൾ. വാസ്തവത്തിൽ അവർ ചെയ്യുന്നത് എന്താണ്? ഇങ്ങനെ സംസാരിക്കുന്ന ആളുകൾ, എന്റെ സഹോദരങ്ങൾ ശരിക്കും ശ്രദ്ധിക്കാം. ഒരാൾ നിങ്ങളോട് പറയാണ്, പണ്ഡിതന്മാരിലേക്ക് മടങ്ങേണ്ടതില്ല, നമുക്ക് തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവരൊരു ഹദീസ് ഓതിയിട്ട്, അല്ലെങ്കിൽ ഒരു ഹദീസ് വായിച്ച് അർത്ഥം വെക്കുമ്പോൾ അവർ ചെയ്യുന്നത് എന്താണ്? ജനങ്ങളോട് പറയുന്നു, നിങ്ങൾ ഈ പണ്ഡിതന്മാരെല്ലാം കേൾക്കേണ്ടത്, ഈ ഹദീസിന്റെ വിശദീകരണം ഞാൻ എങ്ങനെയാണോ പറയുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കുക. അതല്ല അവർ ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ്, അള്ളാഹുവിന്റെ ഒരു ആയത്ത് പണ്ഡിതന്മാർ അതിന്റെ വെളിച്ചത്തിൽ നമുക്ക് പറഞ്ഞു തരണം എന്ന് പറയുമ്പോൾ ഈ സാധു ഇവിടെ ഇരുന്ന് പറയുന്നത് എന്താ? അവൻ പറയുന്നു, പണ്ഡിതന്മാരിലേക്ക് മടങ്ങേണ്ടതില്ല, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതല്ലേ അവൻ നാവ് കൊണ്ട് വ്യക്തമായി പറയുന്നില്ലെങ്കിലും ജനങ്ങളെ ക്ഷണിക്കുന്നത്. പണ്ഡിതന്മാരിലേക്ക് മടങ്ങേണ്ടതില്ല, നമ്മൾ പറയുന്നത് കേൾക്കൂ എന്ന് പറഞ്ഞാൽ ആ പണ്ഡിതന്മാർ വിശദീകരിക്കേണ്ടതില്ല, ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടാൽ മതി. ആരെയാണ് നമ്മൾ കൂടുതൽ പിൻപറ്റേണ്ടത്? ഈ മിസ്കീനിനെയാണോ അതല്ല ഈ പണ്ഡിതന്മാരെയാണോ? ഒരു മസ്അലയിൽ ഇമാം അഹ്മദിന്റെ അഭിപ്രായം ഉണ്ടെന്ന് കരുതുക, സഈദ് ഇബ്നുൽ മുസയ്യിബിന്റെ അഭിപ്രായം ഉണ്ടെന്ന് കരുതുക, അബൂ ഉബൈദ് അൽ ഖാസിം ഇബ്നു സല്ലാമിന്റെ അഭിപ്രായം ഉണ്ടെന്ന് കരുതുക. അതല്ലേ നമ്മൾ സ്വീകരിക്കേണ്ടത്? ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. അറിയാത്ത കാര്യങ്ങൾ പണ്ഡിതന്മാരിലേക്ക്, പണ്ഡിതന്മാരോട് നിങ്ങൾ ചോദിക്കുക എന്ന് പറയും. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിലുള്ളവർ, നമ്മുടെ നാട്ടിലുള്ള ചില സഹോദരങ്ങൾ, പ്രത്യേകിച്ച് അധികമായി ദീന് പഠിക്കാത്ത ആളുകൾ, ഇങ്ങനെയുള്ള മസലകൾ സംസാരിക്കുമ്പോൾ പറ്റുന്ന വലിയൊരു അബദ്ധം എന്താണ്? ഏത് വിഷയത്തിലും ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും നേർക്കുനേർ വിധി കണ്ടെത്താൻ പറ്റുമോ? ഏതൊരു മസല ഉണ്ടായാലും ഒരു ഹദീസ് വെച്ച് ഇതാണ് അതിന്റെ വിധി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഷാത്തിബി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ മുവാഫഖാത്തിൽ പറയുന്നതായി കാണാം, ദീനിന്റെ അഹ്കാമുകൾ രണ്ട് രൂപത്തിലാണ്. ഒന്ന്, നമുക്ക് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും നേർക്കുനേർ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും നേർക്കുനേർ ഒരാൾക്കത് വായിച്ചാൽ മനസ്സിലാകും, ഈ ആയത്തിന്റെ അർത്ഥം ഇങ്ങനെയാണ്, ഈ ഹദീസിന്റെ അർത്ഥം ഇങ്ങനെയാണ്. ചില ആയത്തുകൾ അങ്ങനെ മനസ്സിലാകും, ചില ഹദീസുകൾ അങ്ങനെ മനസ്സിലാകും. മറ്റൊന്ന് എന്താണ്? അതിൽ നിന്ന് അത് മനസ്സിലാക്കാൻ പറ്റണം. അതിൽ നിന്ന് ഇതാണ് അള്ളാഹുവിന്റെ വിധി ഈ ആയത്തിൽ, ഇതാണ് ഈ ഹദീസിൽ അള്ളാഹുവിന്റെ വിധി എന്ന് മനസ്സിലാക്കാൻ പറ്റണം. ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ പൊതുവെ ശർഇന്റെ അഹ്കാമുകൾ പറയുമ്പോൾ പറയും ചില വിഷയങ്ങൾ ഹലാലാണെന്ന് പറയും, അല്ലേ? ചിലത് ഹലാലാണ്, അല്ലെങ്കിൽ പോട്ടെ വാജിബാണെന്ന് പറയും. ഒരു സാധാരണക്കാരൻ, അവനെ സംബന്ധിച്ചിടത്തോളം അവന് ഖുർആനിന്റെയും ഹദീസുകളെയും ആയത്ത് നോക്കിയിട്ട്, അല്ലെങ്കിൽ ഹദീസുകൾ നോക്കിയിട്ട് ഇന്നത് വാജിബാണ്, ഇന്നത് സുന്നത്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുമോ? ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും വ്യക്തമായി. ഇന്നത് വാജിബാണെന്ന് വന്നാൽ, അള്ളാഹു നിങ്ങൾക്ക് ഇന്ന കാര്യം നിർബന്ധമാക്കി എന്ന് വന്നാൽ. അതല്ലെങ്കിൽ ചില ആയത്തുകൾ, കുതിബ അലൈക്കുമുൽ ഖിസാസ്, അല്ലെങ്കിൽ യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് മേൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നോമ്പ് എഴുതിയിരിക്കുന്നു. ഇതൊരു സാധാരണക്കാരൻ, അവൻ പഠിച്ച നഹ്വിന്റെയും സർഫിന്റെയും വെളിച്ചത്തിൽ കുതിബ എന്ന് പറഞ്ഞാൽ പഠിച്ചിരിക്കുന്നു, അല്ല എഴുതിയിരിക്കുന്നു, എഴുതപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ മേൽ എഴുതപ്പെട്ടിരിക്കുന്നു. എന്താണ് ഈ കുതിബ എന്നതുകൊണ്ട് ഉദ്ദേശം? ശർഇന്റെ ഭാഷയിൽ ഉസൂലുൽ ഫിഖ് പഠിച്ചൊരു വിദ്യാർത്ഥിക്കാണത് മനസ്സിലാവുക. കുതിബ എന്ന് പറഞ്ഞാൽ നിർബന്ധമാക്കിയിരിക്കുന്നു എന്നാണ് അർത്ഥം. അതുപോലെ ഹലാൽ എന്ന് പറയും, ഹലാലായ കാര്യം നമ്മൾ പറയാറുണ്ട്. ഹലാൽ എന്നറിയിക്കാൻ പല പദങ്ങളും ശർഇൽ ഉപയോഗിക്കും. കുറച്ചു മുമ്പ് നമ്മുടെ നാട്ടിൽ ഒരു വ്യക്തി സംസാരിച്ചപ്പോൾ അതിൽ അബദ്ധം സംഭവിച്ചിരുന്നു.
അല്ലാഹു ഖുർആനിൽ ചില സ്ഥലങ്ങളിൽ ലൈസ അലൽ ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി ജുനാഹുൻ എന്ന് പറഞ്ഞു. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ജുനാഹില്ല എന്ന് പറഞ്ഞു. ജുനാഹില്ല എന്ന് പറയുന്നത് ഹലാലിനു പകരം ഉപയോഗിക്കുന്ന മറ്റൊരു പദമാണ്, റഫഉൽ ജുനാഹ്. ഇബ്നുൽ ഖയ്യിം വിശദീകരിച്ചതുപോലെ ഈ ആയത്ത് മനസ്സിലാക്കിയിട്ട് ഇവിടെ ഇതിന്റെ ഉദ്ദേശം, ഈ റഫഉൽ ഹറജ് എന്നതിന്റെ ഉദ്ദേശം ഹലാലാണ് എന്നുള്ളത് ആർക്കാ മനസ്സിലാകുക? പണ്ഡിതന്മാർക്കേ മനസ്സിലാകൂ. അതല്ലാത്തൊരു സാധാരണക്കാരൻ എന്താ വായിക്കുക? പ്രശ്നമില്ല. ലൈസ അലൽ ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി ജുനാഹ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ജുനാഹ്, പ്രശ്നമില്ല. പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഹുക്ം എന്താ? അതിൽ അത് മനസ്സിലാക്കണമെങ്കിൽ പണ്ഡിതന്മാർക്കേ പറ്റൂ. അതാണ് ഷാത്തിബി റഹിമഹുല്ലാ പറഞ്ഞത്, മുസ്തംബതായ അഹ്കാമുകൾ ഖുർആനിന്റെയും സുന്നത്തിന്റെയും വെളിച്ചത്തിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അത് മനസ്സിലാക്കാൻ പണ്ഡിതന്മാർക്കേ പറ്റൂ. ഹദീസിന്റെ കിതാബുകൾ നിങ്ങൾ തുറന്നു നോക്കുക. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്തറൽ ഹാജിമു വൽ മഹ്ജൂം. ഹിജാമ ചെയ്തവനും ഹിജാമ ചെയ്യപ്പെട്ടവനും അവരുടെ നോമ്പ് മുറിഞ്ഞു. 2 പേജ് അപ്പുറം മറിച്ചാൽ കാണാം, ഇഹ്തജമൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ സായിം. പ്രവാചകൻ നോമ്പുകാരനായിരിക്കെ ഹിജാമ ചെയ്തു. ഇതെങ്ങനെയാണ് ഒരു സാധാരണക്കാരന് മനസ്സിലാക്കാൻ സാധിക്കുക? ഇത് പണ്ഡിതന്മാർക്കാണ് ഇതിൽ മനസ്സിലാക്കാൻ സാധിക്കുക. എങ്ങനെയായിരിക്കും ഈ 2 ഹദീസിൽ നിന്ന് ഏത് സ്വീകരിക്കണമെന്ന് നോക്കുക. പല പരിഗണനകളുമുണ്ട്. പ്രവാചകന്റെ വാക്ക് ഏതാണ്, പ്രവാചകന്റെ പ്രവർത്തനം ഏതാണെന്ന് നോക്കും. ചില സാഹചര്യങ്ങൾ വാക്കുകൾക്ക് മുൻഗണന നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പറഞ്ഞത് ഏതാണ്, അവസാനം പറഞ്ഞത് ഏതാണെന്ന് നോക്കും. എന്തെങ്കിലും പ്രത്യേക സാഹചര്യങ്ങളുണ്ടോ എന്ന് നോക്കും. നാസിഖ് മൻസൂഖ് ഉണ്ടോ എന്ന് നോക്കും. ഇതൊക്കെ പരിശോധിക്കാൻ പണ്ഡിതന്മാർക്കാണ് സാധിക്കുക. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ മസ്സ ദക്കറഹു ഫല്യതവല്ല. ഗുഹ്യഭാഗം സ്പർശിച്ചവൻ അവൻ വുളൂ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തൽഖ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ, ഇന്നമാ ഹുവ ബിദ്അത്തുൻ മിൻക്. അത് നിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമാണെന്ന് പറഞ്ഞു. വുളൂ ചെയ്യേണ്ടതില്ല എന്ന രൂപത്തിൽ ഹദീസ് വന്നു. ഇത് രണ്ടും ഹദീസാണ്. ഇതെങ്ങനെ ഒരാൾക്ക് മനസ്സിലാകാം? ഏതാണ് ആദ്യത്തെ ഹദീസ്? ഈ ഹദീസിൽ കൂടുതൽ ബലമുള്ള ഹദീസ് ഏതാണ്? ഈ ഹദീസിൽ ഏത് ഹദീസിനാണ് സഹാബത്തിന്റെ പിന്തുണയുള്ളത്? ഇതൊക്കെ നോക്കാനും വേർതിരിക്കാനും സാധിക്കുന്നത് പണ്ഡിതന്മാർക്കാണ്. അതുകൊണ്ടാണ് വിഷയങ്ങൾ പണ്ഡിതന്മാരിലേക്ക് മടക്കണമെന്ന് പറയുന്നത്. പണ്ഡിതന്മാരിലേക്ക് മടക്കണം. അവർക്കാണ് വിഷയങ്ങളെ കൈകാര്യം ചെയ്യാൻ സാധിക്കുക. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ നിർദ്ദേശം, ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. അറിയാത്ത കാര്യങ്ങൾ പണ്ഡിതന്മാരോട് ചോദിക്കുക. നമ്മിലേക്ക് ആളുകൾ മടങ്ങണം, അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നിലേക്ക് നിങ്ങൾ മടങ്ങുക, അതല്ലാതെ പണ്ഡിതന്മാരിലേക്ക് പോകേണ്ടതില്ല എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് അതിനുള്ള അർഹത ഉണ്ടാകണം, അറിവുണ്ടാകണം. പണ്ഡിതന്മാരിലേക്ക് മടങ്ങുക എന്നുള്ളത് അഹ്ലുസുന്നയുടെ രീതിയാണ്. പണ്ഡിതന്മാരോട് ചോദിക്കുക എന്നുള്ളത് അഹ്ലുസുന്നയുടെ രീതിയാണ്. ഒരിക്കൽ ഇമാം ഇബ്നു മഈൻ റഹിമഹുല്ലാ ഇമാം അഹ്മദിന്റെ അരികിലേക്ക് വന്നു. അഹ്മദ് ബിൻ ഹംബലിന്റെ അരികിലേക്ക് വന്നു. അഹ്മദ് റഹിമഹുല്ലയുടെ മജ്ലിസിൽ എന്നല്ല, അവർ കൂട്ടുകാരാണ്. ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്നതിനിടയിൽ ഷാഫിഈ റഹിമഹുല്ല അപ്പുറത്തൂടെ ഒരു കഴുതയുടെ മുകളിൽ യാത്ര ചെയ്യുകയാണ്. ഷാഫിഈ റഹിമഹുല്ലയെ കണ്ടയുടൻ ഇമാം അഹ്മദ് എഴുന്നേറ്റ് ഇമാം ഷാഫിഈയുടെ പിന്നാലെ പോയി സലാം പറഞ്ഞു. അദ്ദേഹത്തിന്റെ പിന്നാലെ നടന്നു. ശേഷം ഇബ്നു മഈന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, ഫിഖ്ഹ് വേണമെങ്കിൽ ഈ വ്യക്തിയെ പിന്തുടർന്നുകൊള്ളുക എന്ന് പറഞ്ഞു. നോക്കൂ നിങ്ങൾ, പണ്ഡിതന്മാർ അവർ പരസ്പരം കാണിച്ചിരുന്ന ബഹുമാനം, അവർ പരസ്പരം വിഷയങ്ങളിൽ അംഗീകരിച്ചു കൊടുത്തു. ഇമാം അഹ്മദ് റഹിമഹുല്ലക്ക് അറിയാം ഷാഫിഈയുടെ സ്ഥാനം എന്താണെന്ന്. ഇമാം അഹ്മദ് സുജൂദുകളിൽ ഇമാം ഷാഫിഈക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ടായിരുന്നു. ഈ രൂപത്തിൽ പണ്ഡിതന്മാരെ ബഹുമാനിക്കുക, അവരിലേക്ക് മടങ്ങുക, അവരുടെ അരികിൽ പോയി പഠിക്കുക എന്നുള്ളത് എക്കാലഘട്ടത്തിലും പണ്ഡിതന്മാർ സ്വീകരിക്കുന്ന അഹ്ലുസുന്നയുടെ രീതിയാണ്. അബൂ നുഐം അൽ അസ്ബഹാനി റഹിമഹുല്ലയുടെ അൽ ഹല്യയിൽ ഒന്നിലധികം ആധാറുകൾ പ്രിയപ്പെട്ടവർക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പണ്ഡിതന്മാരിലേക്ക് മടങ്ങുക എന്ന് പറയുന്നത് അഹ്ലുസുന്നയുടെ അടിസ്ഥാനമാണ്. അതുകൊണ്ടാണ് ഉസൂലുദ് ദഅവ സലഫിയയിൽ അബ്ദുസ്സലാം ബർജസ് റഹിമഹുല്ലാ സലഫി ദഅവത്തിന്റെ അടിസ്ഥാനമായി ഒന്ന് പറഞ്ഞത് പണ്ഡിതന്മാരുമായിട്ടുള്ള ബന്ധം. പണ്ഡിതന്മാരുമായി ബന്ധം വെക്കുക, അവരിലേക്ക് വിഷയങ്ങൾ മടക്കുക. നമ്മുടെ നാട്ടിലൊരു വിഷയം വന്നു, ഉമ്മത്തിനെ ബാധിക്കുന്ന വിഷയങ്ങൾ, പണ്ഡിതന്മാരിലേക്ക് മടക്കുക. അതാണ് അൽഹംദുലില്ലാഹ് നമ്മുടെ ദഅവത്തും. നമ്മുടെ നാട്ടിൽ സലഫി സഹോദരങ്ങൾ, നമ്മൾ ഈ നടത്തുന്ന ദഅവത്ത് അൽഹംദുലില്ലാഹ് പണ്ഡിതന്മാരുടെ മേൽനോട്ടത്തിലാണ്. ഒരു വിഷയം വന്നാൽ അവരോട് ചോദിക്കും. എന്തെങ്കിലും ഒരു വിഷയം ഒരു സഹോദരൻ ചെയ്താൽ അതിലൊരു അബദ്ധം സംഭവിച്ചെന്ന് തോന്നിയാൽ പണ്ഡിതന്മാരോട് ചോദിക്കും, ചെയ്തത് ശരിയാണോ അല്ലേ. അതാണ് പണ്ഡിതന്മാർ, അതാണ് അഹ്ലുസുന്നയുടെ രീതി. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. അറിയാത്ത കാര്യങ്ങൾ പണ്ഡിതന്മാരിലേക്ക് മടക്കുക. തയ്യിബ്, ആ പണ്ഡിതന് തെറ്റുപറ്റിയാലോ അദ്ദേഹമാണ് അതിന് ഉത്തരവാദി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പണ്ഡിതന്മാരിലേക്ക് മടക്കുക എന്ന് പറയുന്നത് അഹ്ലുസുന്ന ഏത് കാലഘട്ടത്തിലും സ്വീകരിച്ച രീതിയാണ്. അതുകൊണ്ടാണ് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കുക. നമ്മുടെ വിഷയങ്ങൾ പഠിപ്പിച്ചു തരാൻ, ദീന് പഠിക്കാൻ ഒരു പണ്ഡിതനുമായി അല്ലെങ്കിൽ തുല്ലാബുകളുമായി നമുക്ക് ലഭ്യമായത് എന്താണോ അവരുമായി നമ്മൾ ബന്ധം വെക്കുക, അവരോട് നമ്മൾ ചോദിക്കുക, അവരുടെ അരികിൽ ചെന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക.
അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം, മിൻ ഫിഖ്ഹിർ റജുൽ, ഒരു വ്യക്തി ബുദ്ധിമാനാണെന്നുള്ളതിന് തെളിവാണ് മംശാഹു വമജ്ലിസുഹു വമഖ്റജുഹു മഅ അഹ്ലിൽ ഇൽം, അവൻ ഇരിക്കുന്നതും അവന്റെ സഹവാസവും അവന്റെ നടത്തവും ഒക്കെ പണ്ഡിതന്മാരുടെ കൂടെയായിരിക്കും. ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ താരീഖുൽ കബീറിൽ ഈ ഒരു അസർ ഉദ്ധരിച്ചതായി കാണാം. അതുപോലെ ഇബ്നു അബി ആസിം അദ്ദേഹത്തിന്റെ സുഹ്ദിലും. ഒരു വ്യക്തി ബുദ്ധിമാനാണെന്നതിന്റെ അടയാളമാണ് പണ്ഡിതന്മാരുമായുള്ള സഹവാസം എന്ന് അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയുന്നു. കാരണം എന്താണ്? ഏത് വിഷയം നമ്മൾ ചെയ്യുമ്പോഴും അത് ശരിയാണോ? ഇങ്ങനെ ഒരു പ്രശ്നം വന്നു, ആരെങ്കിലും നമ്മുടെ അരികിൽ വന്നൊരു ശുബഹത്ത് പറഞ്ഞു, ആരെങ്കിലും നമ്മുടെ അരികിൽ വന്നിട്ട് പറയാണ് ഇന്ന ആൾ മുബ്തദിയാണ്, അന്യായമായി അവനെ തബ്ദീഅ് ചെയ്യണം, അല്ലെങ്കിൽ പറയാണ് ഇന്ന ഹവയുടെ ആളുകൾ അവരുടെ ദർസുകളിൽ ഇരിക്കാം, അതൊരു പ്രശ്നമില്ല എന്ന് നമ്മോട് പറയുമ്പോൾ നമുക്കതിന്റെ ഹക്കും ബാത്തിലും മനസ്സിലാകാൻ എന്ത് ചെയ്യണം? പണ്ഡിതന്മാരോട് നമ്മൾ ചോദിക്കുക. പണ്ഡിതന്മാരോട് ചോദിക്കുക. അഹ്ലുസുന്നയുടെ ഉലമാക്കൾ അൽഹംദുലില്ലാഹ് അവരറിയപ്പെട്ടവരാണ്. അവർ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു നാട്ടിൽ മാത്രമുള്ളവരല്ല, ഏതെങ്കിലും ഓരോ വ്യക്തികൾ മാത്രമല്ല, മറിച്ച് അഹ്ലുസുന്നയുടെ ഉലമാക്കൾ, ഞാൻ നേരത്തെ പറഞ്ഞ കിബാറുകളായ ഷെയ്ഖ് അബ്ബാദിനെ പോലുള്ള, ഷെയ്ഖ് ഫൗസാനെ പോലുള്ള, ഷെയ്ഖ് സാലിഹ് അസ്സുഹൈമിയെ പോലുള്ള വലിയ വലിയ പണ്ഡിതന്മാർ അൽഹംദുലില്ലാഹ് ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട്. അവരുടെ മാർഗം എന്താണ് നമ്മൾ അന്വേഷിക്കുക. അവരോട് ചോദിക്കാൻ പറ്റുമെങ്കിൽ ചോദിക്കുക. അവരുമായി ബന്ധമുള്ള വിദ്യാർത്ഥികളോട് നമ്മൾ ചോദിക്കുക. അവരിലേക്ക് വിഷയങ്ങൾ മടക്കാൻ നമ്മൾ ശ്രമിക്കുക. ഇതാണ് ഏത് കാലത്തും അഹ്ലുസുന്ന സ്വീകരിച്ച നിലപാട്. അതാണ് അബൂ ദർദാ പറഞ്ഞത്, ഒരു വ്യക്തി ബുദ്ധിമാനാണെന്നതിന്റെ അടയാളമാണ് പണ്ഡിതന്മാരുമായുള്ള ബന്ധം. കാരണം ഏത് വിഷയത്തിലും പ്രിയപ്പെട്ടവരെ ദീനിന്റെ ഹുക്ം എന്താണെന്ന് അറിയാൻ ആവശ്യക്കാരാണ് നമ്മൾ. ഏത് വിഷയത്തിലും, നമ്മുടെ കച്ചവടത്തിൽ, നമ്മുടെ കുടുംബജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിന്റെ ഏതേത് മേഖലകളിലും നമുക്ക് ദീനിന്റെ വിധി എന്താണെന്ന് അറിയണം. അതുകൊണ്ട് പണ്ഡിതന്മാരുമായി ബന്ധം വെക്കുക എന്നുള്ളത് വളരെ ആവശ്യമുള്ള കാര്യമാണ്. മിഫ്താഹു ദാരിസ് സആദയിൽ ഇമാം ഇബ്നുൽ ഖയ്യിം ഇമാം അഹ്മദിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു അഥറിൽ കാണാം, അദ്ദേഹം പറയുകയാണ്, മനുഷ്യർക്ക് ഇത് കേവലം ഒരു ഭംഗി വാക്കായിട്ട് എടുക്കരുത്, ഒരു ഭംഗി വാക്കല്ല. ഇമാം അഹ്മദ് പറയുന്നു, ഭക്ഷണം എത്രത്തോളം ആവശ്യമാണോ അതിനേക്കാളും ആവശ്യമാണ് ഒരു വ്യക്തിക്ക് ഉലമാക്കളുമായുള്ള ബന്ധം, ഭക്ഷണത്തെക്കാളും. ഇമാം അഹ്മദ് ഭംഗിവാക്ക് പറഞ്ഞതല്ല, കാരണം അദ്ദേഹം അതിനുശേഷം പറയുന്നു, ഭക്ഷണം ഒരു ദിവസം കൂടി വന്നാൽ 2 നേരെ വേണ്ടു, പക്ഷേ ഉലമാക്കളുമായുള്ള ബന്ധം ഒരു വ്യക്തിക്ക് അവന്റെ നഫസിനനുസരിച്ച്, അവന്റെ ശ്വാസത്തിനനുസരിച്ച് അവൻ അത് ആവശ്യമായി വരുമെന്ന് ഇമാം അഹ്മദ് റഹിമഹുല്ല പറഞ്ഞതായി കാണാം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഉലമാക്കളിലേക്ക് വിഷയങ്ങൾ മടക്കുക, അവരെ ബഹുമാനിക്കുക. അവരെ നിസാരവൽക്കരിക്കുന്ന ഒരു സംസാരം നമ്മിലേക്ക് എത്തിയാൽ അത് നമ്മെ തൊട്ട് പുറത്തേക്ക് പോകാതിരിക്കാൻ ശ്രമിക്കുക. ആരെങ്കിലും നമുക്ക് വാട്സപ്പിൽ അയച്ചു തന്നു, അത് പിന്നെ അടുത്താക്ക് അയച്ചു കൊടുക്കുക, ചെയ്യരുത്. ഉലമാക്കളുടെ ഖദർ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ്. അതുപോലെ ഇന്ന് ചില സഹോദരങ്ങൾ ചെയ്യുന്നത് എന്താണ്? നമുക്കൊരു മസല അറിയില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ശർഇൽ ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ, അറിയാത്തവരോട് ചോദിക്കുക. നമ്മുടെ ചുറ്റുമുള്ള തുല്ലാബുകൾ അല്ലെങ്കിൽ പണ്ഡിതന്മാരുമായി നമുക്ക് ബന്ധമുണ്ടെങ്കിൽ, വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്നവരൊക്കെ, ഇപ്പൊ റിയാദിലുള്ള സഹോദരങ്ങൾ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ എനിക്കറിയില്ല, റിയാദിലുള്ള സഹോദരങ്ങൾ അവിടെ മശായിഖ്മാരുടെ ദർസുകളിൽ പോകുന്നവരാണ്, അവിടെയുള്ള പണ്ഡിതന്മാരുമായി ബന്ധമുള്ളവരാണ്, അവർക്ക് അവിടെ ചെന്ന് ചോദിക്കാം. യുഎഇയിലുള്ള സഹോദരങ്ങൾ അവിടുത്തെ ചില മശായിഖന്മാരുമായി ബന്ധമുള്ളവരാണ്, അവരെ കണ്ട് ചോദിക്കാം. ഈ രൂപത്തിൽ പണ്ഡിതന്മാരുമായി ചോദിക്കുക, അവരോട് ബന്ധം വെക്കുക, അവരോട് വിഷയങ്ങൾ ചോദിച്ചറിയുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇന്ന് ചില സഹോദരങ്ങളൊക്കെ എന്താ ചെയ്യുക? ആദ്യം ChatGPT ഒന്ന് സെർച്ച് ചെയ്യും, എന്താണ് ഇതിന് മറുപടി വരുന്നതെന്ന് നോക്കും, അല്ലെങ്കിൽ അവരായിട്ട് ഏതെങ്കിലും ഒരു വോയിസ് ക്ലിപ്പോ മറ്റോ കേൾക്കാൻ വേണ്ടി ശ്രമിക്കും. എന്നിട്ട് ഒരു താലിബിനോട് ചോദിക്കുക, എന്താ ഇതിൽ എല്ലാ കാര്യവും മനസ്സിലായിട്ടുണ്ട്, ഈ ഒരു കാര്യം മാത്രം മനസ്സിലായിട്ടില്ല, അതായിരിക്കും അതിന്റെ ഉത്തരം. അപ്പൊ ഈ സാധു ഉദ്ദേശിക്കുന്നത് എന്താ? അത്യാവശ്യം തിരക്കേടില്ല, എനിക്ക് വിഷയങ്ങളൊക്കെ മനസ്സിലാകുന്നതിനൊന്നും ധരിപ്പിക്കാൻ. അതൊരിക്കലും ഇൽമിന്റെ അദബല്ല. നമ്മൾ പണ്ഡിതന്മാരോട് ചോദിക്കേണ്ടത് നമുക്ക് അറിയണം എന്നൊരു ഉദ്ദേശത്തിൽ ചോദിക്കാം. നമുക്ക് കുറച്ച് അറിവുണ്ട്, ബാക്കി കുറച്ചോ നിങ്ങൾ പൂർത്തീകരിച്ചിരണം എന്നൊരു ഉദ്ദേശത്തിലല്ല ചോദിക്കേണ്ടത്. അതുകൊണ്ടാണ് മുൻഗാമികളായ ഉലമാക്കൾ, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ, എത്രയോ ആധാറുകൾ കാണാം. ചില ആളുകൾ പറയുന്നു, നമ്മോട് ചില ആളുകൾ വന്ന് ചില കാര്യങ്ങൾ സംസാരിക്കും, അവർ ജനിക്കുന്നതിന് മുമ്പ് ഞാനത് കേട്ടിട്ടുണ്ടാകും, പക്ഷേ കേൾക്കാത്തതുപോലെ കേട്ടിരിക്കും. നമ്മൾ പ്രിയപ്പെട്ടവരെ അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ ആളുകളോട് ചോദിക്കുക, അറിവുള്ളവരോട് ചോദിക്കുക. അറിവുള്ളവർ മാത്രം അതിന് മറുപടി പറയുക. ഒരു കാരണവശാലും ഒരാൾ മറുപടി പറയുമ്പോൾ, ഇപ്പൊ ചില ആളുകളൊക്കെ അവരുടെ കാഴ്ചപ്പാടിൽ ഇയാൾക്ക് കുറച്ച് അറിവുണ്ടെന്ന് തോന്നിയാൽ, ചിലപ്പോൾ സാധാരണക്കാരനായിരിക്കും, അയാളോട് ചോദിക്കും. അയാൾ പറയും, എനിക്ക് തോന്നുന്നത് ഈ വിഷയത്തിൽ ഇന്നതാണ്. നമ്മൾ പറയോ, ഒരാൾ വന്നിട്ട് പനിച്ച് അല്ലെങ്കിൽ വയറിന് പ്രയാസമായിട്ട് വന്നിട്ട് പറയാണ്, എനിക്ക് വയറുവേനുണ്ട്, എനിക്ക് തോന്നുന്നു ഇന്ന ടാബ്ലറ്റ് എടുത്തോ, നമ്മൾ പോയിട്ട് എടുക്കോ? അത് ഇല്ല. നമ്മൾ ഭൗതിക വിഷയങ്ങളിൽ ഇത്രയേറെ ശ്രദ്ധിക്കുമെങ്കിൽ അള്ളാഹുവിന്റെ ദീനിന്റെ വിഷയത്തിൽ എത്രയേറെ ശ്രദ്ധിക്കണം. ഒരു വ്യക്തി ദീനിന്റെ വിഷയത്തിൽ ഒരു കാര്യം സംസാരിക്കുമ്പോൾ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ, ഇതാണ് അള്ളാഹുവിന്റെ വിധി എന്ന് പറഞ്ഞ് നീ ഒപ്പിടുന്നത് പോലെയാണ്. ഇഅ്ലാമുൽ മുവഖ്ഖിഈൻ, ഒപ്പിടുന്നത് പോലെയാണ്. നീ അവിടെ ഒപ്പുവെക്കുകയാണ്, ഇതാണ് ഈ വിഷയത്തിൽ അള്ളാഹുവിന്റെ വിധി.
നിന്നോടൊരു മസാല ഒരാൾ ചോദിച്ചു, ഒരു കച്ചവട ഇടപാടിനെ കുറിച്ച് ചോദിച്ചു, നീ പറയാണ് അത് ഹലാലാണെന്ന് എനിക്ക് തോന്നുന്നു. അതിന്റെ അർത്ഥം നീ ആ വ്യക്തിക്ക് വിധി കൊടുക്കുന്ന എന്താ? ഈ വിഷയത്തിൽ അള്ളാഹുവിന്റെ വിധി ഇത് ഹലാലാണ്. നാളെ നീ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ ഇത് നീ അറിവില്ലാതെ പറഞ്ഞതാണെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ ഇതിന് നീ മറുപടി പറയണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇൽമ ചോദിക്കുമ്പോൾ, ഉലമാക്കളോട് ചോദിക്കുമ്പോൾ ഈ ബഹുമാനത്തിൽ, നേരത്തെ നമ്മൾ പറഞ്ഞില്ല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഒട്ടകത്തിന്റെ കടിഞ്ഞാൺ പിടിച്ച് നടക്കുമായിരുന്നു ഇൽമ ചോദിക്കാൻ. ഈ ബഹുമാനത്തിൽ പണ്ഡിതന്മാരോട് ഇൽമ ചോദിക്കുമ്പോൾ ആ ഒരു ബഹുമാനത്തിൽ ചോദിക്കാൻ നമ്മൾ ശ്രമിക്കുക. അതല്ലാതെ ഈ ചാറ്റ് GPT അവലംബിച്ച് അതിൽ നിന്ന് പകുതി ഉത്തരവെടുത്ത്, ഇപ്പൊ ചില ആളുകളൊക്കെ ചോദ്യം അയച്ചു വരുമ്പോ ഞാൻ ചോദിക്കപ്പെടാൻ അർഹനല്ല, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അതല്ല, ചോദിക്കപ്പെടാൻ അർഹരായ ആളുകളോട് ചോദിക്കാം. പക്ഷെ ചില സഹോദരങ്ങളൊക്കെ ചോദ്യങ്ങൾ അയക്കുമ്പോൾ ചാറ്റ് GPTയിൽ അവർ സെർച്ച് ചെയ്യും, എന്നിട്ട് വലിയ ഒരു മറുപടി ഒരു കയ്യിൽ കിട്ടിയിട്ടുണ്ടാവും, എന്നിട്ട് പറയും ഇതാണ് ഇതിന്റെ മറുപടിയെ മനസ്സിലായി, ഒന്ന് ചെക്ക് ചെയ്യോ, ഇത് ഇത്ര നമ്മൾ കേൾക്കണം അല്ലെങ്കിൽ വായിക്കണം. അപ്പൊ അങ്ങനെയല്ല ഇൽമ ചോദിക്കേണ്ട രീതി. ഈ ചാറ്റ് GPT അങ്ങനെയുള്ള കാര്യങ്ങൾ അവലംബിക്കുക എന്ന് പറയുന്നത് ദീനിന്റെ വിഷയത്തിൽ പ്രിയപ്പെട്ടവരെ ശരിയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഇൽമിന് ഒരു മാർഗം പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ദീൻ എങ്ങനെ പഠിക്കണം എന്ന് പ്രവാചകൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ഇമാം അബൂ ദാവൂദും അഹ്മദും ഉദ്ധരിക്കുന്നതായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തസ്മഊന, സഹാബികളെ നിങ്ങൾ എന്നിൽ നിന്ന് ഈ കാര്യങ്ങൾ കേൾക്കുകയാണ്. പ്രവാചകന്റെ അധ്യാപനങ്ങൾ സഹാബത്ത് കേട്ടു. വയുസ്മഉ മിൻകും, ഇനി നിങ്ങളിൽ നിന്ന് ഇത് കേൾക്കപ്പെടും. വയുസ്മഉ മിമ്മൻ സമിഅ മിൻകും, നിങ്ങളിൽ നിന്ന് ആരാണോ കേൾക്കുന്നത് അവരിൽ നിന്ന് കേൾക്കുന്ന ആളുകൾ വരും. ഇങ്ങനെ വായിൽ നിന്ന് വായയിലേക്ക്, ഒരു ആലിമിന്റെ വായിൽ നിന്ന് മറ്റൊരു ആലിം പഠിക്കുന്ന രൂപത്തിലാണ് ദീനിന്റെ ഇൽമ വരേണ്ടത്. അങ്ങനെയാണ് ഇൽമ എടുക്കേണ്ടത്. അതല്ലാതെ നമ്മളായിട്ട് അറബി ഭാഷ പോലും നന്നായി അറിയാത്ത ആളുകളൊക്കെ ചാറ്റ് GPTയിൽ ദീനിന്റെ അഹ്കാമുകൾ നോക്കിയാൽ അത് എങ്ങനെയാണ് ഒരു ദീനിന്, അള്ളാഹുവിന്റെ ദീനിന് അതിന് നമ്മൾ വില നൽകുന്നുവെങ്കിൽ എങ്ങനെയാണ് ഒരാൾക്ക് അതിന് സാധിക്കുക? അള്ളാഹുവിന്റെ ദീനിന് നമ്മുടെ മനസ്സിലൊരു സ്ഥാനമുണ്ടെങ്കിൽ ആരാ മറുപടി നൽകുന്നതെന്നറിയില്ല. ചാറ്റ് GPTയുടെ വിശ്വസ്തത നമുക്കറിയില്ല. ഇത്തരത്തിലുള്ള ഈ മാർഗങ്ങൾ നാം ഉപയോഗിക്കുമ്പോൾ റബ്ബിന്റെ ദീനാണ് നമ്മൾ അവിടെ ചെലവഴിക്കുന്നത്. നാം ഒരിക്കലും നമ്മുടെ ഒരു കാര്യത്തിന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നമുക്ക് ശാരീരികമായ ഒരു പ്രയാസം വന്നാൽ അതിന് ഏത് മെഡിസിൻ എടുക്കണമെന്ന് ചാറ്റ് GPTയോട് ചോദിച്ച് നമ്മൾ എടുക്കില്ല. ഏറ്റവും നല്ല ഡോക്ടർ ആരാണെന്ന് അന്വേഷിക്കും, ഏറ്റവും നല്ല സ്ഥലം ഏതാണെന്ന് അന്വേഷിക്കും. ഒരുപക്ഷെ യാത്ര ചെയ്ത് പോകേണ്ടതാണെങ്കിൽ അവിടെ പോയി നമ്മൾ പോകും, അവിടുന്ന് ചോദിക്കും, എന്നിട്ട് ആ മെഡിസിൻ നമ്മൾ എടുക്കും. എന്തുകൊണ്ടാണ്? നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ബാധിക്കുമെന്ന പേടി. നമ്മുടെ ദീനാണ് ശരീരത്തെക്കാളും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഉലമാക്കളോട് ചോദിക്കുക, പണ്ഡിതന്മാരോട്, അറിവുള്ളവരോട് ചോദിക്കുക. തസ്മഊന വയുസ്മഉ മിൻകും, നിങ്ങൾ കേൾക്കുക, നിങ്ങളിൽ നിന്ന് നാളെ കേൾക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ. ഇമാം ഇബ്നു ജമാഅത്ത് അൽ-കിനാനി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തദ്കിറത്തുസ് സാമിഇൽ ഷാഫിഈ റഹിമഹുല്ലാ പറഞ്ഞതായി കാണാം, മൻ തഫഖഹ മിൻ ബുതൂനിൽ കുതുബ് ളയ്യ അൽ അഹ്കാം. കിതാബുകളിൽ നിന്ന് ആരെങ്കിലും പഠിക്കുകയാണെങ്കിൽ, കിതാബുകളിൽ നിന്ന് സ്വന്തമായി ആരെങ്കിലും, തനിക്ക് വായിക്കാനൊക്കെ പറ്റുമെന്ന് കരുതിയിട്ട് കിതാബിൽ നിന്ന് ആരെങ്കിലും തുറന്നു വായിച്ചു പഠിക്കുകയാണെങ്കിൽ അവൻ ദീനിന്റെ വിധിവിലക്കുകളെ നശിപ്പിച്ചവനാണ് എന്ന് ഷാഫിഈ റഹിമഹുല്ലാ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പണ്ഡിതന്മാരിലേക്ക് വിഷയങ്ങൾ വന്നാൽ മടക്കുക, അവരുടെ സ്ഥാനം നമ്മൾ മനസ്സിലാക്കുക. അഹ്ലുസുന്നയുടെ ഉലമാക്കൾ എന്തു പറഞ്ഞു എന്നറിയാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അവരാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ അനന്തരാവകാശികൾ. അതാണ് നമ്മുടെ ഏറ്റവും വലിയ വിഷയം. സഹാബത്തിനെ വലാലത്തിൽ നിന്ന് ഹിദായത്തിലേക്കാക്കിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ അധ്യാപനങ്ങൾ നമുക്ക് ഇന്ന് എത്തണമെങ്കിൽ ഈ ഉലമാക്കളാണ് നമ്മുടെ മാർഗം. അവരിലേക്ക് നമ്മൾ വിഷയങ്ങൾ മടക്കുക. ഇപ്പൊ കഴിഞ്ഞ ദിവസം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഒരു സഹോദരന് ഹംറാസിന്റെ മറുപടി പറഞ്ഞപ്പോൾ ഏതോ ഒരു കേന്നമുകാരനോ മറ്റോ പറഞ്ഞു, ഇവരൊക്കെ ആളുകളെ തഖ്ലീദിലേക്ക് കൊണ്ടുപോകുന്നവരാണ്. എന്താ കാരണം? തഖ്ലീദിലേക്ക് കൊണ്ടുപോകുന്നു പറയാൻ കാരണം എന്താ? ഇവരൊരു വിഷയം സംസാരിച്ചാൽ പറയും, ഇങ്ങനെയാണ് പണ്ഡിതൻ പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെയാണ് ഇന്ന് ആലിമ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഒരു വ്യക്തിയുടെ സംസാരം കേട്ടു. അത് ആ വ്യക്തി പറയുന്നത് നമ്മൾ അങ്ങനെയല്ല പഠിപ്പിക്കേണ്ടത്, നമ്മളെപ്പോഴും പറയേണ്ടത് ഖുർആനും സുന്നത്തും. ഈ ഖുർആനും സുന്നത്തും ആര് പറഞ്ഞതുപോലെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക? അഹ്ലുസുന്നയുടെ അലാമുകൾ പറഞ്ഞതല്ലെങ്കിൽ ഇമാം അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക്കിനോട്, അദ്ദേഹം തബഉ താബിഈയാണ്, ഇബ്നു ഹജർ പറഞ്ഞതുപോലെ ഇജ്തമഅത് ഫീഹി ഖിസാലുൽ ഖൈർ, എല്ലാ നന്മകളും ഒരുമിച്ച് കൂടി ആ മഹാനായ പണ്ഡിതൻ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാ അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു, മനിൽ ജമാഅത്തുൽ ലദീന യൻബഗി അൻ യുഖ്തദാ ബിഹിം, ഏത് ജമാഅത്തിനെയാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത്, ആരെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? അദ്ദേഹം കേവലം നിങ്ങൾ ഖുർആൻ സുന്നത്ത് എടുത്തു എന്ന് പറഞ്ഞ് നിർത്തിയോ? ഇല്ല, അദ്ദേഹം പറഞ്ഞു അബൂബക്കറിനെ, ഉമറിനെ, ഫലം യസൽ യഹ്സിബു ഹത്ത ഇൻതഹ ഇലാ മുഹമ്മദ് ഇബ്നു സാബിത്. അതിനുശേഷമുള്ള പണ്ഡിതന്മാരെ എണ്ണി അദ്ദേഹം പറഞ്ഞു. ശേഷം അദ്ദേഹം പറഞ്ഞു,
ഇന്നുള്ള അദ്ദേഹത്തിന്റെ സമീപകാലം ഉണ്ടായിരുന്ന മുഹമ്മദ് ബിൻ സാബിത്തിനെ നിങ്ങൾ എടുക്കുക എന്ന് പറഞ്ഞു. ശേഷം ചോദ്യകർത്താവ് പറഞ്ഞു, ഹ ഉലാ ഇമാതു, നിങ്ങൾ ഈ പേര് പറഞ്ഞ ആളുകളൊക്കെ മരണപ്പെട്ടുവല്ലോ, ഇനി ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ആരെ നമ്മൾ എടുക്കണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അബു ഹംസ അസ്-സുക്കരി, മുഹമ്മദ് ബിൻ മൈമൂൻ റഹിമഹുല്ലാ, അബു ഹംസ അസ്-സുക്കരി, അദ്ദേഹത്തിന്റെ മാർഗം നിങ്ങൾ മുറുകെ പിടിക്കുക എന്ന് അബ്ദുല്ലാഹി ബിൻ മുബാറക് പറഞ്ഞു. ഇമാം ഷാത്തിബി അദ്ദേഹത്തിന്റെ ഇഅ്തിസാമിൽ ഈ ഒരു അസർ ഉദ്ധരിച്ചതായി നമുക്ക് കാണാം. ഇവിടെ ഇമാം അബ്ദുല്ലാഹി ബിൻ മുബാറക് പറഞ്ഞ മറുപടി എന്താ? ഈ പണ്ഡിതന്മാരുടെ മാർഗം നിങ്ങൾ മുറുകെ പിടിക്കുക. അതിനർത്ഥം ഏതെങ്കിലും ഒരു പണ്ഡിതൻ അയാളെ തന്നെ ഫോളോ ചെയ്യണമെന്നാണോ? അല്ല, അഹ്ലുസുന്നയുടെ ഉലമാക്കളുണ്ട്, അവരുടെ മാർഗം നമ്മൾ മുറുകെ പിടിക്കുക. അവരെന്താണോ ദീനിൽ പഠിപ്പിച്ചിരിക്കുന്നത് ആ മാർഗം അതിൽ നമ്മൾ നിലകൊള്ളുക. ഇമാം അജുരി റഹിമഹുല്ല പറഞ്ഞതായി അദ്ദേഹത്തിന്റെ ശരീഅയിൽ കാണാം. ശരിക്കും ശ്രദ്ധിക്കുക, ചില ആളുകൾ വീണ്ടും ഓർക്ക് വരുന്നത്, അലാമതു മൻ അറാദ അല്ലാഹു ബിഹി ഖൈറ, ഒരാൾക്ക് അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചെങ്കിൽ അതിന്റെ അടയാളം എന്താണ്? സുലൂഖു ഹാദ തരീഖ്, ഈ മാർഗത്തിൽ പ്രവേശിക്കലാണ്. കിതാബുല്ലാഹ്, അള്ളാഹുവിന്റെ ഖുർആനിന്റെ മാർഗം, വസുനനു റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം, വസുനനു അസ്ഹാബിഹി റളിയല്ലാഹു അൻഹും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ മാർഗം, വമൻ തബിഅഹും ബിഇഹ്സാൻ, നല്ല രൂപത്തിൽ അവരെ പിൻപറ്റിയ ആളുകളുടെ മാർഗം, വമാ കാന അലൈഹി അഇമ്മത്തുൽ മുസ്ലിമീന ഫീ കുല്ലി ബലദ്, ഓരോരോ നാട്ടിലും അഹ്ലുസുന്നയുടെ മുസ്ലിമീങ്ങളുടെ പണ്ഡിതന്മാർ എങ്ങനെ ജീവിച്ചോ ആ മാർഗം മുറുകെ പിടിക്കുക. ഇലാ ആഖിരി മാ കാന മിനൽ ഉലമാ, അവസാന പണ്ഡിതന്മാർ വരെ. ശേഷം അദ്ദേഹം പേരുകൾ എടുത്ത് പറയാൻ തുടങ്ങി. വിജയിക്കേണ്ടവൻ ഈ പണ്ഡിതന്മാരുടെ മാർഗം പിൻപറ്റുക എന്ന് പറഞ്ഞു. മിസ്ലൽ ഔസാഇ, ഔസാഇയെ പോലെ, വസുഫിയാൻ അസ്-സൗരി, സുഫിയാൻ അസ്-സൗരിയെ പോലെ, വമാലിക് ബിൻ അനസ്, മാലിക് ബിൻ അനസിനെ പോലെ, വശാഫിഇ, ഷാഫിഇയെ പോലെ, വഅഹ്മദ് ബിൻ ഹംബൽ, അഹ്മദിനെ പോലെ, വൽ ഖാസിം ബിൻ സല്ലാം, അബൂ ഉബൈദിനെ പോലെ, വമൻ കാന അലാ മിസ്ലി തരീഖതിഹിം, അവരുടെ മാർഗത്തിൽ മുറുകെ പിടിക്കുക. ശേഷം അജുരി റഹിമഹുല്ലാഹ് സംസാരം നിർത്തുന്നത്, വമുജാനബതു കുല്ലി മദ്ഹബിൻ യദുമ്മുഹു ഹൗലാഇൽ ഉലമാ, ഈ പണ്ഡിതന്മാർ ആക്ഷേപിക്കുന്ന മാർഗങ്ങൾ ഒഴിവാക്കുകയും ചെയ്യണം. ഈ പണ്ഡിതന്മാരുടെ മാർഗം മുറുകെ പിടിക്കണം. ഈ പണ്ഡിതന്മാർ ആക്ഷേപിക്കുന്ന മാർഗം, ഈ പണ്ഡിതന്മാർ വേണ്ട എന്ന് പറയുന്ന മാർഗം ഒഴിവാക്കുകയും ചെയ്യുന്നവരാണ് വിജയത്തിന്റെ മാർഗത്തിൽ പ്രവേശിച്ചവൻ എന്ന് ആജുരി റഹിമഹുല്ലാഹ് പറയുന്നു. ഇന്ന് ജീവിക്കുന്ന ആരെങ്കിലും അല്ല, മുൻകാലഘട്ടത്തിലെ ഉലമാക്കൾ കിതാബു ശരീഅയിൽ അബൂബക്കർ അൽ ആജുരി റഹിമഹുല്ലാഹ് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ പേര് പറയുക എന്നുള്ളത്, ഒരു മസല സംസാരിച്ചാൽ ഇന്നതാണ് ഇന്ന പണ്ഡിതന്റെ അഭിപ്രായം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ആ പണ്ഡിതന്റെ വാക്ക് തെളിവാണെന്നല്ല. അങ്ങനെ ആരും പറയുന്നില്ല. മറിച്ച് അതിന്റെ ഉദ്ദേശം എന്താണ്? ഖുർആനിന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിൽ ഈ ആലിം ആ വിഷയത്തിൽ അദ്ദേഹം എത്തിത്തീർന്നത് ഈ ഒരു അഭിപ്രായത്തിലാണ്. നമ്മൾ ചിലപ്പോൾ ചില മസലകൾ സംസാരിക്കുമ്പോൾ പറയും, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഈ മസല അനുവദനീയമാണെന്ന് പറഞ്ഞു. അദ്ദേഹം ഒരുപക്ഷെ അതിനു മുമ്പ് 10ഓളം പേജുകളിൽ അതിനെക്കുറിച്ച് ചർച്ച നടത്തിയിട്ടുണ്ടാകും, അതിന്റെ ഹദീസുകൾ, ആയാത്തുകൾ. അതിനുശേഷം വരുന്ന ആ ഒരു വിധി അതായിരിക്കും ആളുകളോട് പറയപ്പെടുന്നത്. അപ്പോൾ പണ്ഡിതന്മാരുടെ മാർഗം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ വാക്ക് ദീനിൽ തെളിവാക്കിക്കൊണ്ടല്ല, മറിച്ച് അവർ ഖുർആനും സുന്നത്തും അനുസരിച്ച് പറയുന്ന കാര്യങ്ങൾ അത് നമ്മൾ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്താണ്? നേരത്തെ പറഞ്ഞതുപോലെ ഖുർആനും സുന്നത്തും മനസ്സിലാക്കാൻ കഴിവുള്ളവർ ഈ പണ്ഡിതന്മാരാണ്. ഖുർആനും സുന്നത്തും മനസ്സിലാക്കാൻ കഴിവുള്ളവർ ഉലമാക്കളാണ്. ഇനി ആരും ഇതിനെന്ത് മറുപടി പറയരുത്. ഇപ്പൊ ചില ആളുകൾ എന്തെങ്കിലും മറുപടി ഇറക്കണം എന്ന് വെച്ചെന്ത് പറയും? അതിന്റെ ഉദ്ദേശം അപ്പൊ നമുക്കാർക്കും മനസ്സിലാവൂല, പണ്ഡിതന്മാർക്ക് മാത്രമേ മനസ്സിലാകൂ. അങ്ങനെ ഞാൻ പറഞ്ഞില്ല. ചില കാര്യങ്ങൾ പണ്ഡിതന്മാർക്കാണ് കൈകാര്യം ചെയ്യാൻ പറ്റുക, ചില കാര്യങ്ങൾ എല്ലാവർക്കും വ്യക്തമായതുണ്ടാവും, ചില കാര്യങ്ങൾ വ്യക്തമായതുണ്ടാകും, ചില കാര്യങ്ങൾ പണ്ഡിതന്മാർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. അതിൽപ്പെട്ടതാണ് ഉമ്മത്തുമായി ബന്ധപ്പെട്ട വിഷയം. ഉമ്മത്തുമായി ബന്ധപ്പെട്ട വിഷയം അത് കൈകാര്യം ചെയ്യേണ്ടത് ഉലമാക്കളാണ്, സാധാരണക്കാരല്ല. ആരെങ്കിലും വന്ന് കൈകാര്യം ചെയ്യേണ്ടതല്ല, ഉലമാക്കളാണ്. അവരെ വില കുറച്ച് കാണുക എന്നുള്ളത് അഹ്ലുസുന്ന സ്വീകരിക്കാത്ത രീതിയാണ്. അതുകൊണ്ട് പണ്ഡിതന്റെ പേര് പറഞ്ഞു എന്നുള്ളത് ഒരു മസലയിൽ തർജീഹ് ചെയ്യുമ്പോൾ ഇന്ന പണ്ഡിതന്റെ അഭിപ്രായം ഇതാണ് എന്ന് പറയുന്നത് ഒരിക്കലും അഹ്ലുസുന്നയ്ക്ക് എതിരായ രീതിയല്ല. നിങ്ങളിൽ പലരും ലാമിയ പഠിച്ചവരായിരിക്കും. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ലാമിയയിൽ പറയുന്നത് എന്താ? ഹാദാ ഇഅ്തിഖാദു ശാഫിഈ വമാലികി, ഇതാണ് ഷാഫിഈയുടെ അഭിപ്രായം, ഇതാണ് മാലിക്കിന്റെ അഭിപ്രായം. അതെന്തേ? ഇബ്നു തൈമിയ്യ ഇവരുടെ അഖീദയിലേക്കാണോ ക്ഷണിക്കുന്നത്? അവർ കൊണ്ടുവന്ന വാദങ്ങളിലേക്കാണോ ക്ഷണിക്കുന്നത്? അല്ല. ഖുർആനും സുന്നത്തും അനുസരിച്ച് അവർ പറഞ്ഞ കാര്യം ഇതാണ് അഹ്ലുസുന്നയുടെ രീതി. അഹ്ലുസുന്ന ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി എന്ന് പറഞ്ഞതുപോലെ ഒരു പറ്റം പണ്ഡിതന്മാർ, ഒരു പറ്റം മുഅ്മിനീങ്ങൾ, സാലിഹീങ്ങൾ, അവരുടെ മാർഗത്തിൽ നമ്മൾ നിൽക്കുക എന്നതാണ് അതിന്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ മുൻഗാമികൾ അവർ പലപ്പോഴും ആളുകളുടെ മൻഹജ് മനസ്സിലാക്കാൻ, അവർ നല്ല വിശ്വാസത്തിലാണോ എന്ന് മനസ്സിലാക്കാൻ ഏത് പണ്ഡിതനുമായിട്ടാണ് അവരുടെ ബന്ധമെന്ന് നോക്കാറുണ്ട്. അലി ഇബ്നു അബ്ദുല്ലാഹിൽ മദീനി റഹിമഹുല്ലാഹ് പറഞ്ഞതായി ഉസൂൽ ഇഅ്തിഖാദ് അഹ്ലുസുന്നയിൽ ലാലകായി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്നതായി കാണാം. വഇദാ റഅയ്ത അർറജുല യഅ്തമിദു മിൻ അഹ്ലിൽ ബസറ അലാ അയ്യൂബ് അസ്സഖ്തിയാനി, ബസറയിൽപ്പെട്ട ഒരു വ്യക്തി അവന്റെ ദീനിന്റെ വിഷയത്തിൽ അയ്യൂബ് അസ്സഖ്താനിയെ
സഖ്തിയാനിയെ അവലംബിക്കുന്നുവെങ്കിൽ വബ്നു ഔൻ ഇബ്നു ഔനിനെയും വയൂനുസ് വത്തൈമി ഇങ്ങനെയുള്ള പണ്ഡിതന്മാരെ അവലംബിക്കുകയും വയുഹിബ്ബുഹും അവരെ ഇഷ്ടപ്പെടുകയും വയുക്സിറു ദിക്റഹും അവരെ കുറിച്ച് ധാരാളമായി പറഞ്ഞുകൊണ്ടിരിക്കുകയും വൽഇഖ്തിദാ ബിഹിം അവരുടെ മാർഗ്ഗം മുറുകെ പിടിക്കുകയും ഫർജു ഖൈറ അങ്ങനെ ചെയ്യുന്ന ഒരുവനെ നീ കണ്ടാൽ ഫർജു ഖൈറ അവന്റെ നന്മയിൽ നിനക്ക് പ്രതീക്ഷിക്കാം. എന്താ പറഞ്ഞത്? ആരാ പറഞ്ഞത്? അലി ഇബ്നുൽ മദീനി, ഇമാം ബുഖാരിയുടെ ഉസ്താദ്. അദ്ദേഹം പറയുന്നു ബസറയിൽപ്പെട്ട ആളുകൾ അവർ അവലംബിക്കേണ്ടത് ആരെയായിരിക്കണം? അയ്യൂബ് സഖ്തിയാനി, അബ്ദുല്ലാഹ് ഇബ്നു ഔൻ, യൂനുസ് അത്തൈമി ഇങ്ങനെയുള്ള പണ്ഡിതന്മാരെ അവലംബിക്കുകയും വയുഹിബ്ബുഹും അവരെ ഇഷ്ടപ്പെടുകയും വയുക്സിറു ദിക്റഹും ആണ്ടിലൊരിക്കൽ അവരെ പേര് പറയാന്നല്ല, വയുക്സിറു ദിക്റഹും അവരെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയും വൽഇഖ്തിദാ ബിഹിം അവരുടെ മാർഗം ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മാർഗമല്ല, ആ ഉലമാക്കളുടെ മാർഗം അത് മുറുകെ പിടിക്കുകയും ചെയ്യുന്നുവെങ്കിൽ, അത് പിൻപറ്റുകയും ചെയ്യുന്നുവെങ്കിൽ ഫർജു ഖൈറ അവന്റെ നന്മ നിനക്ക് പ്രതീക്ഷിക്കാം. സുമ്മ മിൻ ബഅദി ഹൗല അതിനുശേഷമുള്ള കാലഘട്ടം ഹമ്മാദ് ഇബ്നു സലമ അവർക്ക് ഈ പറഞ്ഞ പണ്ഡിതന്മാർക്ക് ശേഷം ഹമ്മാദ് ഇബ്നു സലമ വമുആദ് ഇബ്നു മുആദ് വവഹബ് ഇബ്നു ജരീർ ഇങ്ങനെയുള്ള പണ്ഡിതന്മാരെ ഒരുവൻ സ്നേഹിക്കുന്നതായി കണ്ടാൽ അറിയുക ഫൈന ഹൗലാഇ മിഹ്നതു അഹ്ലിൽ ബിദ്അ ബിദ്അത്തുകാർക്ക് ഏറ്റവും അധികം തലവേദനയുണ്ടാക്കിയ പണ്ഡിതന്മാരാണ് ഈ പറഞ്ഞ പണ്ഡിതന്മാർ. അവരെ ഇഷ്ടപ്പെടുന്നെങ്കിൽ അവന്റെ ഖൈർ നിനക്ക് മനസ്സിലാക്കാം. ശേഷം പറയുന്നു വൈദാ റഅയ്ത അർറജുല മിൻ അഹ്ലിൽ കൂഫ കൂഫയിലുള്ള ഒരാളെ നീ കാണാൻ, ഇറാഖിന്റെ ഭാഗങ്ങളിൽ കൂഫയിലുള്ള ഒരു വ്യക്തിയെ നീ കാണുന്നു. യഅ്തമിദു അലാ തൽഹത്ത് ഇബ്നു മുസർരിഫ് തൽഹത്ത് ഇബ്നു മുസർരിഫിനെ ഇബ്നു ഹയ്യാൻ അത്തൈമി ഇബ്നു ഹയ്യാനെയും സുഫിയാൻ അസ്സൗരി സുഫിയാൻ അസ്സൗരിയെയും ഒക്കെ ഒരുവൻ പിൻപറ്റുന്നത് കണ്ടാൽ ഫർജു ഖൈറ അവന്റെ ഖൈർ നിനക്ക് പ്രതീക്ഷിക്കാം. ഇതാണ് അഹ്ലുസുന്നയുടെ ഉലമാക്കളുടെ അധ്യാപനം. ഉലമാക്കളുടെ മാർഗം പിൻപറ്റുക എന്ന് പറയുന്നത്, ഉലമാക്കൾ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നത് ഒരിക്കലും അവരുടെ വാക്ക് തെളിവാക്കിക്കൊണ്ടല്ല. അങ്ങനെ ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. ഉലമാക്കളുടെ മാർഗം പിൻപറ്റുക എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെയും സുന്നത്തിന്റെയും വെളിച്ചമനുസരിച്ച് അവരെന്താണോ നമുക്ക് പറഞ്ഞത് അത് നമ്മൾ എടുക്കും. അതല്ലാതെ ഇന്ന് ചില ആളുകൾ നമുക്ക് കാണാം, അവരെന്ത് പറയും? നമ്മുടെ ഇന്ന ആലിം അദ്ദേഹം എന്ത് പറഞ്ഞാൽ നമ്മൾ എടുക്കാം. ചിലപ്പോൾ വാക്കുകൊണ്ട് അങ്ങനെ പറയണമെന്നില്ല. അവരുടെ ജീവിതം നോക്കിയാൽ ഒരു ഉസ്താദ് ഒരു ഷെയ്ഖ് പറഞ്ഞോ അതിന്റെ അപ്പുറവും ഇപ്പുറവും. ഒരു മസലയിൽ ആളുകളുമായി തർക്കായി, പക്ഷേ അദ്ദേഹത്തിന്റെ ഷെയ്ഖിനെ അംഗീകരിക്കുന്ന ഒരാൾ ആ മസല പറഞ്ഞാലും പ്രശ്നമില്ല, പറഞ്ഞില്ലെങ്കിലും പ്രശ്നമില്ല. അങ്ങനെ ആരെങ്കിലും നിലപാട് സ്വീകരിക്കുന്നെങ്കിൽ ഒരു ഷെയ്ഖ് അദ്ദേഹം എന്ത് പറഞ്ഞോ അവിടെ നമ്മൾ നിൽക്കും. അതിനപ്പുറം ബാക്കിയുള്ള അഹ്ലുസുന്നയുടെ ഉലമാക്കൾ എന്ത് പറഞ്ഞോ എന്ന് നോട്ടൊന്നുമില്ലെങ്കിൽ അതൊരിക്കലും അഹ്ലുസുന്നയുടെ രീതിയല്ല. മറിച്ച് ഉലമാക്കൾ പൊതുവായി എന്ത് പറയുന്നു, ഏതെങ്കിലും ഒരു പണ്ഡിതൻ അദ്ദേഹം പറയുന്നതൊക്കെ നമ്മൾ എടുക്കുക എന്നുള്ള അഹ്ലുസുന്നയുടെ രീതിയല്ല. ഫതാവ മിസ്രിയയിൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു വമൻ ഇദ്ദഅ അൽ ഇസ്മത ലി അഹദിൻ ഫീ കുല്ലി മാ യഖൂലു ബഅദ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹുവ ളാൽ. പ്രവാചകന്റെ ശേഷം ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വാക്കുകൾ പൂർണ്ണമായി എടുക്കുകയും അയാൾ പറയുന്നതൊക്കെ ശരിയാണ്, അയാൾക്ക് തെറ്റുപറ്റില്ല എന്ന വിശ്വാസത്തിൽ ഒരുവൻ എടുത്താൽ ഫഹുവ ളാൽ അവൻ പിഴച്ചവനാണ് എന്ന് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞതായി ഫതാവ മിസ്രിയയിൽ കാണാം. അതുകൊണ്ടാണ് ഉലമാക്കൾ പറയാറുള്ളത്, അയ്യൂബ് സഖ്തിയാനി റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം, താബിഈ പണ്ഡിതൻ ഇദാ അറദ്ത അൻ തഅരിഫ ഖതഅ മുഅല്ലിമിക ഫജാലിസ് ഗൈറ. നിന്റെ ഉസ്താദ് പറയുന്ന, നിന്റെ ഷെയ്ഖ് പറയുന്ന തെറ്റ് നിനക്ക് മനസ്സിലാകണമെങ്കിൽ ബാക്കിയുള്ളവരുടെ ദർശനം നീ കേൾക്കുക. ബാക്കിയുള്ളവർ എന്ത് പറയുന്നത് മനസ്സിലാക്കുക. ബാക്കിയുള്ളവർ എന്ത് പറയുന്നു എന്ന് മനസ്സിലാക്കിയാൽ നിനക്കത് മനസ്സിലാകും. നിന്റെ ഉസ്താദ് പറയുന്നതിൽ അബദ്ധം. അഹ്ലുസുന്നയിൽപ്പെട്ട ഒരു ആലിമാണെങ്കിൽ അദ്ദേഹത്തിന് തെറ്റുപറ്റാം. അതുകൊണ്ട് അദ്ദേഹം പറയുന്ന എല്ലാ കാര്യങ്ങളും എടുക്കാം എന്ന് പറയുന്നത് ശരിയല്ല. മറിച്ച് ഉലമാക്കൾ പൊതുവായി സ്വീകരിച്ച നിലപാട് എന്താണോ അതാണ് നമ്മൾ നോക്കേണ്ടത്. സമയമായോ? ശ്രദ്ധിക്കില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞു തന്ന വിഷയം, പ്രിയപ്പെട്ടവരെ, അഹ്ലുസുന്നക്ക് ഉലമാക്കളുമായി നല്ല ബന്ധമുണ്ട്. ഉലമാക്കളുമായി ബന്ധം വെക്കുക എന്നുള്ളത് അഹ്ലുസുന്നയുടെ രീതിയാണ്. ഉലമാക്കളുടെ മാർഗം പിൻപറ്റുക എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അഹ്ലുസുന്ന ഉലമാക്കളുടെ വാക്കുകൾ തെളിവാക്കുന്നത് കൊണ്ടല്ല, മറിച്ച് ഉലമാക്കളുടെ വാക്കുകൾ അവർ ഖുർആനിന്റെയും സുന്നത്തിന്റെയും വെളിച്ചത്തിൽ പറയുന്നതാണ്, അതിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. ഷാത്തിബി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് വളരെ ചില സംസാരങ്ങൾ ഈ വിഷയത്തിൽ കാണാം. അദ്ദേഹം പറയുന്നുണ്ട്, ചില സാഹചര്യങ്ങളിൽ ഉലമാക്കളുടെ വാക്ക് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ശർഅ് പോലെയാണ്. ഉലമാക്കളുടെ വാക്ക് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ശർഅ് പോലെയാണ്. എന്തുകൊണ്ടാണ്? ഒരേ ആലിം നമ്മോടൊരു വിഷയത്തിൽ പറഞ്ഞു തരുമ്പോൾ അത് നമ്മൾ ഖുർആനും സുന്നത്തും എടുക്കുന്ന പോലെയാണ് പൊതുവെ എടുക്കുക. തെറ്റായി മനസ്സിലാക്കരുത്. എന്ന് പറഞ്ഞാൽ സാധാരണക്കാരന് ചില വിഷയങ്ങൾ നേർക്കുനേർ ഖുർആനും സുന്നത്തും മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. അത് ആലിം പറയുന്നതാണ്. അതുകൊണ്ട് ആ ആലിം പറയുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം ശർഅ് പോലെയാണ്. അവൻ ആ വിഷയത്തിൽ ഈ പറഞ്ഞുകൊടുത്ത ആലിമിന് തെറ്റുപറ്റിയാൽ അതിന്റെ പാപം അയാൾക്കാണ്. അയാൾ ഇജ്തിഹാദ് ചെയ്ത് പറഞ്ഞതാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഇജ്തിഹാദ് ചെയ്ത് തെറ്റിയാലും ഒരു പ്രതിഫലമാണ്.
അതാണ് ഉലമാക്കളുടെ സ്ഥാനം. അവർക്ക് ദീനിൽ അവരുടെ അവഗാഹം ഇജ്തിഹാദ് അനുസരിച്ച് പറഞ്ഞ് തെറ്റുപറ്റിയാലും അവർക്കതിൽ പ്രതിഫലമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയം, പ്രിയപ്പെട്ടവരെ, അഹ്ലുസുന്ന ഉലമാക്കൾക്ക് സ്ഥാനം നൽകുന്നവരാണ്, പണ്ഡിതന്മാരെ ബഹുമാനിക്കുന്നവരാണ്. അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ഏത് കാലവും ചെയ്തു വരുന്ന രീതി. അൽഹംദുലില്ലാഹ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിലുള്ള ഈ ദഅവത്തും അഹ്ലുസുന്നയുടെ ദഅവത്തും ആ പണ്ഡിതന്മാരുടെ നിർദ്ദേശം അനുസരിച്ചാണ് പോകുന്നത്. ആ ഉലമാക്കൾ എന്താണോ പറഞ്ഞു തരുന്നത്, നമുക്കിടയിൽ ഒരു വിഷയം വന്നാൽ ആ ഉലമാക്കളിലേക്ക് മടക്കും, ആ പണ്ഡിതന്മാരിലേക്ക് മടക്കും. അത് ഏതെങ്കിലും ഒരു പണ്ഡിതൻ എന്നല്ല, ഒരു പണ്ഡിതനെ അന്ധമായി പിൻപറ്റുന്ന രീതി നമ്മുടെ നാട്ടിലുള്ള ഒരു ദാഇമാർക്കുമില്ല, ഒരാൾക്കുമില്ല. ചില ആളുകൾ അങ്ങനെ ആക്ഷേപിച്ചുവെങ്കിലും വല്ലാഹി അള്ളാഹുവിന്റെ മസ്ജിദിൽ വെച്ച് പറയുന്നു, അങ്ങനെ ഒരു രീതി നമുക്കില്ല. ഒരു പണ്ഡിതനെ അന്ധമായി പിൻപറ്റുക എന്നതില്ല, മറിച്ച് ദഅവത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉലമാക്കളോട് ചോദിക്കും. അതിൽ ഏറ്റവും മുൻപന്തിയിൽ അല്ലാമ അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ് അൽ ബദർ ഹഫിളഹുല്ലാ അദ്ദേഹത്തോട് ചോദിക്കാറുണ്ട്. ദീനിന്റെ വിഷയങ്ങൾ, നമ്മുടെ നാട്ടിൽ വരുന്ന ചർച്ചകൾ, നമ്മുടെ പല മറാഖിസുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഈ പണ്ഡിതന്മാരുടെ അരികിൽ ചോദിക്കുകയും അവരുടെ നിർദ്ദേശം എന്താണോ അതനുസരിച്ചാണ് പലപ്പോഴും ഓരോരോ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നത്. അതല്ലാതെ ഏതെങ്കിലും ഒരു ആലിമിനെ എടുത്ത് അദ്ദേഹം പറയുന്നതൊക്കെ സ്വീകരിച്ച് അദ്ദേഹം പറയുന്നതൊക്കെ ഉൾക്കൊണ്ട് പോകുന്ന ഒരു രീതിയല്ല അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ദഅവത്തിന്. അതുകൊണ്ട് പണ്ഡിതന്മാരുടെ മാർഗം മുറുകെ പിടിക്കുക. അവരെന്താണോ പഠിപ്പിച്ചു തന്നത് ഖുർആനിന്റെയും സുന്നത്തിന്റെയും വെളിച്ചത്തിൽ അത് നാം മുറുകെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക. അവസാനം 2 വിഷയങ്ങൾ പറഞ്ഞു നിർത്താം. ഒന്ന്, ഉലമാക്കളിൽ നിന്ന് ദീന് പഠിക്കണം എന്ന് പറയുമ്പോൾ ചില ആളുകൾ മനസ്സിലാക്കുന്നത് മസായിലുകളിൽ മാത്രം ഉലമാക്കളെ പിൻപറ്റണമെന്നാണ്. അല്ല, മസായിലുകളിൽ അവരെ നമ്മൾ പിൻപറ്റുന്നത് പോലെ തന്നെ മസായിലുകളിൽ അവരെങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ ഈ വിഷയത്തോട് അവർ കാണിച്ച സമീപനം എന്താണ് നമ്മൾ പഠിക്കണം. എന്റെ സഹോദരങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക. 1-2 പോയിന്റ് നിങ്ങളുടെ മനസ്സിൽ നേരത്തെ പറഞ്ഞതുണ്ടാകണം. ഉലമാക്കൾ അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ്, അവരോട് ചോദിക്കാൻ നമ്മൾ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. തയ്യിബ്, അവരെ ഏത് വിഷയത്തിലാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്? കേവലം വിഷയങ്ങളിൽ അവർ സംസാരിച്ച സംസാരം മാത്രമാണോ? അല്ല, അവരുടെ മാതൃകയിൽ അവരൊരു വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇബ്നു സീരീൻ റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം, കാനൂ യതഅല്ലമൂന അൽ ഹദി കമാ യതഅല്ലമൂന അൽ ഇൽം. മുൻഗാമികൾ അവരുടെ പണ്ഡിതന്മാരുടെ, അവരുടെ ഉലമാക്കളുടെ ഹദി, അവരുടെ രീതി എന്താണ് എന്നുള്ളത് പഠിക്കുമായിരുന്നു. ഇൽമു മാത്രമല്ല, അവരുടെ രീതി എന്താണ്, വിഷയങ്ങൾ എങ്ങനെയാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. ഇബ്നു സീരീൻ റഹിമഹുല്ലാഹ് ഒരിക്കൽ ഒരു വ്യക്തിയെ അയച്ചു. എന്തിനാണ്? ഖാസിം ഇബ്നു മുഹമ്മദ് ഇബ്നു അബൂബക്കർ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടി വിഷയങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് പഠിക്കാൻ. ഖതീബ് അൽ ബഗ്ദാദി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് അൽ ജാമിഇൽ ധാരാളം ആധാറുകൾ ഈ വിഷയത്തിൽ ഉദ്ധരിക്കുന്നതായി കാണാം. അപ്പോൾ ഉലമാക്കളെ മസായിലുകളിൽ പിൻപറ്റുന്നത് പോലെ, അവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ മാനിക്കുന്നത് പോലെ മസ്അലകളോട് അവർ കാണിച്ച സമീപനം എന്താണെന്നുള്ളത് മുഖ്യമാണ്. മസ്അലകളെ അവരെങ്ങനെയാണ് സമീപിച്ചിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ് ഞാൻ ഈ ഉദ്ദേശിച്ചത് വ്യക്തമാക്കി പറയാം. ഒരു മസ്അലയിൽ പണ്ഡിതന്മാരുടെ ചർച്ച വന്നു, ഒന്നിലധികം അഭിപ്രായങ്ങൾ ഉലമാക്കൾക്കിടയിൽ വന്നു. ആ അഭിപ്രായത്തിൽ നിന്ന് നമ്മൾ പുറത്തു പോകാൻ പാടില്ല. ഇപ്പൊ പണ്ഡിതന്മാർക്കിടയിൽ അഹ്ലുസുന്നക്കിടയിൽ 3 അഭിപ്രായങ്ങൾ ഉണ്ടായി. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ 3 അഭിപ്രായത്തിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല. ആ ഒരു അഭിപ്രായത്തിൽ, അതിലേതെങ്കിലും ഒരു അഭിപ്രായത്തിൽ നിൽക്കണം. ഇത് മുഖ്യമാണ് എന്നതുപോലെ പണ്ഡിതന്മാർ ഈ വിഷയത്തെ എങ്ങനെ സമീപിച്ചു എന്നുള്ളത് മുഖ്യമാണ്. മനസ്സിലാവുണ്ടോ? ഈ വിഷയത്തോട് പണ്ഡിതന്മാർ കാണിച്ച സമീപനം. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ ഫോട്ടോഗ്രാഫിയുമായി ബന്ധപ്പെട്ട വിഷയം, ഇത് മനസ്സിലാകാൻ വേണ്ടി മാത്രം. അതിന്റെ പേരിൽ പല തർക്കങ്ങളും ഉണ്ടായി. പല തർക്കങ്ങളും ഹറാമാണെന്ന് പറഞ്ഞവരുണ്ടായി, അനുവദനീയാണെന്ന് പറഞ്ഞവരുണ്ടായി, ദഅവത്തിന് വേണ്ടി മാത്രം പറ്റുമെന്ന് പറഞ്ഞവരുണ്ടായി. ഇത് അനുവദനീയമാണെന്ന് പറഞ്ഞ പലരും ഇത് ഫോട്ടോയിൽ വരില്ല, ആ ഹദീസിന്റെ ഉദ്ദേശം, അവിടെ തസ്വീർ കൊണ്ടുള്ള ഉദ്ദേശം ഈ ഫോട്ടോഗ്രാഫി അല്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരൊക്കെ ഉണ്ടായി. 3 അഭിപ്രായങ്ങൾ കാണാം. നമ്മൾ ചുരുക്കി പറഞ്ഞു, ഈ വിഷയത്തിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ഏത് അഭിപ്രായം എടുക്കുന്നതും, അഹ്ലുസുന്നയുടെ ഉലമാക്കൾ പറഞ്ഞ ഏത് അഭിപ്രായം എടുക്കുന്നതും അയാൾക്ക് എടുക്കാം. ദേഹേച്ഛ പിൻപറ്റാൻ പാടില്ല. അയാളുടെ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ 3-4 അഭിപ്രായം അദ്ദേഹത്തിന് സ്വീകരിക്കാം. പക്ഷേ ഈ മസ്അലയിൽ ഉലമാക്കൾ സ്വീകരിച്ച നിലപാടുണ്ട്, ഒരു രീതിയുണ്ട്. ആ രീതിയും നമ്മൾ മുറുകെ പിടിക്കണം. അതാണ് ഹദി, അവരുടെ മാർഗം. ഇബ്നു സീരീൻ പറഞ്ഞതുപോലെ കാനൂ യതഅല്ലമൂന അൽ ഹദി, അവരുടെ മാർഗം എന്താണെന്ന് പഠിക്കുമായിരുന്നു. എന്താണ് അവരുടെ മാർഗം? ഈ വിഷയത്തിൽ ഫോട്ടോഗ്രാഫിയിൽ നോക്കിയാൽ നമുക്കിന്ന് പഠിക്കാൻ എളുപ്പമുള്ള ഒരു വിഷയമാണ്. നമ്മുടെ അടുത്ത് ജീവിച്ച ഈ 3 പണ്ഡിതന്മാർ, ഷെയ്ഖ് ഇബ്നു ബാസ്, ഷെയ്ഖ് അൽബാനി, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുമുല്ലാഹ്, അവരുടെ മാർഗം നോക്കുക. ഷെയ്ഖ് ഇബ്നു ബാസ് പറഞ്ഞു ഫോട്ടോ ഹറാമാണ്. വീഡിയോഗ്രാഫിയെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അദ്ദേഹം ഹറാമാണെന്ന് പറഞ്ഞു. അവസാനം അദ്ദേഹം അതിൽ നിന്ന് മാറി എന്ന് പറയുന്നു. അത് മറ്റൊരു കാര്യം. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അങ്ങനെ പറഞ്ഞു. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞു അത് അനുവദനീയാണ്. ഷെയ്ഖിന്റെ സംസാരങ്ങളിൽ അത് അനുവദിച്ചുകൊണ്ടുള്ള സംസാരം കാണാം. അതുപോലെ ഷെയ്ഖ് സാലിഹ് അൽ ഹൈദാൻ പറഞ്ഞു അത് അനുവദനീയമാണ്. ആ ഹദീസ് കൊണ്ടുള്ള ഉദ്ദേശം ഇന്നത്തെ ഫോട്ടോഗ്രാഫി അല്ല. തയ്യിബ്, ഈ മസലയിൽ ഒരു വ്യക്തി പറയാണ് എനിക്ക് പഠിച്ചിട്ട് ബോധ്യപ്പെടുന്നത് ഫോട്ടോ ഹറാമാണെന്നാണ്. അഹ്ലൻ വസഹല, എനിക്ക് സ്വീകരിക്കാം.
ഒരു ഇഷ്കാലുമില്ല, ഒരു പ്രശ്നവുമില്ല. നീ മനസ്സിലാക്കുന്ന ഹറാമാണെന്നാണോ, എനിക്ക് സ്വീകരിക്കാം. ഒരു വ്യക്തി ആ ഹദീസുകളൊക്കെ നന്നായി പഠിച്ചു, അദ്ദേഹം പറയാണ് എനിക്ക് ബോധ്യപ്പെടുന്നത് ഇത് അനുവദനീയാണ്, നിനക്കത് സ്വീകരിക്കാം. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണ്? ഉലമാക്കൾ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്തു? ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് ഇത് ഹറാമാണെന്ന് പറയുമ്പോൾ, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഇത് ഹലാലാണെന്ന് പറയുമ്പോൾ അവർ തമ്മിൽ പരസ്പരം ഇത് പിഴച്ചവനാണ്, ഇത് ഇഖ്വാനി മാർഗം പിൻപറ്റിയവനാണ്, ഇത് വിഷയം മനസ്സിലാക്കാത്തവനാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പരസ്പരം ബഹുമാനിച്ചു. ഇബ്നു ബാസ് റഹിമഹുല്ലാഹ്ക്കെതിരെ ആരെങ്കിലും പറഞ്ഞാൽ ഇവിടുന്ന് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ മറുപടി പറയും. ഇബ്നു ഉസൈമീനെ കുറ്റം പറഞ്ഞാൽ ഷെയ്ഖ് ഇബ്നു ബാസ് ഇവിടുന്ന് മറുപടി പറയും. ജോർദാനിൽ ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ ഇബ്നു ഉസൈമീൻ അവിടുന്ന് മറുപടി പറയും. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് അൽബാനിക്കെതിരെ ആരോപണം വന്നപ്പോൾ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഷെയ്ഖ് ഇബ്നു ബാസ് പറഞ്ഞു, ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിൽ ഷെയ്ഖ് അൽബാനിയെ പോലെ ആലിമായ ഒരു പണ്ഡിതനെ എനിക്കറിയില്ല. എത്ര വിഷയങ്ങൾ അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതാണ് അവരുടെ ഹദി. മസ്അലകളെ എങ്ങനെ കൈകാര്യം ചെയ്തു. അവർ അവരുടെ സ്വയം വിഷയങ്ങൾക്ക്, അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് സ്ഥാനം കൊടുത്തില്ല. വിഷയം ദീനാണ്, വിഷയം ദീനാണ്. അള്ളാഹുവിന് വേണ്ടിയാണ് അവരിത് ഹറാമാണെന്ന് പറഞ്ഞത്, റബ്ബിന് വേണ്ടിയാണ് ഇത് അനുവദനീയാണെന്ന് ഒരാൾ പറഞ്ഞത്. അതുകൊണ്ട് വ്യക്തിപരമായി അവർക്കിടയിൽ അതുകൊണ്ട് വിഷയമുണ്ടായില്ല. വ്യക്തിപരമായി പ്രശ്നമുണ്ടാകേണ്ട കാര്യം വ്യക്തിമായ പ്രശ്നം ഉണ്ടാകുമായിരുന്നു, പക്ഷെ അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ചില ആളുകളൊക്കെ കൊണ്ട് നടക്കുന്ന ഉദ്ർ ബിൽ ജഹലിന്റെ മസ്അല, ഉദ്ർ ബിൽ ജഹലിന്റെ മസ്അല നിങ്ങൾ നോക്കിയാൽ പണ്ഡിതന്മാർക്കിടയിൽ ഉദ്റുണ്ട്, ഷിർക്കുൻ അക്ബറിന്റെ വിഷയത്തിൽ ഉദ്റുണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതാരും നിഷേധിക്കില്ല. അങ്ങനെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, ഉദ്റില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഒരാൾ അദ്ദേഹത്തിന്റെ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഹദീസുകളൊക്കെ അദ്ദേഹം പഠിച്ചു, അദ്ദേഹം പറയാണ് ഉദ്റില്ല എന്നതാണ് എനിക്ക് ശരിയായി തോന്നുന്നത്. അഹ്ലൻ വസഹല, എനിക്ക് സ്വീകരിക്കാം, മർഹബ, ഒരു പ്രശ്നവുമില്ല. പക്ഷേ നിന്റെ അഭിപ്രായത്തിനെതിരായി ഒരാൾ പറയുമ്പോൾ അവനെ ആക്ഷേപിക്കുക, അവനെ കുറ്റം പറയുക, അവരൊക്കെ ഈ ഖുറാഫാത്തിന്റെ ആളുകളാണെന്ന് പറയുക, അവർക്കെതിരിൽ കളവ് പറയുക, അത് പാടില്ല. നേരെ തിരിച്ചും ഒരാൾ മനസ്സിലാക്കുന്നു ഉദ്റുണ്ട്, ഉദ്റില്ല എന്ന് പറയുന്ന ആളുകൾക്കെതിരിൽ ആരോപണം ഉന്നയിക്കുക, അവരെ കുറിച്ച് കുറ്റം പറയുക, അവരെ മസ്അല സ്വീകരിച്ചതിന്റെ പേരിൽ അവരെ കുറ്റപ്പെടുത്തുക പാടില്ല. മസ്അലയിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ, ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറഞ്ഞു ഉദ്റില്ല, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞു ഉദ്റുണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് പറഞ്ഞു ദീനിൽ ഉദ്ർ ബിൽ ജഹൽ ഉണ്ട് എന്നുള്ളതിന് തെളിവ് സ്ഥാപിക്കേണ്ട ഒരു വിഷയമാണെന്ന് വരെ ഞാൻ മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞു. അത്രയും വ്യക്തമാണെന്ന് പറഞ്ഞു ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ്. അത് കാരണത്താൽ ഷെയ്ഖ് ഇബ്നു ബാസ് ഇബ്നു ഉസൈമീൻ പരസ്പരം ആരോപിച്ചിട്ടുണ്ടോ? അവർ തമ്മിൽ കുറ്റം പറഞ്ഞോ? അവർ തമ്മിൽ ആക്ഷേപങ്ങൾ ഉയർത്തിയോ? ഇല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദീനിന്റെ വിഷയങ്ങളിൽ പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്ന അഭിപ്രായങ്ങൾ എന്താണോ അത് നമ്മൾ മാനിക്കുന്നത് പോലെ അവരുടെ ഹദി എന്താണെന്നുള്ളത് നമ്മൾ മാനിക്കണം. ഒരു പക്ഷേ ഒരു വ്യക്തി, ഒരു ആലിം, ഒരു താലിബ് പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ മറ്റൊരു താലിബിന് മറുപടി പറയാനുണ്ടായേക്കാം, അയാൾ മറുപടി പറഞ്ഞോട്ടെ. പക്ഷേ ഇൽമിന്റെ അദബോടുകൂടി, പണ്ഡിതന്മാർ കാണിച്ച മര്യാദയോടുകൂടി പരസ്പരം നമുക്ക് മറുപടി പറയാം, പരസ്പരം എതിർക്കാം. ഇൽമിന്റെ ഹുജ്ജത്തോടുകൂടി നമുക്ക് പറയാം ഇന്ന വാദം തെറ്റാണ്, ഉദ്റില്ല എന്ന വാദം തെറ്റാണ്, കാരണം ഇന്ന തെളിവുകൾ, ഉദ്റുണ്ട് എന്ന വാദം തെറ്റാണ്, ഇന്ന തെളിവുകൾ. അതല്ലാതെ നീ എന്റെ അഭിപ്രായം സ്വീകരിക്കണം എന്ന വാദത്തിൽ അവൻ നാവ് കൊണ്ട് പറയുന്നില്ലെങ്കിലും അവന്റെ മനസ്സിൽ ആ ഒരു ഉദ്ദേശം കൊണ്ട് നടക്കുന്നത് പോലെ ഞാൻ പറയുന്നത് മാത്രമാണ് ശരി, അതേ ഇവിടെ സ്ഥാപിക്കപ്പെടൂ എന്ന ഉദ്ദേശത്തിൽ ദീന് സംസാരിക്കരുത്. കാരണം ഇത് അള്ളാഹുവിന്റെ ദീനാണ്. ഇതിനു വേണ്ടി നമ്മൾ വാശി പിടിക്കേണ്ട കാര്യമില്ല. ഇത് അള്ളാഹു സംരക്ഷിക്കും. ദീനിനെ എങ്ങനെയാണോ മുൻഗാമികൾ കൈകാര്യം ചെയ്തത് അതുപോലെ നമ്മൾ കൈകാര്യം ചെയ്യുക. അതല്ലാതെ അനാവശ്യ വിഷയങ്ങളിൽ പണ്ഡിതന്മാർ എങ്ങനെയാണോ ഒരു വിഷയം കൈകാര്യം ചെയ്തത്, ഒരു വിഷയത്തിൽ അനാവശ്യമായ ചർച്ച കൊണ്ടുവരിക എന്നുള്ളത് ഒരിക്കലും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ രീതിയല്ല. ഈ സംസാരങ്ങൾ വന്ന കാരണത്താൽ, ഇങ്ങനെയുള്ള പല വിഷയങ്ങളിലും അഹ്ലുസുന്നയുടെ മൻഹജിൽ നിന്ന് പുറത്തായ കാരണത്താൽ പല സഹോദരങ്ങളുടെയും സംസാരത്തിൽ വളരെ മോശപ്പെട്ട പലതും നമുക്ക് കാണാൻ പറ്റും. നിർത്താൻ വളരെ മോശപ്പെട്ട ചില സംസാരങ്ങൾ. ചില സഹോദരങ്ങൾ ഷെയ്ഖ് അൽബാനി റഹിമഹുള്ളാഹിയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് അഖീദയിൽ, ഷെയ്ഖ് അൽബാനി ഉദ്ർ നൽകുന്ന വ്യക്തിയാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് അഖീദയിൽ വേണ്ടതുപോലെ അറിവില്ലായിരുന്നു. ഷെയ്ഖ് അൽബാനി മുഹദ്ദിസാണ്, പക്ഷേ അഖീദയിൽ ചില പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എവിടെ നിന്നാണ് അഖീദ മനസ്സിലാക്കേണ്ടത്? ഹദീസിൽ നിന്നാണ്. ഷെയ്ഖ് അൽബാനി റഹിമഹുള്ളാഹിക്ക് അഖീദയിൽ അറിവില്ല എന്ന് പറയുന്നവർ. സമാനമായി ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളാഹിയെ കുറിച്ച് ചില ആളുകൾ ഈ വിഷയവുമായി ബന്ധമില്ലെങ്കിലും ഹദീസിനെ കുറിച്ച് അദ്ദേഹത്തിന് അറിവില്ലെന്ന് പറയുന്നവർ. ശരിയല്ല. ആളുകൾക്കിടയിൽ ഏറ്റക്കുറച്ചിലുണ്ടാകും. ഒരാൾ മറ്റൊരാളെക്കാളും അറിവുള്ളവരായിരിക്കും, ഒരാൾ ഒരു വിഷയത്തിൽ മറ്റൊരാളെക്കാൾ മികച്ചു നിൽക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനിടയിൽ പറഞ്ഞതുപോലെ അഖ്റഉഹും ലികിതാബില്ലാഹി ഉബൈ, ഖുർആനിനെ കുറിച്ച് ഖുർആൻ ഏറ്റവും അധികം ഓതാൻ അറിയുന്നത് ഉബൈ ഇബ്നു കഅബാൻ. വഅഫ്റദുഹും സെയ്ദ്, ഫറായിദിന്റെ മസ്അലകൾ കൂടുതൽ അറിയുന്നത് സെയ്ദിനാണ്. വഅഅലമുഹും ബിൽ ഹലാൽ വൽ ഹറാം മുആദ്, ഹറാം ഹലാൽ കൂടുതൽ അറിയുന്നത് മുആദിനാണ്. ഇതുണ്ടാകാം. ഒരാൾക്ക് കൂടുതൽ ഒന്നിനെ കുറിച്ച് അറിയാം, ഷെയ്ഖ് അൽബാനിക്ക് കൂടുതൽ അറിയുന്നുണ്ടാവാം, അങ്ങനെ ഉണ്ടാകാം. അതല്ലാതെ പണ്ഡിതന്മാർക്ക് സർട്ടിഫിക്കറ്റ് നൽകാൻ നടക്കുന്ന ആളുകൾ,
പണ്ഡിതന്മാർക്ക് സർട്ടിഫിക്കറ്റ് നൽകുക, അവരത് പഠിച്ചിട്ടില്ല, അവർക്കത് അറിയാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞ് സംസാരിക്കുന്ന ആളുകൾ, പ്രിയപ്പെട്ടവരെ, അവർ അവരുടെ വിഷയം ശ്രദ്ധിക്കുക. ആ വിഷയം അവർ ശ്രദ്ധിക്കുക. ഹാഫിദ് അദ്ദഹബി റഹിമഹുല്ലാ ഇബ്നു അഖീലിന്റെ ഒരു സംസാരത്തിന് തഅലീഖ് ചെയ്തതായി അദ്ദേഹത്തിന്റെ സിയർ അലാമിൻ നുബലായിൽ കാണാം. ഇബ്നു അഖീൽ പറയാണ്, ചില ആളുകൾ പറയും ഇമാം അഹ്മദ് മുഹദ്ദിസാണ്, പക്ഷെ അദ്ദേഹം ഫഖീഹല്ല, അദ്ദേഹം മുഹദ്ദിസാണ്. അതിന് ഹാഫിദ് അദ്ദഹബി നൽകുന്ന ഒരു തഅലീഖ് കാണാം. അഹ്സബുഹും ഞാൻ കരുതുന്നത് യളുന്നൂനഹു കാന മുഹദ്ദിസൻ വബസ്. ചില ആളുകളുടെ ധാരണ ഇമാം അഹ്മദ് കേവലം മുഹദ്ദിസ് മാത്രമാണ്. ബൽ യതഖയ്യലൂനഹു മിൻ ബാബി മുഹദ്ദിസി സമാനിന. മറിച്ച് ഇമാം അഹ്മദിനെ കുറിച്ച് മുഹദ്ദിസ് എന്ന് പറയുമ്പോൾ ചില ആളുകൾ കരുതുന്നത് ഇന്നുള്ള ഏതോ ചില മുഹദ്ദിസുകളെ പോലെ ഒരു സാധാരണക്കാരൻ. വല്ലാഹി, അല്ലാഹുവാണ് സത്യം, ലഖദ് ബലഗ ഫിൽ ഫിഖ്ഹി ഖാസ്സതൻ റുത്ബത ലൈസി വമാലിക് വശാഫിഈ വഅബി യൂസുഫ്. ഫിഖ്ഹിൽ ഇമാം അഹ്മദിന്റെ അറിവ് എന്ന് പറയുന്നത് ഷാഫിഈയെ പോലുള്ള അറിവാണ്, ലൈസിനെ പോലുള്ള അറിവാണ്, ഇമാം മാലിക്കിനെ പോലുള്ള അറിവാണ്. വഫി സുഹ്ദി വൽ വറഇ റുത്ബതൽ ഫുദൈൽ. സുഹദിൽ, ദുനിയാവിനോടുള്ള വിരക്തിയിൽ അദ്ദേഹത്തിന്റെ അറിവ് എന്ന് പറയുന്നത് ഫുദൈലിനെ പോലെയുള്ളതാണ്. വഫിൽ ഹിഫ്ളി, അദ്ദേഹത്തിന്റെ മനപ്പാഠം എന്ന് പറയുന്നത് റുത്ബത ശുഅബ, ശുഅബയെ പോലുള്ളവരാണ്, ഇബ്നുൽ മദീനയെ പോലുള്ളവരാണ്. ശേഷം അദ്ദേഹം അവസാനിപ്പിക്കുന്ന വാക്ക് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സുകളിൽ കോറിയിട്ട് നടക്കേണ്ട വാക്കാണ്. ദഹബി പറയുന്നു, വലാകിന്നൽ ജാഹില ലാ യഅലമു റുത്ബത നഫ്സി ഫകൈഫ യഅരിഫു റുത്ബത ഗൈരി. ഈ ജാഹിലിന്, ഈ വിഡ്ഢിക്ക് അവന്റെ സ്ഥാനം എന്താണെന്ന് അറിഞ്ഞാലല്ലേ ബാക്കിയുള്ളവരുടെ സ്ഥാനം മനസ്സിലാക്കാൻ പറ്റൂ. പണ്ഡിതന്മാരെ കുറ്റം പറയാൻ ഇങ്ങനെ നാവുയർത്തുന്നവൻ, അവന്റെ സ്ഥാനം മനസ്സിലായാൽ മാത്രമല്ലേ ബാക്കിയുള്ളവരുടെ സ്ഥാനം മനസ്സിലാക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പണ്ഡിതന്മാരുടെ വിഷയത്തിൽ സംസാരിക്കുമ്പോൾ എപ്പോഴും നമുക്ക് ശ്രദ്ധ വേണം. അവരുടെ വിഷയത്തിൽ നാം സൂക്ഷിച്ചുകൊണ്ട് സംസാരിക്കുക. അവസാനം ഒരു വിഷയം കൂടി പറഞ്ഞു നിർത്താം, സമയം കുറെ എടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞു, അൽഹംദുലില്ലാ, നമ്മുടെ ഈ ദഅവത്ത് അഹ്ലുസുന്നയുടെ ഉലമാക്കളുടെ മേൽനോട്ടത്തിൽ അവരോട് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സംശയങ്ങൾ വരുമ്പോൾ അവരിലേക്ക് മടങ്ങി നടക്കുന്ന ദഅവത്താണ്. അതിനർത്ഥം ഏതെങ്കിലും ഒരു പണ്ഡിതനെ അന്ധമായി നമ്മൾ പിൻപറ്റുന്നു എന്നതല്ല, ഏതെങ്കിലും ഒരു ആലിമിനെ മാത്രം സ്വീകരിക്കുന്നു എന്നതല്ല. ഇത് പറയാനുള്ള കാരണം എന്താണ്? സമീപ ദിവസങ്ങളിൽ വളരെയധികം ആക്ഷേപങ്ങൾ ചില ആളുകൾ ഒരു പണ്ഡിതനെ കുറിച്ച് പ്രചരിപ്പിച്ചു. നാം നമ്മുടെ ദഅവത്തുമായി ബന്ധപ്പെട്ട് പലപ്പോഴും മടങ്ങുന്ന നമ്മുടെ ഉസ്താദുമാരിൽപ്പെട്ട എല്ലാ ദാഇമാരും ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല, പല ദാഇമാരും അവരുടെ വിഷയങ്ങളിൽ മടങ്ങുന്ന പണ്ഡിതനാണ് റിയാദിലുള്ള ഷെയ്ഖ് അബ്ദുൽ അസീസ് അർ-റയ്യിസ് ഹഫിളഹുല്ലാ. അദ്ദേഹം എന്റെ ഉസ്താദാണ്. അദ്ദേഹത്തിന് അരികിൽ അൽഹംദുലില്ലാ പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് ചില ആളുകൾ സമീപ ദിവസങ്ങളിൽ ചില സംസാരങ്ങൾ പുറത്തിറക്കി. നിങ്ങളിൽ പല ആളുകളും അത് കേട്ടിട്ടുണ്ടാകാം. ഷെയ്ഖ് റയീസിനെ വിമർശിച്ചു. എന്താണ് സംസാരം? വിശദീകരിക്കുന്നില്ല, ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം. ചില ആളുകൾ പറഞ്ഞു, ഷെയ്ഖ് റയീസ് ഹഫിളഹുല്ലാ അദ്ദേഹത്തെ, ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ അദ്ദേഹത്തെ എതിർത്തിട്ടുണ്ട്, ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ അദ്ദേഹത്തെ എതിർത്തു എന്ന് ചില ആളുകൾ പറഞ്ഞു. ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് ഇർജാഇന്റെ വാദമുണ്ട്. ഈ വിഷയത്തിന്റെ വസ്തുത എന്താണ്? ചുരുക്കത്തിൽ ഷെയ്ഖ് അബ്ദുൽ അസീസ് അർ-റയ്യിസ് ഹഫിളഹുല്ലയുടെ കിതാബുകളിൽ വന്നിരിക്കുന്ന ചില വാക്കുകൾ അതെടുത്തുകൊണ്ട് ചില ആളുകൾ ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാനോട് ചോദിച്ചു. അതിന്റെ വെളിച്ചത്തിൽ ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ അതിൽ തെറ്റുണ്ട്, അത് ഇർജാഇന്റെ വാദമാണ് എന്ന് പറഞ്ഞു. ഷെയ്ഖ് എതിർത്തു. വാസ്തവത്തിൽ ഷെയ്ഖ് അബ്ദുൽ അസീസ് റയീസ് ഹഫിളഹുല്ലക്ക് അത്തരത്തിലുള്ള ഇർജാഇന്റെ വാദമുണ്ടായിരുന്നില്ല. അദ്ദേഹം എന്ത് ചെയ്തു? ഈ വിഷയത്തിൽ, ഈമാനിന്റെ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ വിശ്വാസം എന്താണെന്നുള്ളത് വ്യക്തമായി എഴുതുകയും ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാന് നൽകുകയും ചെയ്തു. അതിന്റെ താഴെ ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ പറഞ്ഞു, ഇതാണ് ഷെയ്ഖ് റയീസിനെ കുറിച്ച് എനിക്കറിയുന്ന കാര്യവും, പക്ഷേ ചില വാക്കുകൾ ഉദ്ധരിക്കുന്നതിൽ അദ്ദേഹം വിശാലത കാണിച്ചിട്ടുണ്ട് എന്നൊരു ആശങ്കയുണ്ട്. എന്നിരുന്നാലും അദ്ദേഹം ഈ വിഷയമാണ് അദ്ദേഹത്തിന്റെ അഖീദ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അത് അംഗീകരിക്കുന്നു എന്ന അർത്ഥത്തിൽ ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാ എഴുതുകയും ചെയ്തു. അതിന്റെ കോപ്പി നിങ്ങൾക്ക് ഷെയ്ഖ് എഴുതിയത് തന്നെ നമുക്കിന്ന് ഗൂഗിളിലും മറ്റൊക്കെ ലഭ്യമാണ്. അങ്ങനെ ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാദം, അദ്ദേഹത്തിന് അരികിൽ ചില ആളുകൾ എത്തിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഷെയ്ഖ് പറഞ്ഞിരിക്കുന്ന വാദം, ഷെയ്ഖ് തന്നെ, ഷെയ്ഖ് റയീസ് അദ്ദേഹത്തിന്റെ അഖീദ വിശദീകരിച്ചപ്പോൾ അത് അംഗീകരിക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ ഷെയ്ഖ് അബ്ദുൽ അസീസ് റയീസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എല്ലാ ബിദ്അത്തിന്റെ ആളുകൾക്കെതിരും, എന്റെ അറിവിൽ ഷെയ്ഖ് മറുപടി പറയാത്ത ബിദ്അത്തിന്റെ ആളുകളുണ്ടോ എന്ന് സംശയമാണ്. അത്രയും അധികം ബിദ്അത്തിന്റെ ആളുകൾക്ക് ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും, ഹദ്ദാദികളാണെങ്കിലും സുറൂരികളാണെങ്കിലും ഖുത്ബിയാക്കളാണെങ്കിലും ഇഖ്വാനികളാണെങ്കിലും തബ്ലീഗാണെങ്കിലും ജമാഅത്ത് ഇസ്ലാമി ആണെങ്കിലും എല്ലാ ഇഖ്വാനികൾ ഈ ലലാലത്തിന്റെ ആളുകൾക്ക് അദ്ദേഹം മറുപടി പറയുന്നത് കാരണത്താൽ എല്ലാവർക്കും ഷെയ്ഖിനോട് ശത്രുതയുണ്ട്. അതുകൊണ്ട് എങ്ങനെയാണോ ഷെയ്ഖിനെതിരിൽ ഒരു മോശം വാക്ക് ആരിൽ നിന്നെങ്കിലും അവർക്ക് സംഘടിപ്പിക്കാൻ പറ്റുന്നത് അത് അവർ പരിശ്രമിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് പല പണ്ഡിതന്മാരെയും അവർ സമീപിച്ചു. പക്ഷെ അൽഹംദുലില്ലാ പല പണ്ഡിതന്മാരും അദ്ദേഹത്തെ പുകഴ്ത്തി. ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാന്റെ ഈ വാക്കുകൾ പല ആളുകളും എടുത്തു നടക്കുന്നു. ഷെയ്ഖ് ഫൗസാൻ ഷെയ്ഖ് റയീസിനെ കുറിച്ച് മുർജിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഷെയ്ഖ് തിരുത്തിയതാണ്. ഷെയ്ഖ് അബ്ദുൽ അസീസ് റയീസ് ഹഫിളഹുല്ലാ വിഷയം തിരുത്തിയിട്ടുണ്ട്. ആ എഴുത്തു വരികയും ചെയ്തിട്ടുണ്ട്.
നിങ്ങൾ ഫോണിൽ യൂട്യൂബിൽ ഒരു അടിച്ചു നോക്കുക, ഷെയ്ഖ് റയീസും ഷെയ്ഖ് ഫൗസാനും ഒരു മജ്ലിസിൽ ഇരിക്കുന്നത്. ഷെയ്ഖ് അബ്ദുൽ അസീസ് റയീസ് ഹഫിളഹുല്ലാഹ് ഒരു മജ്ലിസിലേക്ക് കടന്നു വരുമ്പോൾ ഹാത്തിം അൽ ഔനി എന്ന് പറയുന്ന മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ദഅവത്തിനെ ചീത്ത പറഞ്ഞ ഒരു വ്യക്തിക്ക് ഷെയ്ഖ് റയീസ് മറുപടി പറഞ്ഞതിന്റെ പേരിൽ ആ സദസ്സിൽ വെച്ച് രണ്ടുപേരുടെയും വീഡിയോ ഉണ്ട്. ഷെയ്ഖ് ഫൗസാൻ അതിൽ പറയുന്നുണ്ട്, നിങ്ങൾ ചെയ്തിരിക്കുന്ന വലിയ ജുഹൂദാണ്, നിങ്ങൾ കാണിച്ചിരിക്കുന്ന വലിയ സേവനമാണ്, അതുകൊണ്ട് അള്ളാഹു താങ്കൾക്ക് ശുക്ർ ചെയ്യട്ടെ എന്ന് പറയുന്ന വ്യക്തമായ സംസാരം യൂട്യൂബിൽ വീഡിയോ അടക്കം ഈ രണ്ട് ഉലമാക്കളുടെയും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഷെയ്ഖ് റയീസിന്റെ വിഷയത്തിൽ ചിലർ ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാനെ തെറ്റിദ്ധരിപ്പിക്കുകയും അത് പിന്നീട് ഷെയ്ഖ് റയീസ് അദ്ദേഹത്തിന്റെ മൗഖിഫ്, അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയപ്പോൾ ഷെയ്ഖ് ഫൗസാൻ അതിൽ വ്യക്തത നൽകുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഈ ചോദിച്ച വ്യക്തി ഷെയ്ഖ് ഫൗസാനോടും ഷെയ്ഖ് അബ്ദുൽ അസീസ് അൽ ഷെയ്ഖിനോടും ഷെയ്ഖ് റയീസിനെ കുറിച്ച് ചോദിച്ച വ്യക്തി അമാനത്തില്ലാത്ത വ്യക്തിയാണ് എന്ന് ഷെയ്ഖ് സാലിഹ് അസ്സുഹൈമി ഹഫിളഹുല്ലാഹ്, മദീനയിലെ മുഫ്തിയായിരുന്ന ഷെയ്ഖ് സാലിഹ് അസ്സുഹൈമി ഹഫിളഹുല്ലാഹ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കുക, ഷെയ്ഖ് സാലിഹ് അസ്സുഹൈമി ഷെയ്ഖ് റയീസിൽ സംസാരിച്ചത്. കുവൈത്തിലുള്ള ചില സഹോദരങ്ങൾ ഷെയ്ഖ് റയീസിനെ ഷെയ്ഖ് സുഹൈമിയെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, നമ്മുടെ മസ്ജിദിൽ ഷെയ്ഖ് റയീസിനെ സ്വീകരിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്, ചില ആളുകൾ അത് എതിർക്കുകയാണ്, പണ്ഡിതന്മാർ അദ്ദേഹത്തെ തൊട്ട് താക്കീത് ചെയ്തു എന്ന് പറയുന്നു. ഷെയ്ഖ് സാലിഹ് അസ്സുഹൈമി പറഞ്ഞു അത് കളവാണ്. ഷെയ്ഖ് സാലിഹ് അസ്സുഹൈമി പറഞ്ഞു അത് കളവാണ്. സുഹൈമി അറിയുന്നവർക്കറിയാം, ഇന്ന് ദഅവത്തിന്റെ മേഖലയിൽ നടക്കുന്ന ഫിത്നകളെ കുറിച്ച് നന്നായി ധാരണയുള്ള പണ്ഡിതനാണ് ഷെയ്ഖ് സാലിഹ് അസ്സുഹൈമി ഹഫിളഹുല്ലാഹ്. ആദ്യകാലം മുതൽ മുഹമ്മദ് അമാൻ അൽ ജാമിയുടെ കൂടെ സുറൂറിയത്തിനെ വേറിറക്കാൻ നിലനിന്ന പണ്ഡിതൻ. അദ്ദേഹം പറഞ്ഞു അത് കളവാണ്. ഷെയ്ഖ് അബ്ദുൽ അസീസ് റയീസിനെ കുറിച്ച് സാലിഹ് അൽ ഫൗസാൻ തഹ്ദീർ നടത്തിയെന്ന് പറയുന്നത് കളവാണ് എന്ന് ഷെയ്ഖ് സാലിഹ് അസ്സുഹൈമി പറഞ്ഞു. എത്രയോ പണ്ഡിതന്മാർ, ഷെയ്ഖ് സഅദ് അൽ ഹുസൈനെ പോലെ, ഷെയ്ഖ് ഫലാഹ് മന്ദിക്കാറിനെ പോലെ, ഷെയ്ഖ് അബ്ദുൽ ഉബൈലാനെ പോലെ വലിയ വലിയ പണ്ഡിതന്മാർ ഷെയ്ഖ് അബ്ദുൽ അസീസ് റയീസിനെ തസ്കിയത്ത് നൽകിയതായി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നിങ്ങൾ ഗൂഗിളിൽ ചില ആളുകളെങ്കിലും പറ്റുന്ന ആളുകൾ ദർസ് ചെയ്യുന്നതിന് ശേഷം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഷെയ്ഖ് റയീസിന്റെ മുഖാലഫാത്തുകൾ എന്ന് പറഞ്ഞൊരു കിതാബ് നിങ്ങൾക്ക് ലഭിക്കും. ആ കിതാബ് എഴുതിയത് അലി അൽ ഹദ്ദാദി എന്ന് പറയുന്ന ഒരു പണ്ഡിതനാണ്, അഹ്ലുസുന്നയുടെ പണ്ഡിതനാണ്. സമീപകാലം അദ്ദേഹം കേരളത്തിൽ വന്നിരുന്നു, വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ പേരിലാണ് പുസ്തകം കാണാൻ സാധിക്കുന്നത്. ഒരു 30ഓളം പേജിൽ ഷെയ്ഖ് റയീസിന്റെ മുഖാലഫാത്തുകൾ. ആ കിതാബ് ഞാൻ വായിച്ചു. അതിനുശേഷം ഞാൻ ഷെയ്ഖ് അലി ഹദ്ദാദിക്ക് മെസ്സേജ് ചെയ്ത് ചോദിച്ചു, ഷെയ്ഖ് ഇങ്ങനെ ചില വിഷയങ്ങൾ കേൾക്കുന്നുണ്ട്, ഷെയ്ഖ് തഹ്ദീർ ചെയ്യുന്നുണ്ടോ? ഷെയ്ഖ് പറഞ്ഞു ഞാൻ തഹ്ദീർ ചെയ്യുന്നില്ല. പിന്നെ ഈ കിതാബ് ആര് എഴുതിയതാണ്? ഇതാണ് പല ആളുകളും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷെയ്ഖ് അലി ഹദ്ദാദിയുടെ മെസ്സേജ് എന്റെ കയ്യിലുണ്ട്, ആവശ്യമുള്ള സഹോദരങ്ങൾക്ക് തരാം. ഷെയ്ഖ് പറയുന്നു ഞാൻ തഹ്ദീർ ചെയ്യുന്നില്ല, ബൽ അൻസഹു ബി, ഷെയ്ഖ് റയീസിന്റെ ഞാൻ നസീഹത്ത് ചെയ്യുന്നു, വൽ ഇസ്തിഫാദതു മിൻ, ഷെയ്ഖിൽ നിന്ന് പഠിക്കാൻ ഞാൻ ആളുകളെ ഉപദേശിക്കുന്നു എന്ന് ഷെയ്ഖ് അലി ഹദ്ദാദി പറഞ്ഞു. എന്നാൽ നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ ഷെയ്ഖ് എഴുതി എന്ന് പറഞ്ഞ് ഷെയ്ഖ് റയീസിന്റെ പിഴവുകൾ ഒരു കിതാബായി ക്രോഡീകരിക്കപ്പെട്ടത് കാണാം. അതുകൊണ്ട് ഇതാണ് പ്രിയപ്പെട്ടവരെ ഷെയ്ഖ് റയീസിനെതിരിൽ ബിദ്അത്തിന്റെ ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം. അതുകൊണ്ട് ഷെയ്ഖ് റയീസിന് ഇർജാഇന്റെ വാദമുണ്ട് എന്ന് പറയുന്നത് ഒരു കാരണവശാലും ശരിയല്ല. ഈ വാദം നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിച്ചവർ സമീപ ദിവസങ്ങളിൽ 1-2 വീഡിയോകൾ ഇറക്കി. ആ വീഡിയോകളിൽ ഷെയ്ഖ് റയീസിനെ കുറിച്ച് ആക്ഷേപിക്കുന്ന 1-2 ആളുകളുടെ സംസാരങ്ങളും, ഈ വ്യക്തി ഷെയ്ഖ് റയീസിനെതിരിൽ അദ്ദേഹം മുർജിയാണെന്ന് വാദിച്ച ഇതേ വ്യക്തി ആ വ്യക്തിയുടെ മറ്റ് സംസാരങ്ങളിൽ ഷെയ്ഖ് അൽബാനിയെ കുറിച്ച് ജഹ്മിയാണെന്ന് പറയുന്നുണ്ട്. ഷെയ്ഖ് അൽബാനിയെ കുറിച്ച് ജഹ്മിയാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ സാധുവിന് ഷെയ്ഖ് റയീസിനെതിരിൽ ഒരു സംസാരം കണ്ടപ്പോൾ അതങ്ങ് പ്രചരിപ്പിച്ചു. ഈ സംസാരിക്കുന്നവൻ ഷെയ്ഖ് റയീസിനെ കുറിച്ച് മുർജിയാക്കിയവൻ പക്ക ഹദ്ദാദിയാണ്. അതുകൊണ്ടാണ് ഷെയ്ഖ് അൽബാനിയെ കുറിച്ച് അവൻ ജഹ്മിയാണെന്ന് പറഞ്ഞത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള വാദങ്ങൾ ആളുകൾ പ്രചരിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. ഷെയ്ഖ് റയീസിനെ അഹ്ലുസുന്നയുടെ ഉലമാക്കൾ അംഗീകരിച്ചതാണ്. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ അദ്ദേഹത്തിന് തസ്കിയത്ത് നൽകിയിട്ടുണ്ട്. ഷെയ്ഖ് അബ്ദുൽ അസീസ് അൽ ഷെയ്ഖ്, ഇതിനു മുമ്പുണ്ടായിരുന്ന മുഫ്തി, അദ്ദേഹത്തോട് ഷെയ്ഖ് റയീസിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതായി യൂട്യൂബിൽ വോയിസ് ഉണ്ട്, സക്കാഹു ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ, ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ അദ്ദേഹത്തിന് തസ്കിയ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് ഷെയ്ഖ് അബ്ദുൽ അസീസ് റയീസ് ഹഫിളഹുല്ലയെ ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ തഹ്ദീർ ചെയ്തു എന്ന് പറയുന്നത് അദ്ദേഹം തിരുത്തിയിരിക്കുന്ന കാര്യമാണ്. അദ്ദേഹം ഷെയ്ഖ് റയീസ് അദ്ദേഹത്തിന്റെ വിഷയങ്ങൾ വിശദീകരിച്ചപ്പോൾ അദ്ദേഹം അത് പറയുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇമാം അഹ്മദ്, ഇമാം ബർബഹാരിയെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, മൻ ഖാല അൽ ഈമാനു യസീദു വയൻഖുസ് ഫഖദ് ബരിഅ മിനൽ ഇർജാ, ആരെങ്കിലും ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ അവൻ മുർജിയാക്കളുടെ വാദത്തിൽ നിന്ന് മുക്തമായവനാണ്. അതാണ് ഷെയ്ഖ് റയീസിന്റെ വാദം. അതുപോലെ തന്നെ ചില ആളുകൾ ഇന്ന് പ്രചരിപ്പിക്കുന്ന ഒരു കിതാബാണ് സാലിം അൽ ഇർജാനി എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ കിതാബിൽ ഷെയ്ഖ് റയീസ് മുർജിയാണെന്ന് സ്ഥാപിക്കുകയും ഷെയ്ഖ് ഫൗസാൻ അതിനെ ആമുഖം എഴുതി കൊടുക്കുകയും ചെയ്തു എന്ന് പറയുന്നു. ആ കിതാബ് വായിച്ചാൽ ആ വ്യക്തിയുടെ പല സംസാരങ്ങളിലും ഷെയ്ഖ് അൽബാനി മുർജിയാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാന്റെ ഒരു എഴുത്ത് ഔദ്യോഗികമായ ഒഫീഷ്യൽ വെബ്സൈറ്റുകളിൽ ലഭ്യമാണ്. ഷെയ്ഖ് ഫൗസാൻ പറയുന്നത്, ഈ വ്യക്തി എനിക്ക് കിതാബ് തന്നപ്പോൾ അതിൽ പല കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല, ഞാൻ അദ്ദേഹത്തോട് പലതും തിരുത്താൻ വേണ്ടി പറഞ്ഞിരുന്നു, അദ്ദേഹം തിരുത്തിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ നൽകിയിരിക്കുന്ന ആമുഖം പിൻവലിക്കുന്നു എന്ന് ഷെയ്ഖ് ഫൗസാൻ വളരെ വ്യക്തമായി ഒഫീഷ്യൽ ലെറ്റർ പാഡിൽ എഴുതിയായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് ഷെയ്ഖിനെതിരിൽ പറയുന്ന ഈ ആരോപണങ്ങൾ, ഇല്ലാത്ത കാര്യങ്ങൾ, അത് പ്രിയപ്പെട്ട സഹോദരങ്ങൾ
ശ്രദ്ധിക്കുക. അങ്ങനെ പറയുന്ന വാദങ്ങൾ അത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ, ഷെയ്ഖ് റയീസിനെ അംഗീകരിച്ച പണ്ഡിതന്മാരാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കും. അവസാനമായി ഇൽമിയായി ഇങ്ങനെ സംസാരിക്കുന്ന ആളുകളോട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംസാരിക്കുന്ന ചിലർ ഒരു കാര്യം അറിയാത്തവരാണ്. എന്നാൽ ഇൽമിയായ ഒരു സംസാരത്തിന് ഇതിൽ ആരെങ്കിലും തയ്യാറാണെങ്കിൽ, ഈ സംസാരിക്കുന്ന ആരെങ്കിലും അവരെ വെല്ലുവിളിക്കാണ്. ഷെയ്ഖ് അബ്ദുൽ അസീസ് റയീസ് ഹഫിളഹുയുടെ സംസാരങ്ങളിൽ, അദ്ദേഹത്തിന്റെ കിതാബുകളിൽ അഹ്ലുസുന്നയുടെ ഒരു ആലിമും പറയാത്ത ഏത് വാദമാണ് അതിലുള്ളത് എന്ന് പറയാം. കിതാബ് പറയാലോ, കിതാബ് പറയാം. ഷെയ്ഖിന്റെ ഇന്ന കിതാബിൽ ഇന്ന സംസാരമുണ്ട്, അല്ലെങ്കിൽ ഷെയ്ഖിന്റെ ഇന്ന വീഡിയോയിൽ ഇന്ന സംസാരമുണ്ട്, അഹ്ലുസുന്നയുടെ ഉലമാക്കൾ പറയാത്തതാണ്. അതുപോലെ തന്നെ ആ സംസാരം അഹ്ലുസുന്നയുടെ ഉസൂലുകൾ, ആ തെറ്റ് അഹ്ലുസുന്നയുടെ ഉസൂലുകളിലാണ്. ആ സംസാരം സംസാരിച്ചവൻ മുർജിയാണ് എന്ന് സ്ഥാപിക്കുന്ന ഒരു സംസാരം ഷെയ്ഖിന്റെ കിതാബുകളിൽ നിന്ന് കൊണ്ടുവരാ. വിഷയം വ്യക്തമല്ലേ? ഷെയ്ഖിന്റെ കിതാബ് എടുക്കുക, എന്നിട്ട് പറയാ ഇത് ഈ വാദം മുർജിയാക്കളുടെ വാദമാണ്. വിഷയം തീർന്നല്ലോ, വലിയ ചർച്ചന്റെ ആവശ്യമില്ല. അഹ്ലുസുന്നയുടെ ഉലമാക്കൾ പറയാത്തൊരു വാദം, ആ വാദം പറയുന്നവൻ അഹ്ലുസുന്നയിൽ നിന്ന് പുറത്താകും എന്ന രൂപത്തിലുള്ള ഒരു വാദം ഷെയ്ഖ് അബ്ദുൽ അസീസ് റയീസ് ഹഫിളഹുള്ള കിതാബിൽ പറഞ്ഞത് കൊണ്ടുവരാം. അതല്ലാതെ അവര് പറഞ്ഞിട്ടുണ്ട്, ഇവര് പറഞ്ഞിട്ടെന്ന് പറഞ്ഞ് സകല ഹദ്ദാദികളുടെയും ജഹ്മിയാക്കളുടെയും ഖവാരിജുകളുടെയും ഒക്കെ സംസാരം കൊണ്ടുവന്ന് ഷെയ്ഖ് റയീസ് എന്തിൽ പ്രചരിപ്പിക്കുകയല്ല വേണ്ടത്. അല്ലാമ സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുള്ള അദ്ദേഹം ആ വിഷയത്തിൽ വ്യക്തത വരുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം എപ്പോഴും നമ്മുടെ നാവുകൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ ആക്ഷേപിക്കുന്ന വിഷയത്തിൽ ശ്രദ്ധിക്കുക. ഇമാം ഇബ്നു അസാകിർ റഹിമഹുല്ല തബീയുൻ കദിബുൽ മുഫ്തരി എന്ന കിതാബിൽ പറഞ്ഞതായി കാണാം, ഉലമാക്കളുടെ അഭിമാനത്തിൽ സംസാരിക്കുന്നവർ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിമാനം ഈ ഭൂമിയിൽ വെച്ച് അത് പിച്ചു ചീന്തപ്പെടാൻ സാധ്യതയുണ്ട്. അവരെ ചീത്ത പറയുന്നത് പോയിട്ട് അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റഹിമഹുല്ല പറഞ്ഞതായി അബു അബ്ദുറഹ്മാൻ അസ്സുലമി ആദാബു സുഹ്ബയിൽ ഉദ്ധരിക്കുന്നതായി കാണാം, മൻ ഇസ്തഖഫ ബിൽ ഉലമാഇ ദഹബത് ആഖിറതുഹു. ഉലമാക്കളെ ചീത്ത പറയുന്നതല്ല, അവരെ ആരെങ്കിലും കുറവാക്കുകയാണെങ്കിൽ അവന്റെ പരലോകം നഷ്ടപ്പെടുമെന്ന് അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റഹിമഹുല്ല പറഞ്ഞതായി അബു അബ്ദുറഹ്മാൻ അസ്സുലമിയുടെ ആദാബു സുഹ്ബയിൽ കാണാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പണ്ഡിതന്മാരെ ബഹുമാനിക്കുക, അവരുടെ മാർഗം മുറുകെ പിടിക്കുക, അവരുടെ അധ്യാപനങ്ങളിൽ നാം നിൽക്കുക, ഖുർആനിന്റെയും സുന്നത്തിന്റെയും വെളിച്ചത്തിൽ അവർ തന്നിരിക്കുന്ന കാര്യങ്ങൾ അത് മുറുകെ പിടിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും ഹഖ് മനസ്സിലാക്കാനും അതിൽ ഉറച്ചു നിൽക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട സംശയങ്ങൾ പെട്ടെന്ന് തീർക്കാം.